ക്ലാസ് ക്ലിയർ ആണെന്ന് തോന്നുന്നു. എൻ്റെ സ്പീക്കറിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. നിങ്ങൾ മെസ്സേജ് വിടുകയാണെങ്കിൽ എനിക്ക് കാണാമായിരുന്നു. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന്. ഹലോ, ഓക്കെ ഓക്കെ. വോയിസ് ക്ലിയർ ആണെന്ന് തോന്നുന്നു. എനിവേ നമ്മുടെ റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ടില്ല. നമ്മൾ ആക്കി സർ. റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ. ഓക്കെ, നമ്മൾ സെഷൻസ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം നമ്മുടെ സൈക്യാട്രിയുടെ ഡിഫൻസ് മെക്കാനിസം അതുപോലെയുള്ള ആസ്പെക്ട്സ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തത്. എനിവേ ഇന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഹിസ്റ്ററിയും അതുപോലെ തന്നെ തെറാപ്യൂട്ടിക് നഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എനിവേ നമ്മൾ ഫസ്റ്റ് കുറച്ച് ആസ്പെക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അതിൽ ഒന്ന് ഫാദർ ഓഫ് മെഡിസിൻ. ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് ഹിപ്പോക്രാറ്റസ് ആണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഫാദർ ഓഫ് സൈക്യാട്രി എന്ന് അറിയപ്പെടുന്നത് CP ആഡസിനെയാണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് മോഡേൺ സൈക്യാട്രി സിഗ്മണ്ട് ഫ്രോയിഡ്. ഈ കാഴ്ചപ്പാടിൽ ഫാദർ ഓഫ് മോഡേൺ സൈക്യാട്രി എന്നുള്ള ആസ്പെക്ട്സിൽ ചില കൺഫ്യൂഷൻസ് വല്ലാതെ ഉണ്ട്. നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് ചില ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഗൈഡുകളിൽ പറയുന്നത് ഫിലിപ്പീനിയലിനെ സിഗ്മണ്ട് ഫ്രോയിഡ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ അടക്കമുള്ള സെർച്ച് എഞ്ചിനുകളിൽ ചിലതിലെങ്കിലും സിഗ്മണ്ട് ഫ്രോയിഡിനെ ഫിലിപ്പീനിയലിനെ ഫാദർ ഓഫ് മോഡേൺ സൈക്യാട്രി ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജോൺ വെയറിനെയും ചില ആളുകൾ ഫാദർ ഓഫ് മോഡേൺ സൈക്യാട്രി എന്നുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എനിവേ ഇത് ഇത്തിരി കോൺട്രവേഴ്സിയാണ്. കാരണം പല ബുക്കുകളിലും പല ആസ്പെക്ട്സ് ആണ്. ഞാൻ ഇതുവരെ ഫിലിപ്പീനിയലിനെ ഒരു എവിടെയും ഞാൻ ടെക്സ്റ്റ് ബുക്കുകളിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ചില ഗൈഡുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്തും ഫിലിപ്പീനിയലിനെ ഫാദർ ഓഫ് മോഡേൺ സൈക്യാട്രി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഞാനിപ്പോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ റെഫർ ചെയ്ത ടെക്സ്റ്റ് ബുക്കുകളുടെ അടിസ്ഥാനത്തിലാണ് സിഗ്മണ്ട് ഫ്രോയിഡിനെ ഫാദർ ഓഫ് മോഡേൺ സൈക്യാട്രി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ജോൺ വെയറിനെയും ഫാദർ ഓഫ് മോഡേൺ സൈക്യാട്രി ആയിട്ട് എണ്ണിയ ചില ആളുകളെങ്കിലും ഉണ്ട് എന്നുള്ളതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എനിവേ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഫാദർ ഓഫ് സൈക്കോഅനലിറ്റിക്കൽ തിയറി ആയിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ സൈക്കോളജിയുടെ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജിയുടെ ഫാദർ ആയിട്ടും സിഗ്മണ്ട് ഫ്രോയിഡിനെ പറഞ്ഞു വെക്കാറുണ്ട്. എനിവേ അത് ഇത്തിരി ഒരു കോൺട്രവേഴ്സി ഉള്ള ഒരു ആസ്പെക്ട്സ് ആണ്. അത് ഇവിടെ പറഞ്ഞു വെക്കാണ്. എനിവേ ഫാദർ ഓഫ് അമേരിക്കൻ സൈക്യാട്രി ആയിട്ട് എണ്ണിയിട്ടുള്ളത് ബെഞ്ചമിൻ റഷിനെയാണ്. ബെഞ്ചമിൻ റഷ് ഈസ് എ ഫാദർ ഓഫ് അമേരിക്കൻ സൈക്യാട്രി. അതുപോലെ തന്നെ ഫാദർ ഓഫ് ചൈൽഡ് സൈക്യാട്രി ലിയോ കാനറിനെയാണ് ഫാദർ ഓഫ് ചൈൽഡ് സൈക്യാട്രി ആയിട്ട് എണ്ണിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫൗണ്ടർ ഓഫ് ഇൻഡിവിജ്വൽ സൈക്കോളജി ആൽഫ്രഡ് ആഡ്ലർ ആണ് ഫൗണ്ടർ ഓഫ് ഇൻഡിവിജ്വൽ സൈക്കോളജി. അതുപോലെ തന്നെ കോയിൻ ദ ടേം ന്യൂറോസിസ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തിട്ടുള്ളത് വില്യം കുള്ളനാണ്. ഓക്കെ, ഇതാണ് കുറച്ച് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ആസ്പെക്ട്സ്. ഇനിവേ നമ്മൾ ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സിൽ പറയുന്നുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫിലിപ്പീനിയന് 1793 ഹി റിമൂവ്ഡ് ദ ചെയിൻ ഫ്രം ദ മെന്റലി ഇൽ പേഷ്യന്റ്. അതുകൊണ്ട് തന്നെ അതിനെ ഫസ്റ്റ് റെവല്യൂഷൻ ഇൻ സൈക്യാട്രി എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പിന്നെ പറയാറുള്ളത് അദ്ദേഹമാണ് ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ് സൈക്യാട്രിക്
ട്രീറ്റ്മെന്റിൽ കൊണ്ടുവന്നത് എന്നുള്ള ഇത് പറയാറുണ്ട്. അങ്ങനെ ഫസ്റ്റ് റെവല്യൂഷൻ ഇൻ ദി സൈക്യാട്രി എന്ന് പറയുന്നത് ഫിലിപ്പീനിയലിന്റെ റിമൂവിങ് ദ ചെയിൻസ് ഫ്രം ദ മെന്റലി ഇൽ പേഷ്യൻസിനെ ആയിട്ട് അതിനെയാണ് കാഴ്ചപ്പാട് പറയാറുള്ളത്. 1793 ഇദ്ദേഹത്തെ തന്നെയാണ് ചില ഗൈഡുകളിൽ മോഡേൺ സൈക്യാട്രി ആയിട്ട് പറയപ്പെട്ടിട്ടുള്ളത്. എനിവേ ഇത് ഫിലിപ്പീനിയൻ അദ്ദേഹമാണ് നമ്മൾ ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് കൊണ്ടുവന്നത്. 1912 യൂഗൻ ബ്ലോയിലർ ആണ് അദ്ദേഹം ദ ടേം സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത് യൂഗൻ ബ്ലോയിലർ ആണ്. ഓക്കെ, ഇനി മെന്റൽ ഹെൽത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കുറച്ച് ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സിൽ 1787 ലുനാറ്റിക് അസൈലം കൽക്കട്ടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 1794 മദ്രാസിൽ ഇത്തരത്തിലുള്ള ലുനാറ്റിക് അസൈലം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. ഇന്ത്യൻ ലൂണസി ആക്ട് 1912 എനാക്ട് ആയിട്ടുള്ളത് ബ്രിട്ടീഷ് അറയിൽ. അതുപോലെ 1920 അസൈലം എന്നുള്ള ടേം റീപ്ലേസ് ബൈ മെന്റൽ ഹോസ്പിറ്റൽ എന്നുള്ള ടേമിലോട്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടത് 1920 1925 ഇന്ത്യൻ മെന്റൽ ഹോസ്പിറ്റൽ റാഞ്ചിയിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത് 1925. അതുപോലെ 1947 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം റാഞ്ചിയിൽ ആരംഭിച്ചിരുന്നത്. അതുപോലെ തന്നെ 1950 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ സൈക്യാട്രി സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തത് 1950. 1965 സൈക്യാട്രിക് നഴ്സിംഗ് ഒരു കമ്പൽസറി കോഴ്സ് ആയിട്ട് ഇൻക്ലൂഡഡ് ആയിട്ട് 1965. 1976 ഫസ്റ്റ് PG ഇൻ സൈക്യാട്രിയിൽ ഫസ്റ്റ് PG തുടങ്ങിയത് കോളേജ് ഓഫ് നഴ്സിംഗ് ഡൽഹിയിലാണ് 1976. അതുപോലെ നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം 1982 സ്റ്റാർട്ട് ചെയ്തത്. 1983 ഡിപ്ലോമ ഇൻ സൈക്യാട്രിക് നഴ്സിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1987 ഇന്ത്യൻ മെന്റൽ ഹെൽത്ത് ആക്ട് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് സൈക്യാട്രിക് നഴ്സസ് നിംഹാൻസ് ആസ്ഥാനമായി ഇന്ത്യൻ സൊസൈറ്റി ഓഫ് സൈക്യാട്രിക് നഴ്സസ് ആരംഭിച്ച 1991. എനിവേ ഒരു ഇന്ത്യൻ സൈക്യാട്രിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗോൾഡൻ ട്രഡീഷൻസ് പറയുന്ന ആയുർവേദ ഡിസ്ക്രൈബ്ഡ് സൈക്യാട്രി ആസ് ബുദ്ധിവിദ്യ എന്നുള്ള രീതിയിലാണ് ആയുർവേദ സൈക്യാട്രിയെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അഗസ്ത്യയാണ് ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ട്രീറ്റി ഓൺ മെന്റൽ ഡിസോർഡേഴ്സിന്റെ ട്രീറ്റ്മെന്റിൽ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ട്രീറ്റി ആയിട്ട് അഗസ്ത്യയാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് അസൈലം ഇന്ത്യയിൽ ബിൽഡ് ചെയ്തിട്ടുള്ളത് ബോംബെ അസൈലമാണ് 1745. ഓക്കെ, ഇനി അതുപോലെ തന്നെ എവല്യൂഷൻ മെന്റൽ ഹെൽത്ത് സർവീസും ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വേരിയസ് ആയിട്ടുള്ള എവല്യൂഷൻസ് പറയുന്നതിൽ അതിൽ പൈതഗോറസ് ആണ് 550-510 BC-കളിൽ ബ്രെയിൻ ഈസ് ദ സീറ്റ് ഓഫ് ഇന്റലക്ച്വൽ കപ്പാസിറ്റി. ബ്രെയിൻ ആണ് ഇന്റലക്ച്വൽ കപ്പാസിറ്റിയുടെ ആക്ടിവിറ്റികളുടെ എല്ലാം സീറ്റ് എന്നുള്ള കാഴ്ചപ്പാട് പൈതഗോറസ് 550-510 550 മുതൽ 510 BC-യിൽ ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. ബ്രെയിൻ ഈസ് ദ സീറ്റ് ഓഫ് ഇന്റലക്ച്വൽ കപ്പാസിറ്റി അത് കൊണ്ടുവന്നത് പൈതഗോറസ് ആയിരുന്നു. അതുപോലെ തന്നെ ഹിപ്പോക്രാറ്റസ് അദ്ദേഹം മെന്റൽ ഇൽനെസ്സിനെ ഹിസ്റ്റീരിയ, മാനിയ, ഡിപ്രഷൻ എന്നുള്ള രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാറ്റോ ആണ് മൈൻഡും ബോഡിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്തത് പ്ലാറ്റോ ആണ്. ഓക്കെ, അതുപോലെ തന്നെ അസീപിയാഡസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഹീസ് കൺസിഡേർഡ് ആസ് എ ഫാദർ ഓഫ് സൈക്യാട്രി. അതുപോലെ തന്നെ ചില സിമ്പിൾ ആയിട്ടുള്ള ഹൈജീനിക് മെഷേഴ്സ്, ഡയറ്റ്, ബാത്ത് എന്നുള്ളതൊക്കെ കൊണ്ടുവന്ന് മെക്കാനിക്കൽ റെസിസ്റ്റൻസിന് പകരം കൊണ്ടുവന്നതൊക്കെ അസീപിയാഡസ് ആയിരുന്നു. അതുപോലെ ഗ്രീക്കുകാരാണ് സയന്റിഫിക് സ്റ്റഡി ഓഫ് മെന്റൽ ഇൽനെസ് ഇനീഷ്യേറ്റ് ചെയ്ത ഗ്രീക്കുകാരാണ്. അതുപോലെ തന്നെ അരിസ്റ്റോട്ടലിന്റെ ഒരു കാഴ്ചപ്പാട് പറയുന്നത് ഈ കൺസെപ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് റിലീസ് ഓഫ് റിപ്രസ്ഡ് ഇമോഷൻ, നമ്മൾ റിപ്രസ്ഡ് ഇമോഷൻസിനെ റിലീസ് ചെയ്യുന്നതിലൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സാധ്യമാകും മെന്റൽ ഇൽനെസ് എന്ന് കൊണ്ടുവന്നത് അരിസ്റ്റോട്ടിലായിരുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ മിഡിൽ ഏജുകളിൽ മെന്റൽ ഇല്ലാസ് ഹെൽപ്പ് ടു ബി ഹെൽപ്ഡ് എന്നുള്ള കാഴ്ചപ്പാട് മിഡിൽ ഏജുകളുണ്ട്. റിനേസൻസ്, യൂറോപ്പിലെ റിനേസൻസ് പീരിയഡിനെ സാഡസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് സൈക്യാട്രി എന്നുള്ള രീതിയിൽ പറയപ്പെടാറുള്ളത് റിനേസൻസ് പീരിയഡ് ആണ് ഇൻ യൂറോപ്പ്. സാഡസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് സൈക്യാട്രി. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് സൈക്യാട്രിയുടെ ഈസ് ബിലീവ് ദാറ്റ് ഡെമോൺസ് വേർ ദ കോസ് ഓഫ് ഹാലുസിനേഷൻ, ഡെലൂഷൻ, സെക്ഷൽ ആക്ടിവിറ്റി. അതുപോലെ തന്നെ ആ സമയത്ത് അതിന്റെ ട്രീറ്റ്മെന്റ് ആസ്പെക്ട്സിന് ടോർച്ചറൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് സാഡസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ഫീൽഡ് ഓഫ് സൈക്യാട്രിക് ഹിസ്റ്ററിയിൽ റിനേസൻസ് പീരിയഡിന് അത് 1300 മുതൽ 1600 AD കാലഘട്ടത്തിലായിരുന്നു.
ഇനി അതുപോലെ തന്നെ വേരിയസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺസ് നമ്മളൊന്ന് ജസ്റ്റ് പറയുന്നു. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 1793 ഫിലിപ്പീനിയയിൽ റിമൂവ് ചെയിൻസ് ഫ്രം ദ മെന്റലി ഇൽ പേഷ്യൻ. അതുപോലെ തന്നെ 1812 ഫസ്റ്റ് അമേരിക്കൻ ടെക്സ്റ്റ് ബുക്ക് ഓഫ് സൈക്യാട്രി ബെഞ്ചമിൻ റഷ്, ഫസ്റ്റ് അമേരിക്കൻ ടെക്സ്റ്റ് ബുക്ക് ഇൻ സൈക്യാട്രി എഴുതിയത് ബെഞ്ചമിൻ റഷ് ആണ്. അദ്ദേഹത്തെ തന്നെയാണ് ഫാദർ ഓഫ് അമേരിക്കൻ സൈക്യാട്രി എന്ന് പറയുന്നത് 1812 അതുപോലെ തന്നെ യൂഗൻ ബ്ലൂയിൽ 1912 സ്വിസ് സൈക്യാട്രിസ്റ്റ് കോയിൻ ദ ടേം സ്കിസോഫ്രീനിയ. അതുപോലെ തന്നെ അദ്ദേഹം അത് അതിനു മുൻപ് അത് ഡിമെൻഷ്യ പ്രക്കോക്സ് എന്നുള്ള രീതിയിലായിരുന്നു അറിയപ്പെടുന്നത്. സ്കിസോഫ്രീനിയ അത് ഡിമെൻഷ്യ പ്രക്കോക്സ് ആയിരുന്നു. അതിന് പകരം ടോം ദ സ്കിസോഫ്രീനിയ എന്നുള്ള ടേം യൂസ് ചെയ്തത് യൂഗൻ ബ്ലൂയിലാണ്. 1912 ഇന്ത്യൻ ലൂണസി ആക്ട് കൊണ്ടുവന്നു. അതുപോലെ തന്നെ അതിലൊപ്പം പിന്നെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഇത് മാത്രമാണ് നമ്മൾ റീഡിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ECT ആദ്യമായി യൂസ് ചെയ്ത സൈക്കോസിന്റെ ട്രീറ്റ്മെന്റിന് ഫസ്റ്റ് ECT ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1938 1938 ECT ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സെർലിറ്റി ആൻഡ് ബിനി എന്ന് പറയുന്ന രണ്ടുപേരാണ്. സെർലിറ്റി ആൻഡ് ബെനി വാസ് ഇൻട്രൊഡ്യൂസ് ദിസ് കൺസെപ്റ്റ്. പിന്നെ 1939 ഡെവലപ്ഡ് സൈക്കോ അനലിറ്റിക്കൽ തിയറി സിഗ്മണ്ട് ഫ്രോയിഡ് കൊണ്ടുവന്ന 1939 അദ്ദേഹത്തെ തന്നെയാണ് ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അതുപോലെ തന്നെ സൈക്കോ അനലിറ്റിക്കൽ കൺസെപ്റ്റ് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫാദർ ഓഫ് സൈക്കോ അനലിറ്റിക്കൽ തിയറി പറയാറുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് 1939 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1946 ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ബോർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് റെക്കമെൻഡേഷൻസ് വന്നു. അതിന്റെ ഭാഗമായിട്ട് 5 മെന്റൽ ഹോസ്പിറ്റൽ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് എന്നുള്ള രീതിയിൽ നിംഹാൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് 1946 ബോർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന്റെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ആസ്പെക്ട്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ 1949 ലിഥിയം യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് മാനിയയുടെ ട്രീറ്റ്മെന്റിന് ലിഥിയം യൂസ് ചെയ്ത് 1949 1952 ക്ലോർപ്രോമസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനെയാണ് റവല്യൂഷൻ ഓഫ് സൈക്കോ ഫാർമക്കോളജി എന്നുള്ള രീതിയിൽ അറിയപ്പെടാറുള്ളത്. അഥവാ 1952 ക്ലോർപ്രോമസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു സൈക്കോ ഫാർമക്കോളജിയിൽ. ഇൻട്രൊഡക്ഷൻ ഓഫ് ക്ലോർപ്രോമസിനെ ഫസ്റ്റ് റവല്യൂഷൻ ഓഫ് സൈക്കോ ഫാർമക്കോളജി എന്നുള്ള രീതിയിൽ അറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ 1953 മാക്സ്വെൽ ജോൺസ് ഇൻട്രൊഡ്യൂസ് ദ തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റി. അപ്പോൾ തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കാഴ്ചപ്പാട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാക്സ്വെൽ ജോൺ ആണ്. അത് 1953 സോ മാക്സ്വെൽ ജോൺ ഈസ് ദ ഇൻട്രൊഡ്യൂസർ ഫൗണ്ടർ ഓഫ് തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റി. ഓക്കെ. അതുപോലെ തന്നെ 1982 നാഷണൽ മെന്റൽ ഹെൽത്ത് പോളിസി കൊണ്ടുവന്നത്. അതുപോലെ നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് 1982 ഓക്കെ. 1987 ഇന്ത്യൻ മെന്റൽ ഹെൽത്ത് ആക്ട് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് വളരുന്ന പ്രധാനപ്പെട്ട ഒരു ട്രാജഡിയാണ് 2001 August 6 നടന്ന ഏർവാടി ട്രാജഡി. ഇറ്റ് ഈസ് ഹാപ്പൻ ഇൻ ദ ഇയർ ഓഫ് 2000 August 6. ഓക്കെ. അതുപോലെ തന്നെ സൈക്യാട്രിക് നഴ്സിംഗുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ട്രെയിനിങ് സ്കൂള് ഫോർ ദ നഴ്സസ് സ്റ്റാർട്ട് ചെയ്ത് 1872 നൈറ്റിംഗേൽ സിസ്റ്റം ബേസ് ചെയ്തിട്ട് കൊണ്ടുവന്നത്. ഇംഗ്ലണ്ടിലായിരുന്നു 1872. അതുപോലെ തന്നെ 1913 ഫസ്റ്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ഒരു ഫുള്ളി ഡെവലപ്ഡ് കോഴ്സ് സൈക്യാട്രിക് നഴ്സിംഗ് കരിക്കുലർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഫുൾ കോഴ്സ് കൊണ്ടത് 1913 ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 1921 ഷോർട്ട് ട്രെയിനിങ് കോഴ്സ് ഫോർ 3 to 6 months കണ്ടക്ടഡ് റാഞ്ചിയിൽ കൊണ്ടുവന്നത്. 1943 സൈക്യാട്രിക് നഴ്സിംഗ് കോഴ്സ് സ്റ്റാർട്ടഡ് ഫോർ മെയിൽ നഴ്സസ് സൈക്യാട്രിക് നഴ്സ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് 1943 ചെന്നൈ ഗവൺമെന്റിലാണ്. അത് 3 months ട്രെയിനിങ് എന്നുള്ള രീതിയിലാണ് അത് കൊണ്ടുവന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. എനിവേ നിങ്ങൾക്ക് അത് മെറ്റീരിയൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ വായിക്കാവുന്നതാണ്. എനിവേ നിംഹാൻസിൽ പോസ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ സൈക്യാട്രിക് നഴ്സിംഗ് നിംഹാൻസിൽ സ്റ്റാർട്ട് ചെയ്തത് 1956 1964 നിങ്ങൾക്ക് അറിയാം മുതലിയാർ കമ്മിറ്റിയാണ് കൊണ്ടുവന്നത്. 1964 മുതലിയാർ കമ്മിറ്റി വന്നു.
അത് അതുപോലെ തന്നെ അതിന്റെയൊക്കെ റെക്കമെൻഡേഷന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് തന്നെ 1965 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസില് സൈക്യാട്രിക് നഴ്സിംഗ് ആസ് എ കമ്പൽസറി കോഴ്സ് ഇൻ BSc നഴ്സിംഗ്. BSc നഴ്സിംഗിന്റെ ഭാഗമായി സൈക്യാട്രിക് നഴ്സിംഗ് ഒരു കമ്പൽസറി കോഴ്സ് ആയിട്ട് തുടങ്ങിയത് 1965 ഓക്കെ. അതുപോലെ തന്നെ 1975 MSc നഴ്സിംഗ് സൈക്യാട്രിക് നഴ്സിംഗിൽ MSc മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാം തുടങ്ങിയത് 1975 RAക്ക് ഡൽഹിയിലായിരുന്നു. അതുപോലെ തന്നെ 1986 സൈക്യാട്രിക് നഴ്സിംഗ് ഒരു കോമ്പണന്റ് GNM കോഴ്സിൽ ഒരു കോമ്പണന്റ് ആയിട്ട് ആഡ് ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ 1990 ഇയർ ഓഫ് മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ് 1990 ദ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ഇയർ ഓഫ് മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് എന്നുള്ള രീതിയിൽ ആചരിക്കേണ്ട 1990 ഇയർ ഓഫ് മെന്റൽ ഹെൽത്ത് നഴ്സിംഗ്. അത് ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് സൈക്യാട്രിക് നഴ്സസ് നിംഹാൻസിലാണത് ഇതിന്റെ ഏരിയ, അതിന്റെ സെന്റർ 1991 തുടങ്ങിയത്. ഇനി ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് സൈക്യാട്രിയുമായി ബന്ധപ്പെട്ടുള്ളത് മാത്രമാണ്. മെയ് 24 വേൾഡ് സ്കിസോഫ്രീനിയ ഡേ. വേൾഡ് സ്കിസോഫ്രീനിയ ഡേ എന്നുള്ള രീതിയിൽ മെയ് 24 മെയ് 31 വേൾഡ് നോ ടൊബാക്കോ ഡേ 1931. മെയ് 31. ജൂൺ 26 ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ്. ജൂൺ 26 ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ്. അതുപോലെ തന്നെ സെപ്റ്റംബർ 10 സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ എന്ന് പറയും. സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ അത് അത് നമുക്കറിയാം. നമ്മൾ വേൾഡ് എയ്ഡ്സ് ഡേ പോലെ റെഡ് റിബൺ നമ്മൾ ആഘോഷിക്കാറുണ്ട്, റെഡ് റിബൺ നമ്മൾ അന്ന് ധരിക്കാറുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ സെപ്റ്റംബർ 10 സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണ്. അതിനെ നമ്മൾ യെല്ലോ റിബൺ ആണ് ഉപയോഗിക്കുക. സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ സെപ്റ്റംബർ 10 അതിന് നമ്മൾ യെല്ലോ റിബൺ ആണ് ഉപയോഗിക്കുക. സെപ്റ്റംബർ 21 വേൾഡ് അൽഷൈമേഴ്സ് ഡേ ആണ്. അത് പർപ്പിൾ കളറാണ്. വേൾഡ് അൽഷൈമേഴ്സ് ഡേ ആണ്. അത് പർപ്പിൾ കളറാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. വേൾഡ് അൽഷൈമേഴ്സ് ഡേ അത് സെപ്റ്റംബർ 21 ഒക്ടോബർ 10 വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ. വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആയിട്ട് പറയാറുള്ളത് ഒക്ടോബർ 10 അത് ഗ്രീൻ, അതിന്റെ കളർ വേൾഡ് റെഡ് റിബൺ ക്ലബ്ബ് പോലെ തന്നെ ഗ്രീൻ റിബൺ ആണ് ഉപയോഗിക്കുക. വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ 10 ഒക്ടോബർ. സോ വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ, വേൾഡ് അൽഷൈമേഴ്സ് ഡേ, അതുപോലെ തന്നെ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ. ഈ കളറുകളാണ് സാധാരണ യെല്ലോ, പർപ്പിൾ, ഗ്രീൻ. ഈ കളറുകളാണ് ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സൂയിസൈഡ് പ്രിവെൻഷന് യെല്ലോ കളറും, വേൾഡ് അൽഷൈമേഴ്സ് ഡേ സെപ്റ്റംബർ 21 പർപ്പിൾ കളറും, ഒക്ടോബർ 10 വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ഗ്രീൻ കളറുമാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇനി അതുപോലെ തന്നെ 1960-72 കാലത്ത് പീരിയോഡിക് സൈക്യാട്രിക് എപ്പിഡെമിയോളജിക്കൽ സർവേ ഇന്ത്യയിൽ നടക്കുകയുണ്ടായി. 1961 KC ഡ്യൂബയാണ് ഇത്തരത്തിലുള്ള ഒരു മേജർ സർവേ റിഗാർഡിംഗ് ദി സൈക്യാട്രിക് പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട് നടത്തിയത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏകദേശം WHO കണക്കനുസരിച്ച് 7.5% ഓഫ് ഇന്ത്യ പേഴ്സൺസ് ആർ സഫറിങ് ഫ്രം സം മെന്റൽ ഡിസോർഡർ എന്നുള്ളതാണ് പറയുന്നത്. അതിൽ തന്നെ 56 മില്യൺ ഇന്ത്യൻസും ഡിപ്രഷൻ ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു 38 മില്യൺ ഇന്ത്യക്കാർ ആങ്സൈറ്റി ഡിസോർഡേഴ്സുമായിട്ട് അഫക്റ്റഡ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് this is about a brief outlook regarding the history. എനിവേ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എറ്റിയോളജിയും അതുപോലെ തന്നെ ബ്രീഫ് ആയിട്ടുള്ള ഒരു അനാട്ടമിയാണ്. സൈക്യാട്രിക് ഡിസോർഡറുമായി ബന്ധപ്പെട്ടുള്ള ബ്രീഫ് ആയിട്ടുള്ള ഒരു അനാട്ടമി ആൻഡ് അതുപോലെ തന്നെ എറ്റിയോളജി ആസ്പെക്ട്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എറ്റിയോളജി ബയോസൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സിൽ മെനി ഫാക്ടേഴ്സ്, പല കാരണങ്ങളും ഉണ്ട് സൈക്യാട്രിക് കോസ്, മെന്റൽ ഇൽനെസിന്റെ കോസ്. അതിൽ പ്രധാനമായിട്ടും അതിനെ നമ്മൾ പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ്, പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ്, പെർപെച്വേറ്റിംഗ് ഫാക്ടേഴ്സ് എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. അതിൽ പ്രീഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് എന്താണ്? പ്രീഡിസ്പോസിംഗ് ഫാക്ടർ ഇറ്റ് ഡിറ്റർമൈൻ ആൻ ഇൻഡിവിജ്വൽ സസെപ്റ്റബിലിറ്റി ടു ഇൽനെസ്. അഥവാ ഇത് എന്ന് പറയുന്നത് ഈ പ്രീഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് ആണ് പലപ്പോഴും ഇൻഡിവിജ്വലിന്റെ സസെപ്റ്റബിലിറ്റി ടു മെന്റൽ ഇൽനെസ്സിന് ഇൻഡിവിജ്വലിനെ സസെപ്റ്റബിൾ ആക്കുന്നത് പ്രീഡിസ്പോസിംഗ് ഫാക്ടറാണ്. നമ്മളത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇറ്റ് ഈസ് പ്രീഡിസ്പോസിംഗ്, ഇതിനു മുൻപേ ഉണ്ട്. അഥവാ ഇൻഡിവിജ്വലിന് സസെപ്റ്റബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ സസെപ്റ്റബിൾ ആക്കാൻ കാരണമായിട്ടുള്ളത് പ്രീഡിസ്പോസിംഗ് ഫാക്ടർ ആണ്.
ഇത് പലപ്പോഴും ഈ പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് വെൻ ഇറ്റ് ഈസ് ഇന്ററാക്ടിങ് വിത്ത് പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ്, പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്താണ് മെന്റൽ ഇൽനെസ് ഉണ്ടാകുന്നത്. അഥവാ ഇൻഡിവിജ്വൽ ആൾറെഡി സസെപ്റ്റബിൾ ആക്കുന്ന ഫാക്ടർ എന്താണോ അതാണ് പ്രീഡിസ്പോസിങ്, ആൾറെഡി ഇൻഡിവിജ്വലിനകത്തുള്ളത്. അതാണ് നമ്മുടെ ജെനറ്റിക് മേക്കപ്പ്, ഫിസിക്കൽ ഡാമേജ് ടു സെൻട്രൽ നെർവസ് സിസ്റ്റം, അതുപോലെ അഡ്വേഴ്സ് ആയിട്ടുള്ള സൈക്കോ സോഷ്യൽ ഇൻഫ്ലുവൻസ്, ഇതൊക്കെ ഈ പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സിന് ഉദാഹരണങ്ങൾപ്പെട്ട. അപ്പോൾ ഇറ്റ് ഡിറ്റർമൈൻ ദ ഇൻഡിവിജ്വൽ സസെപ്റ്റബിലിറ്റി ടു മെന്റൽ ഇൽനെസ്. മെന്റൽ ഇൽനെസ്സിന് ഇൻഡിവിജ്വൽ സസെപ്റ്റബിൾ ആക്കുന്നത് പ്രീഡിസ്പോസിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. Then comes precipitating factor. Precipitating factor. These are the events that occur shortly before the onset of a disorder. ഒരു ഡിസോർഡർ ഉണ്ടാകുന്നതിന്റെ തൊട്ട് മുൻപ് ഉണ്ടാകുന്ന ഇവന്റ് എന്താണോ അതാണ് പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ. അഥവാ പ്രസിപ്പിറ്റേറ്റ് എന്താണോ അതിന് മെന്റൽ ഡിസോർഡറിനെ പെട്ടെന്ന് ട്രിഗർ ചെയ്യുന്നത്, ആ ഇവന്റ് ദാറ്റ് ഒക്കർ ജസ്റ്റ് ബിഫോർ ദ ഓൺസെറ്റ് ഓഫ് എ ഡിസോർഡർ, അതാണ് പലപ്പോഴും ആ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടറാണ് ഡിസോർഡറിനെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. അത് പലപ്പോഴും ഫിസിക്കൽ സ്ട്രെസ് ആവാം, സൈക്കോ സോഷ്യൽ സ്ട്രെസ്സോ എല്ലാം ആവാം. പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ ഇറ്റ് ഇസ് ഇവന്റ് ദാറ്റ് ഒക്കർ ഷോർട്ട്ലി ബിഫോർ ദ ഓൺസെറ്റ് ഓഫ് ഡിസോർഡർ. ഒരു ഇൻസിഡന്റ്, ഒരു ഇവന്റ് ആണ് അത് നമ്മുടെ ഡിസോർഡർ ഡെവലപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഉണ്ടാകുന്ന ആ ഇവന്റ് ആണ് പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ദെൻ പെർപെച്വേറ്റിംഗ് ഫാക്ടർ. പെർപെച്വേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഫാക്ടർ ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ അഗ്രവേറ്റിംഗ് ഓർ പ്രൊലോങ്ങിങ്. ഒരു ഫാക്ടറാണ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ അഗ്രവേറ്റിംഗ് ഓർ പ്രൊലോങ്ങിങ്. ഒരു ഡിസീസ് ആൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസ് ദാറ്റ് ആൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ ഇൻഡിവിജ്വൽ ആൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൽനെസ്സിനെ അല്ലെങ്കിൽ ഡിസീസിനെ കൂട്ടുന്നതോ അല്ലെങ്കിൽ അതിനെ പ്രൊലോങ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഫാക്ടർ, അതാണ് പെർപെച്വേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അഥവാ മരൈറ്റൽ ഡിസ്ഹാർമണി, ആൽക്കഹോളിസം പോലെയുള്ള മരൈറ്റൽ ഡിസ്ഹാർമണി, ആൽക്കഹോളിസം ഒരു കണക്ഷൻ ഉണ്ട്. അഥവാ മരൈറ്റൽ ഡിസ്ഹാർമണി ആൾറെഡി ഇൻഡിവിജ്വൽ അവർ തമ്മിലുള്ള ഒരു ആൽക്കഹോളിസം എന്ന് പറയുന്ന മെന്റൽ ഡിസോർഡർ ആണ്. അതിനെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു അഗ്രവേറ്റിംഗ് ഫാക്ടറാണ് മാരിറ്റൽ ഡിസ്ഹാർമണി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണോ നമ്മൾ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ളത് ഒറ്റ ഉദാഹരണം നോക്കിയാൽ മതി. അതാ തീ ആളിക്കത്താൻ സഹായിക്കുന്നത് നമ്മൾ അതിൽ ഒഴിക്കുന്ന എണ്ണയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ പെർപെച്വേറ്റിംഗ് ഫാക്ടറാണ് ദാറ്റ് ഈസ് for aggravating or prolonging the disease. അപ്പോൾ precipitating, perpetuating and പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ്. ഓക്കെ, എനിവേ എറ്റിയോളജിയിൽ നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന സമയത്ത് ഈ പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് അത് ദാറ്റ് വിൽ ഇന്ററാക്ട് വിത്ത് പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ദാറ്റ് റിസൾട്ട് ഇൻ മെന്റൽ ഇൽനെസ് നമ്മൾ നേരത്തെ പറഞ്ഞു. സോ ദീസ് ഫാക്ടേഴ്സ് ആർ ഓപ്പറേറ്റിംഗ് ഫ്രം ഏർലി ലൈഫ് ദാറ്റ് ഡിറ്റർമൈൻസ് പേഴ്സൺ വൾണറബിലിറ്റി ടു കോസ് ദ ഇൽനെസ്. അതുകൊണ്ട് തന്നെ ഈ ഫാക്ടേഴ്സ് പലപ്പോഴും ഇൻഡിവിജ്വലിന്റെ ഏർലി ലൈഫിൽ തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അതാണ് ഇൻഡിവിജ്വലിനെ ഡിസീസസിന് ദാറ്റ് ഇസ് ദ കോസ് വൾണറബിലിറ്റി, അതിന് വൾണറബിൾ ആക്കുന്നത് ഈ പറയപ്പെടുന്ന പ്രീഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് കോസസ് അബ്നോർമൽ ബിഹേവിയർ ഇൻ മെന്റലി ഇൽ പേഷ്യന്റ്? താഴെ പറയുന്നതിൽ which following factor cause abnormal behavior in mentally ill patients? ഏതാണ്? ഹയർ എഡ്യൂക്കേഷൻ ആണോ, അൺഎംപ്ലോയ്മെന്റ് ആണോ, ബ്ലാക്ക് മാജിക് ആണോ, ചേഞ്ച് ഇൻ ന്യൂറോ കെമിക്കൽ? ഇതിൽ ഏത് ഫാക്ടറാണ് കോസ് അബ്നോർമൽ ബിഹേവിയർ ഇൻ മെന്റലി ഇൽ പേഷ്യൻസ്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ കഴിയോ? മെസ്സേജ് വിട്ടാൽ മതി. മെസ്സേജ് ചെയ്യണമെങ്കിൽ നന്നായിരുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടർ കോസ് അബ്നോർമൽ ബിഹേവിയർ ഇൻ മെന്റലി ഇൽ പേഷ്യന്റ്? മെന്റൽ ഇൽ പേഷ്യന്റിൽ ഓക്കെ, ഉത്തരം ഡി ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ ന്യൂറോ കെമിക്കൽ ഫാക്ടേഴ്സ്. ന്യൂറോ കെമിക്കൽ ഫാക്ടേഴ്സ് ആണ് കോസസ് അബ്നോർമൽ ബിഹേവിയർ ഇൻ മെന്റലി ഇൽ പേഷ്യൻസ്. ഓക്കെ, എനിവേ നമ്മൾ ഡീറ്റെയിൽസിൽ എറ്റിയോളജിയുടെ ഓരോ ഡീറ്റെയിൽസിലോട്ട് നമ്മൾ പോവാണ്. മെയിൻലി മെന്റൽ ഇൽനെസ്സിനെ ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടർ എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എനിവേ ബയോളജിക്കൽ ഫാക്ടർ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ബയോളജിക്കൽ ഫാക്ടറിൽ പ്രധാനമായിട്ട് നമുക്ക് അറിയാം ഹെറിഡിറ്റി ആണ് ഒരു പ്രധാനം. ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ പ്രീഡിസ്പോസിഷൻ ടു ഇൽനെസ്. ഇൻഡിവിജ്വലിനെ സസെപ്റ്റബിൾ ആക്കുന്ന ഒരു ഫാക്ടറാണ് ഹെറിഡിറ്റി. സോ ദാറ്റ് ഈസ് പ്രീഡിസ്പോസിഷൻ ടു ഇൽനെസ്. 3/4 of the mental defective, 1/3 of the psychotic individuals unfavorable heredity. അതിൽ പല ജനറ്റിക് സ്റ്റഡീസ് ഒക്കെ പറയുന്നത് ഇൻഡിവിജ്വൽ അൺഫേവറബിൾ ഹെറിഡിറ്റി ആണ്. പലപ്പോഴും 1/3 ഓഫ് ദി സൈക്കോട്ടിക് ഇൻഡിവിജ്വൽസിനും മെന്റൽ ഡിഫക്റ്റീവ്നെസിനും ഒക്കെ 3/4 ഓഫ് ദി മെന്റൽ ഡിഫക്റ്റീവിനും കാരണം വേരിയസ് ആയിട്ടുള്ള ഹെറിഡിറ്റി ഫാക്ടേഴ്സ് ആണ്. അതിൽ തന്നെ ഫോർ മോസ്റ്റ് സൈക്കാട്രിക് ഡിസോർഡേഴ്സ്
ദ മോഡ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻ പോളിജെനിക് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട ഒരു പോയിന്റ് ആണ്. അഥവാ മോസ്റ്റ് ഓഫ് ദി സൈക്കാട്രിക് ഡിസോർഡേഴ്സിൽ മോസ്റ്റ് ഓഫ് ദി സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ദ മോഡ് ഓഫ് ഇൻഹെറിറ്റൻസ് അതിൽ ഉണ്ടാവാനുള്ള ഇൻഹെറിറ്റൻസിന് കാരണമാകുന്നത് പോളിജെനിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പോളിജെനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് മൾട്ടിപ്പിൾ ജീൻ, അഥവാ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ജീനുകളുടെ കമ്പൈൻഡ് ആയിട്ടുള്ള ആക്ഷൻസ് കൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദി സൈക്കാട്രിക് ഡിസോർഡേഴ്സും ഇൻഹെറിറ്റൻസ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അത് പോളിജെനിക് ആണ്. മോസ്റ്റ് ഓഫ് ദി സൈക്കാട്രിക് ഡിസോർഡർ ദ മോഡ് ഓഫ് ഇൻഹെറിറ്റൻസ് ഈസ് പോളിജെനിക്, കമ്പൈൻഡ് ആണ്. ബയോകെമിക്കൽ ഫാക്ടേഴ്സ് ആണ്. ബയോകെമിക്കൽ അബ്നോർമാലിറ്റി ഇൻ ദ ബ്രെയിനിൽ ഉണ്ടാകുന്ന ബയോകെമിക്കൽ ആയിട്ടുള്ള അബ്നോർമാലിറ്റീസ്, അത് ഡിസ്റ്റർബൻസ് ഇൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇൻ ദ ബ്രെയിൻ ഈസ് ഫൗണ്ട് ടു പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ etiology of certain സൈക്കാട്രിക് ഡിസോർഡേഴ്സിൽ ബയോകെമിക്കൽ ഫാക്ടേഴ്സ് വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ട്. അഥവാ ഡിസ്റ്റർബൻസ് ഇൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ്. ഓക്കെ, അതിൽ പിന്നെ വരുന്ന ബയോളജിക്കലിൽ വരുന്ന ഒന്നാണ് ബ്രെയിൻ ഡാമേജ് അഥവാ ഇൻഫെക്ഷൻസ് ലൈക്ക് ന്യൂറോസിഫിലിസ്, എൻസെഫലൈറ്റിസ്, HIV പോലെയുള്ളത്, ഇഞ്ചുറി, വേരിയസ് ഹെഡ് ഇഞ്ചുറി പോലെയുള്ളതൊക്കെ, ഇൻടോക്സിക്കേഷൻ ലൈക്ക് ആൽക്കഹോൾ, ബാർബിറ്റുറേറ്റ്സ്, ലെഡ് പോലെയുള്ളതൊക്കെ, വാസ്കുലാർ ഇഷ്യൂസ് ലൈക്ക് പുവർ ബ്ലഡ് സപ്ലൈ, ബ്ലീഡിങ് പോലെയുള്ളത്, ആൾട്ടറേഷൻ ഇൻ ബ്രെയിൻ ഫംഗ്ഷൻ ലൈക്ക് ഹൈപ്പോക്സിയ, അനോക്സിയ, ചേഞ്ച് ഇൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. അപ്പോൾ നമുക്ക് ഇത് ചോദിക്കാം, താഴെ പറയുന്നതിൽ ഏതാണ് ഓർഗാനിക് ആയിട്ടുള്ള എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ആൽക്കഹോൾ ആൻഡ് ബാർബിറ്റുറേറ്റ് ഇത് ഏത് തരത്തിലുള്ള ബ്രെയിൻ ഡാമേജ് എന്താണ് എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്, അത് ഇൻടോക്സിക്കേഷൻ റിലേറ്റഡ് ആണ് എന്നുള്ള രീതിയിൽ ആ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എനിവേ ദീസ് ആർ ദി എറ്റിയോളജിക്കൽ ആയിട്ടുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ വരുന്നത്. ബ്രെയിൻ ഡാമേജിൽ തന്നെ ട്യൂമേഴ്സ് വരും, വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ മാൾന്യൂട്രീഷൻ ലൈക്ക് വൈറ്റമിൻ ബി പോലെയുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, ഡീജനറേറ്റീവ് ഡിസീസിന് ഒരു ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ഡിമെൻഷ്യ അതിന് ഒരു ഉദാഹരണമാണ്. സോ ഡിമെൻഷ്യ ഈസ് എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സിൽ ഡീജനറേറ്റീവ് ഡിസോർഡർ വരാം. ദെൻ എൻഡോക്രൈൻ ഡിസ്റ്റർബൻസ്, ഹൈപ്പോതൈറോയിഡിസം, തൈറോടോക്സിക്കോസ് പോലെയുള്ള എൻഡോക്രൈൻ ഡിസ്റ്റർബൻസ് കാരണമാണ് ഫിസിക്കൽ ഡിഫക്റ്റ് ആൻഡ് ഫിസിക്കൽ ഇൽനെസ്സും എറ്റിയോളജിയിൽ ബ്രെയിൻ ഡാമേജിന് കാരണമായിട്ട് പറയപ്പെടാറുണ്ട്. ഓക്കെ, ദെൻ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, സർട്ടൻ ക്രിട്ടിക്കൽ പീരിയഡ് ഓഫ് ലൈഫ്, പ്യൂബർട്ടി, മെൻസ്ട്രേഷൻ, പ്രഗ്നൻസി, ഡെലിവറി, പ്യൂപ്പേറിയം, ക്ലിമാക്സ് പോലെയുള്ള ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് കൂടെ എറ്റിയോളജിയിൽ സൈക്കാട്രിക് ഡിസോർഡറിന് എറ്റിയോളജിയിൽ എണ്ണിയിട്ടുള്ള ഒന്നാണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പീരിയഡ് ഓഫ് ലൈഫ് ലൈക്ക് പ്യൂബർട്ടി, മെൻസ്ട്രേഷൻ, പ്രഗ്നൻസി, ഡെലിവറി, പ്യൂപ്പേറിയം, ക്ലിമാക്ട്രിക് പോലെയുള്ളത്, പ്യൂപ്പറൽ സൈക്കോസിസ് പോലെയുള്ളതൊക്കെ കാരണം ഈ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്ന ഒന്നാണ്. ദെൻ കംസ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. സൈക്കോളജിക്കൽ ആയിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് സ്പെസിഫിക് പേഴ്സണാലിറ്റി ടൈപ്പ്. ചില സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ടൈപ്പ് ലൈക്ക് അതിലൊന്നാണ് സ്കിസോയിഡ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി. അത് സ്കിസോഫ്രീനിയക്ക് കാരണമാകുന്നു എന്നുള്ളതാണ്. സ്കിസോയിഡ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ദാറ്റ് വിൽ ലീഡ് ടു സ്കിസോഫ്രീനിയ. എനിവേ നമ്മൾ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയിൽ നമ്മളത് പറയുന്നത് ഏതൊക്കെ ടൈപ്പിന് കാരണമാകാം എന്നുള്ളത്. ഓക്കെ, ദെൻ ഇവിടെ സ്പെസിഫിക് പേഴ്സണാലിറ്റി ടൈപ്പ് ചില സൈക്കോളജിക്കൽ ഫാക്ടറിൽ വരുന്ന ഒന്നാണ് സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ടൈപ്പ് ദാറ്റ് മേ ലീഡ് ടു മെന്റൽ ഡിസോർഡർ. ദെൻ സ്ട്രെയിൻഡ് ആയിട്ടുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്റെ ഹോമിലോ പ്ലേസ് ഓഫ് വർക്കിലോ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ അത്തരത്തിലുള്ള ലോസ് ഓഫ് പ്രസ്റ്റീജ് അല്ലെ ലോസ് ഓഫ് എ ജോബ്, അത്തരത്തിലുള്ള സ്ട്രെയിൻഡ് ആയിട്ടുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പോലെയുള്ളതൊക്കെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീസൺസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് ഇൻസെക്യൂരിറ്റീസ് ഡ്യൂ ടു പാരന്റ്സ് വിത്ത് പത്തോളജിക്കൽ പേഴ്സണാലിറ്റി, ഫോൾട്ടി ആറ്റിറ്റ്യൂഡ് ഓഫ് പാരന്റ്സ്, അബ്നോർമൽ ചൈൽഡ് പാരന്റ് റിലേഷൻഷിപ്പ്, ഇത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീസൺസിൽ വരുന്ന. അപ്പോൾ ഇതും ചോദിക്കാവുന്ന താഴെ പറയുന്നതിൽ ഏതാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് ലീഡിങ് ടു മെന്റൽ ഡിസോർഡേഴ്സ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ അബ്നോർമൽ ചൈൽഡ് പാരന്റ് റിലേഷൻഷിപ്പും ബാക്കിയുള്ളതിന്റെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഒക്കെ ചോദിക്കാം. അപ്പോൾ ഇത് ചൈൽഡ്ഹുഡ് ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ താഴെ പറയുന്നതിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എടുത്തെഴുതുക. ആ രീതിയിലും നമുക്ക് ഒന്നും കൂടെ ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാനൊക്കെ ഇതിൽ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. സ്ട്രെയിൻഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അറ്റ് ഹോം, പ്ലേസ് ഓഫ് വർക്ക്, സ്കൂള്, കോളേജ്, ബെറിയുമെന്റ്, ലോസ് ഓഫ് പ്രസ്റ്റീജ്, ലോസ് ഓഫ് ജോബ്, അതുപോലെ ചൈൽഡ്ഹുഡ് ഇൻസെക്യൂരിറ്റീസ് ഡ്യൂ ടു പാരന്റ്സ് വിത്ത് പത്തോളജിക്കൽ പേഴ്സണാലിറ്റി, faulty attitude of parent, abnormal child parent relationship എന്നുള്ളതൊക്കെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്.
ഡിസോർഡർ ഫോർ അണ്ടർ ദി എറ്റിയോളജി. ദെൻ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ തന്നെ ഇനിയും വരും സോഷ്യൽ ആൻഡ് റെക്രിയേഷണൽ ഡിപ്രൈവേഷൻ, റിസൾട്ട്സ് ഇൻ ബോർഡം, ഐസൊലേഷൻ ആൻഡ് എലീനേഷൻ, അതുപോലെ തന്നെ മാരേജ് പ്രോബ്ലംസ്, സെക്ഷൽ ഡിഫിക്കൽട്ടീസ്, സ്ട്രെസ്, ഫ്രസ്ട്രേഷൻ ആൻഡ് സീസണൽ വേരിയേഷൻ. ഇതെല്ലാം വേരിയസ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ദെൻ സോഷ്യൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് ചോദിക്കാം. പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഇൻജസ്റ്റിസ്, ഇൻസെക്യൂരിറ്റി, മൈഗ്രേഷൻ, അർബനൈസേഷൻ, ഗാംബ്ലിംഗ്, ആൽക്കഹോളിസം, പ്രോസ്റ്റിറ്റ്യൂഷൻ, ബ്രോക്കൺ ഹോംസ്, ഡൈവേഴ്സ്, വെരി ബിഗ് ഫാമിലീസ്, റിലീജിയൻ, ട്രഡീഷൻ പോലെയുള്ളത്. അപ്പോൾ ഇത് എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ നോട്ട് ചെയ്യണം. ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഇതിന്റെ അകത്ത് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഒരു അപ്ലൈഡ് ലെവലൊക്കെ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രെയിം ചെയ്യാൻ വളരെ ഈസിയാണ്. സോ ഒന്ന് നമ്മൾ മുൻപത്തെ ഒരു പാറ്റേണിലാണെങ്കിൽ ഇതൊന്നും നമുക്ക് ഒരു പക്ഷേ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറിയത് കൊണ്ട് തന്നെ നമ്മളെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് ഉചിതമാണ്. അത് ഏത് രീതിയിലും അപ്ലൈഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, then psychopathology of mental disorder. Mental disorders in psychopathology refers either study of mental illness or a mental distress or the manifestation of behavior and experiences which may be indicative of a mental illness or a psychological impairment such as abnormal maladaptive behavior or mental activity. അഥവാ സൈക്കോപത്തോളജി എന്താണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് സ്റ്റഡി ഓഫ് മെന്റൽ ഇൽനെസിനെ കുറിച്ചുള്ള പഠനമാണ്, അഥവാ മെന്റൽ ഡിസ്ട്രസിനെ കുറിച്ചുള്ള പഠനമാണ്. എങ്ങനെ? ഓർ ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ബിഹേവിയർ, അല്ലെങ്കിൽ ബിഹേവിയേഴ്സ് മാനിഫെസ്റ്റേഷനെ കുറിച്ചുള്ള പഠനമാണ്. അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വിച്ച് മേ ബി ഇൻഡിക്കേറ്റീവ് ഓഫ് എ മെന്റൽ, അഥവാ മെന്റൽ ഇൽനെസ് ഇൻഡിക്കേറ്റ് ചെയ്യാവുന്ന എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള പഠനമാണ്. അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇമ്പയർമെന്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെ കുറിച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പഠനമാണ്. അതാ അത്തരത്തിലുള്ള അബ്നോർമൽ മാലഡാപ്റ്റീവ് ബിഹേവിയർ അല്ലെങ്കിൽ മെന്റൽ ആക്ടിവിറ്റിയെ കുറിച്ചുള്ള പഠനത്തെയാണ് സൈക്കോപത്തോളജി എന്നുള്ള രീതിയിൽ പറയാറുള്ളത്. ദെൻ സൈക്കോ ബയോളജി എന്താണെന്നുള്ളത്, ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ബയോളജിക്കൽ ഫൗണ്ടേഷൻ ഓഫ് കോഗ്നിറ്റീവ്, ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ പ്രോസസ്. ഇത് ബയോളജിക്കൽ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് റിഗാർഡിംഗ് ദ കോഗ്നിറ്റീവ്, ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ പ്രോസസ്. ഇൻഡിവിജ്വലിനകത്തുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള കോഗ്നിറ്റീവ് അല്ലെങ്കിൽ ഇമോഷണൽ അല്ലെങ്കിൽ ബിഹേവിയറൽ ആയിട്ടുള്ള പ്രോസസ്സിന്റെ ബയോളജിക്കൽ ഫൗണ്ടേഷനെ പഠിക്കുന്നതാണ് സൈക്കോ ബയോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് മാനിഫെസ്റ്റേഷൻ ഓഫ് ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസസ് ഇൻഡിക്കേറ്റീവ് ഓഫ് മെന്റൽ ഇൽനെസ് ഈസ് ടേംഡ് ആസ്. സ്റ്റഡി ഓഫ് manifestations of behavior and experiences indicative of mental illness that is termed as. ഏതാണ്? എപ്പിഡെമിയോളജി ആണോ, എത്നോളജി ആണോ, സൈക്കോപത്തോളജി ആണോ, അഥവാ സൈക്കോഫിസിയോളജി ആണോ? എന്താണ്? ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് മാനിഫെസ്റ്റേഷൻ ഓഫ് ബിഹേവിയർ. ഓക്കെ, ഉത്തരം സൈക്കോപത്തോളജി ആണ്. ഓക്കെ, ആൻസർ സി ആണ്. ദെൻ നെക്സ്റ്റ് വി ആർ മൂവിങ് ഇൻ ടു ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നുള്ളതാണ് പറയുന്നത്. ഇത് അറിയാം, ഇറ്റ് ഇസ് എ കെമിക്കൽ ഏജന്റ് ആണ്, ഇൻവോൾവ് ഇൻ ട്രാൻസ്മിഷൻ ഓഫ് impulse across the synaptic cleft. A chemical agent that is involved in transmission of impulse across the synaptic cleftilന്റെ കൾക്കിടയിൽ സിനാപ്റ്റിക് ക്ലഫ്റ്റിലൂടെ ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ ഇൻവോൾവ് ആയിട്ടുള്ള കെമിക്കൽ ഏജന്റ് ആണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇത് സ്റ്റോർഡ് ചെയ്യുന്നത് ആക്സോൺ ടെർമിനൽ ഓഫ് പ്രീസിനാപ്റ്റിക് ന്യൂറോൺ. പ്രീസിനാപ്റ്റിക് ന്യൂറോണിന്റെ ആക്സോൺ ടെർമിനൽസിലാണ് ഇത് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ എസെൻഷ്യൽ ഫംഗ്ഷനിങ് ഇൻ ദ റോൾ ഓഫ് ഹ്യൂമൻ ഇമോഷണൽ ആൻഡ് ബിഹേവിയർ. അഥവാ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, റോൾ ഓഫ് ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് ബിഹേവിയർ. ഇൻഡിവിജ്വലിന്റെ ഹ്യൂമൻ ഇമോഷൻസിലും ബിഹേവിയറിലും വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് നമ്മൾ പറയും. അതിൽ തന്നെ ഒരു ചെറിയൊരു കാറ്റഗറൈസേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എക്സൈറ്റേറ്ററി ന്യൂറോൺസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഗ്ലൂട്ടാമേറ്റ്, അസ്പാർട്ടേറ്റ്, നൈട്രിക് ഓക്സൈഡ് പോലെയുള്ളതൊക്കെ. അതുപോലെ ഇൻഹിബിറ്ററി ആണ് ഗ്ലൈസിൻ, ഗാബ, സെറട്ടോണിൻ, ഡോപ്പമിൻ പോലെയുള്ളതൊക്കെ ഇൻഹിബിറ്ററി ആണ്. ഇത് രണ്ടും ഉള്ള ഫങ്ഷൻസ് ആണ് അസറ്റൈൽ കോളിൻ, നോറെപ്പിനെഫ്രിൻ പോലെയുള്ളത്. അഥവാ എക്സൈറ്റേറ്ററി മാത്രമായിട്ടുള്ളത് ഗ്ലൂട്ടാമേറ്റ്, അസ്പാർട്ടേറ്റ് ആൻഡ് നൈട്രിക് ഓക്സൈഡ് ആണെങ്കിൽ ഇൻഹിബിറ്ററി ആയിട്ടുള്ളത് ഗ്ലൈസിൻ, ഗാബ, സെറട്ടോണിൻ, ഡോപ്പമിൻ ആണ്. ബോത്ത് അസറ്റൈൽ കോളിൻ, നോറെപ്പിനെഫ്രിൻ പോലെയുള്ളതും ആണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി. എനിവേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇൻഡെപ്ത് ആയിട്ട് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കുകയാണ്. കോളിനർജിക്സ്, മോണാമിൻസ്, അമിനോ ആസിഡ്സ് ആൻഡ് ന്യൂറോ പെപ്റ്റൈഡ്സ്. ഇതൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ, എനിവേ ഓരോ ഡീറ്റെയിൽ. കോളിനർജിക്സിൽ വരുന്ന ഒന്നാണ് അസറ്റൈൽ കോളിൻ. നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അസറ്റൈൽ കോളിൻ. ഇതിന്റെ ഫസ്റ്റ് കെമിക്കലാണ്
to be identified and proven as neurotransmitters ഫസ്റ്റ് കെമിക്കൽ ആണ് ടു ബി ഐഡന്റിഫൈഡ് ആൻഡ് പ്രൂവൺ ആസ് എ ന്യൂറോ ആണ്. ഇത് ന്യൂറോ ട്രാൻസ്മിറ്റർ ഫസ്റ്റ് പ്രൂവ് ചെയ്തതും അസറ്റൈൽ കോളൈൻ ആണ്. ഐസൊലേറ്റഡ് ഇൻ 1921 ന്യൂറോ ട്രാൻസ്മിറ്റർ ഇത് ഐസൊലേറ്റ് ചെയ്ത് ജർമ്മൻ ബയോളജിസ്റ്റ് ആയിട്ടുള്ള ഒട്ടോ ലൊയേവി ആണ് അസറ്റൈൽ കോളൈനെ ഫസ്റ്റ് നെയിം ചെയ്തത്. അതുപോലെ തന്നെ ഐസൊലേറ്റ് ചെയ്തത് 1921 ബൈ ജർമ്മൻ ബയോളജിസ്റ്റ് നെയിം ഒട്ടോ ലൂയിവി ആണ് അസറ്റൈൽ കോളൈനെ ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തത് എന്നുള്ള ലൊക്കേഷൻ. ഇതിന്റെ മേജർ അസറ്റൈൽ കോളൈന്റെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് മേജർ എഫക്റ്റർ കെമിക്കൽ വിത്തിൻ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലെ മേജർ ആയിട്ടുള്ള എഫക്റ്റർ കെമിക്കൽ ആണ് ലൊക്കേഷൻ. അതിന്റെ ലൊക്കേഷൻ മേജർ എഫക്റ്റർ കെമിക്കൽ വിത്തിൻ ദി ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലാണ് അത്. അതിൽ വരുന്ന മേജർ ആയിട്ടുള്ള ഒരു എഫക്റ്റർ കെമിക്കൽ ആണ് ഈ പറയപ്പെടുന്ന ഐസറ്റൈൽ കോളൈൻ എന്നുള്ളത്. അതുപോലെ തന്നെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓൾ ദി സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് പ്രീ സിനാപ്റ്റിക് നെർവ് ടെർമിനൽസ്, എല്ലാ സിമ്പത്തറ്റിക് അല്ലെങ്കിൽ പാരാസിമ്പത്തറ്റിക് ആയിട്ടുള്ള പ്രീ സിനാപ്റ്റിക് നെർവ് ടെർമിനൽസിലാണ് ഇത് ആക്ടിവിറ്റി, ഇതിന്റെ പ്രധാന ആക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓൾ പാരാസിമ്പത്തറ്റിക് പോസ്റ്റ് സിനാപ്റ്റിക് നെർവ് ടെർമിനൽ നമ്മൾ നോക്കണം. അസറ്റൈൽ കോളൈൻ വർക്ക് ചെയ്യുന്നത് സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക് നെർവിന്റെ പ്രീ സിനാപ്റ്റിക് നെർവ് സിമ്പത്തറ്റിക്കോ അല്ലെങ്കിൽ പാരാസിമ്പത്തറ്റിക്കോ ആയിട്ടുള്ള പ്രീ സിനാപ്റ്റിക് നെർവ് ടെർമിനൽസിൽ ഇതിന്റെ ആക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഓൾ പാരാസിമ്പത്തറ്റിക് പോസ്റ്റ് സിനാപ്റ്റിക് നെർവ് ടെർമിനൽ വരുമ്പോൾ അത് പാരാസിമ്പത്തറ്റിക്കിൽ മാത്രമാണ് എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ ഫങ്ഷൻസ് എന്താണെന്നുള്ളതാണ്. മെയിൻലി അസറ്റൈൽ കോളൈൻ ഫങ്ഷൻ ചെയ്യുന്നത് സ്ലീപ്പ് അറൗസലിന് കാരണമാക്കുന്നുണ്ട്, പെയിൻ പെർസെപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ മോഡുലേഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്, നമ്മുടെ മൂവ്മെന്റ് മോഡുലേഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റിന് ഇത് സഹായത് കൊണ്ടാണ് നമ്മൾ അൽഷൈമേഴ്സിലൊക്കെ ഇതിന് പാർക്കിൻസൺസ് ഡിസീസിലൊക്കെ അൽഷൈമേഴ്സിലൊക്കെ ഇതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം ഇത് മോഡുലേഷനും കോർഡിനേഷനും ഒക്കെ അഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള, മോഡുലേഷനൊക്കെ മൂവ്മെന്റിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഫംഗ്ഷനിലൊന്ന് അസറ്റൈൽ കോളൈൻ ആണ്. അതുപോലെ മെമ്മറി അക്വസിഷൻ ആൻഡ് റിട്ടൻഷൻ, മെമ്മറി അക്വൈൻ ചെയ്യുന്നതും അതുപോലെ തന്നെ അത് റീറ്റെയിൻ ചെയ്യുന്നതിലും പ്രധാനപ്പെട്ട റോൾ അസറ്റൈൽ കോളൈൻ. അതുകൊണ്ട് തന്നെയാണ് അത് അൽഷൈമേഴ്സിലും പാർക്കിൻസൺസിലും ഒക്കെ അഫക്ട് ചെയ്യുന്നത്. ഇതിന്റെ കുറവുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊക്കെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സം റോൾ ഇൻ സർട്ടൻ ഡിസോർഡേഴ്സ്, ചില ഡിസോർഡേഴ്സിലൊക്കെ ചില റോളുകൾ ഉണ്ട് ഓഫ് മോട്ടോർ ബിഹേവിയർ ആൻഡ് മെമ്മറി, മോട്ടോർ ബിഹേവിയറും മെമ്മറി ഇൻവോൾവ് ആയിട്ടുള്ള ഡിസോർഡേഴ്സിലൊക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. അതിനുള്ള ഉദാഹരണമാണ് പാർക്കിൻസൺസ് ഡിസീസ്, ഹണ്ടിങ്ടൺസ്, അൽഷൈമേഴ്സ് ഡിസീസ് പോലെയുള്ളതിലൊക്കെ അതിന് കൃത്യമായ റോൾ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് അസറ്റൈൽ കോളൈൻ പിന്നെ അസോസിയേറ്റ് വിത്ത് ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇൻക്രീസ്ഡ് ലെവലാണ് അസറ്റൈൽ കോളൈൻ. ഇൻക്രീസ്ഡ് അസറ്റൈൽ കോളൈൻ level we can see in depression. Okay, then another category ആണ് മോണോഅമൈൻസ് എന്ന് പറയുന്നത്. മോണോഅമൈൻസ് നോറെപ്രിനെഫ്രിൻ ആണ് അതിന്റെ ഒരു ഉദാഹരണം. നോറെപ്രിനെഫ്രിൻ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ദ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിന് കാരണം നോറെപ്രിനെഫ്രിൻ, അത് മോണോഅമൈൻസ് ആണ്. ദെൻ ഡോപ്പമൈൻ ഫിസിക്കൽ ആക്ടിവേഷൻ ഓഫ് ദ ബോഡി, ബോഡിയുടെ ഫിസിക്കൽ ആക്ടിവേഷന് പ്രധാനമായിട്ടും സഹായിക്കുന്നത് ഡോപ്പമിൻ ആണ്. അതുപോലെ സെറട്ടോണിൻ, ഹിസ്റ്റമിൻ ആണ് അലർജിക് ആൻഡ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഒക്കെ സഹായിക്കുന്നത് ഹിസ്റ്റമിൻ ആണ്. ഓക്കെ, നമ്മൾ നോറെപ്രിനെഫ്രിൻ, ഡോപ്പമിൻ, സെറട്ടോണിൻ, ഹിസ്റ്റമിൻ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എനിവേ നോറെപ്രിനെഫ്രിൻ അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെഗുലേഷൻ ഓഫ് മൂഡ് റെഗുലേറ്റ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നോറെപ്രിനെഫ്രിൻ ഉണ്ട്. അതുപോലെ തന്നെ കോഗ്നീഷനും പെർസെപ്ഷനും റോൾ ഉണ്ട്. കാർഡിയോവാസ്കുലർ ഫംഗ്ഷനിങ് നോറെപ്രിനെഫ്രിന്റെ റോൾ ഉണ്ട്. അതുപോലെ തന്നെ സ്ലീപ്പ് ആൻഡ് അറൗസലിനും നോറെപ്രിനെഫ്രിന് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ എങ്ങനെയാണ്, അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ ലെവൽസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ തോട്ട് ടു ബി ഡിക്രീസ്ഡ് ഇൻ ഡിപ്രഷൻ. നോറെപ്രിനെഫ്രിന്റെ അളവ് കുറവാണ് ഏതില്, ഡിപ്രഷൻ പോലെയുള്ളതില്, അഥവാ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ അളവ് കുറവാണ് ഡിപ്രഷൻ പോലെയുള്ള കണ്ടീഷൻ. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് മാനിയ പോലെയുള്ള ആങ്സൈറ്റി സ്റ്റേറ്റുകളിലും അതുപോലെ തന്നെ സ്കിസോഫ്രീനിയ പോലെയുള്ള കണ്ടീഷൻസിലും ന്യൂറോപ്രിനെഫ്രിന്റെ അളവ് കൂടുതലാണ്. ഓക്കെ, സോ ഡിപ്രഷനിൽ കുറയുന്നു, മാനിയയിൽ കൂടുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന്, ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ഡയറക്ട്ലി ഫ്രം ഡോപ്പമിൻ. ഈ നോറെപ്രിനെഫ്രിൻ സിന്തസൈസ് ചെയ്യുന്നത് ഡയറക്ട്ലി ഫ്രം ഡോപ്പമിനിൽ നിന്നാണ് ഡയറക്റ്റ് ആയിട്ട് ഇത് സിന്തസൈസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു നമ്മളൊന്ന് അറിയണമെന്നുണ്ട്. ഡോപ്പമിൻ സിന്തസൈസ് ഡയറക്ട്ലി ഫ്രം നോറെപ്രിനെഫ്രിൻ സിന്തസൈസ് ഡയറക്ട്ലി ഫ്രം ഡോപ്പമിൻ. ഇനി ഡോപ്പമിൻ എന്ന് പറയുന്നത് റെഗുലേഷൻ ഓഫ് മൂവ്മെന്റ്സ് ആൻഡ് കോർഡിനേഷൻ, മൂവ്മെന്റും കോർഡിനേഷനിലും ഡോപ്പമിന്
കാര്യമായ റോൾ ഉണ്ട്. അതുകൊണ്ടാണ് ഡോപ്പമിനർജിക് റിസപ്റ്റ് നമ്മൾ ചില ആന്റി സൈക്കോട്ടിക്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഡോപ്പമിനർജിക് റിസപ്റ്റേഴ്സിലാണ് അത് ആക്ട് ചെയ്യുന്നത്. കൊണ്ട് തന്നെ അതിൽ അൽസീമേഴ്സ് ടൈപ്പ് ട്രമേഴ്സ് പോലെയുള്ളതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പാർക്കിൻസൺസ് പോലെയുള്ള ഫീച്ചേഴ്സ് അതിൽ ട്രമേഴ്സ് പോലെയുള്ളത് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ളത് ഇത് ഡോപ്പമിൻ ആണ്. അപ്പൊ ഡോപ്പമിൻ ദാറ്റ് വിൽ റെഗുലേറ്റ് ദ മൂവ്മെന്റ്സ് ആൻഡ് കോർഡിനേഷൻ, മൂവ്മെന്റിനെയും കോർഡിനേഷനെയും റെഗുലേറ്റ് ചെയ്യുന്നത് ഡോപ്പമിൻ ആണ്. അതുപോലെ തന്നെ ഇമോഷൻസും വോളണ്ടറി ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, അതുപോലെ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഡോപ്പമിൻ എന്നാണ്. അതുപോലെ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇറ്റ് ഇൻഹിബിറ്റ് ദ റിലീസ് ഓഫ് പ്രൊലാക്റ്റിൻ, അഥവാ പ്രൊലാക്റ്റിന്റെ റിലീസ് ഇൻഹിബിറ്റ് ചെയ്യാൻ ഇത് കാരണമാകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഇതിന്റെ ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ സോ ഡോപ്പമിൻ ഹാസ് ആൻ ഇൻഫ്ലുവൻസ് ഓവർ ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ദാറ്റ് വിൽ ഇൻഹിബിറ്റ് ദ റിലീസ് ഓഫ് പ്രൊലാക്റ്റിൻ. ഓക്കെ, അതുപോലെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റിയും അതുപോലെ തന്നെ ഇമോഷൻസും വോളണ്ടറി ഇതിനൊക്കെ ബാധിക്കുന്നുണ്ട്. അതുപോലെ മൂവ്മെന്റും കോർഡിനേഷനും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഡോപ്പമിൻ ആണ്. ഇതിന്റെ ഡിക്രീസ്ഡ് ഡോപ്പമിൻ കുറവാണ് എറ്റിയോളജി ഓഫ് പാർക്കിൻസൺസ് ഡിസീസും അതുപോലെ തന്നെ ഡിപ്രഷൻ പോലെയുള്ള കണ്ടീഷൻസിലും ഡോപ്പമിന്റെ അളവ് കുറവാണ്. അതുപോലെ ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ഡോപ്പമിൻ ആർ അസോസിയേറ്റഡ് വിത്ത് മാനിയ ആൻഡ് സ്കിസോഫ്രീനിയ. മാനിയയിലും സ്കിസോഫ്രീനിയയിലും ഇൻക്രീസ്ഡ് ആണ് ഡോപ്പമിനും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നോറെപ്രിനെഫ്രിനും മാനിയയിലും സ്കിസോഫ്രീനിയയിലും ഇൻക്രീസ്ഡ് ആണ്. ഡിപ്രഷനിൽ നോറെപ്രിനെഫ്രിൻ കുറവാണ്, അതുപോലെ തന്നെ ഡോപ്പമിന്റെ അളവും കുറവാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അസോസിയേറ്റഡ് വിത്ത് റിവാർഡ് മെക്കാനിസം ഇൻ ദ ബ്രെയിൻ. ബ്രെയിനിലുള്ള റിവാർഡ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട് ഡോപ്പമിന് കാര്യമായ റോൾ ഉണ്ട് എന്നുള്ളത്. അഥവാ ആൽക്കഹോളിസം ഒക്കെ ഇതിന് ഭാഗമായിട്ട് തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു റിവാർഡ് മെക്കാനിസം. അഥവാ റിവാർഡ് നമുക്കറിയാലോ എന്താണ്, നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിവാർഡ് കിട്ടുന്നു. ആ റിവാർഡ് കിട്ടുമ്പോൾ വീണ്ടും അതേ കാര്യം തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ത്വര ഉണ്ടാവും. അതാണ് റിവാർഡ് മെക്കാനിസം. ഇത് വർക്ക് ചെയ്യുന്നത് പലപ്പോഴും ഡോപ്പമിന്റെ ഡോപ്പമിന്റെ ആക്ടിവിറ്റി കൊണ്ടാണെന്നാണ് അസോസിയേറ്റഡ് വിത്ത് റിവാർഡ് മെക്കാനിസം ഇൻ ദ ബ്രെയിൻ. ദെൻ കംസ് സെറട്ടോണിൻ. സെറട്ടോണിൻ എന്ന് പറയുന്നത് പ്ലേ റോൾ ഇൻ സ്ലീപ്പ് ആൻഡ് അറൗസൽ. സ്ലീപ്പിലും അറൗസലിലും പ്രധാനപ്പെട്ട റോള് സെറട്ടോണിൻ ഉണ്ട്. അതുപോലെ തന്നെ ലിബിഡോ, അപ്പറ്റൈറ്റ്, മൂഡ്, അഗ്രഷൻ ആൻഡ് പെയിൻ പെർസെപ്ഷൻ, ഇതിലെല്ലാം സെറട്ടോണിന്റെ അളവ് കൃത്യമായ റോള് ഉണ്ട്. സ്ലീപ്പ് ആൻഡ് അറൗസൽ, ലിപിഡോ, അപ്പറ്റൈറ്റ്, അതുപോലെ തന്നെ മൂഡ് ആൻഡ് അഗ്രഷൻ ആൻഡ് പെയിൻ പെർസെപ്ഷൻ, ഇതിലൊക്കെ സെറട്ടോണിൻ കാര്യമായ റോൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി അതിന്റെ ഇംപ്ലിക്കേഷൻ, ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് സെറട്ടോണിൻ ഹാവ് ബീൻ ഇംപ്ലിക്കേറ്റഡ് ഇൻ സ്കിസോഫ്രീനിയ ആൻഡ് ആങ്സൈറ്റി. ആങ്സൈറ്റി സ്റ്റേറ്റിലും അതുപോലെ തന്നെ സ്കിസോഫ്രീനിയയിലും സെറട്ടോണിന്റെ അളവ് കൂടുതലാണ്. ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് സെറട്ടോണിൻ ഹാവ് ബീൻ ഇംപ്ലിക്കേറ്റഡ് ഇൻ സ്കിസോഫ്രീനിയ ആൻഡ് ആങ്സൈറ്റി. ദെൻ ഡിക്രീസ്ഡ് ലെവൽ ഓഫ് ദി ന്യൂറോ ട്രാൻസ്മിറ്റർ ഹാവ് ബീൻ അസോസിയേറ്റഡ് വിത്ത് ഡിപ്രഷൻ. ഡിപ്രഷനുമായി അസോസിയേറ്റ് ചെയ്തിട്ട് വരുമ്പോൾ ഡിക്രീസ്ഡ് ലെവലാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇതിന്റെ അളവ്. ഡിക്രീസ്ഡ് ലെവൽ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഹാവ് ബീൻ അസോസിയേറ്റഡ് വിത്ത് ഡിപ്രഷൻ. അപ്പോൾ സ്കിസോഫ്രീനിയ പോലെയുള്ള കണ്ടീഷനിൽ ഇൻക്രീസ്ഡ് ആണെങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള കണ്ടീഷനിൽ ഇതിന്റെ അളവ് ഡിക്രീസ്ഡ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, സെറട്ടോണിൻ. ദെൻ ഹിസ്റ്റമിൻ, മോണാമൈൻസിൽ വരുന്ന ഒന്നാണ് ഹിസ്റ്റമിൻ. ഫങ്ഷൻസ് എന്ന് പറയുന്നത് എക്സാക്ട് പ്രോസസ് മീഡിയേറ്റഡ് ബൈ ഹിസ്റ്റമിൻ വിത്ത് സെൻട്രൽ നെർവ് സിസ്റ്റം ആർ ക്ലിയർ. കൃത്യമായ മെക്കാനിസം എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ അല്ല എങ്കിലും ഗാസ്ട്രിക് സെക്രീഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു. സ്മൂത്ത് മസിൽ കൺട്രോളിന് കാരണമാണ്. കാർഡിയാക് സ്റ്റിമുലേഷൻ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഹിസ്റ്റമിൻ ആണ്. അതുപോലെ തന്നെ ഇംപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഡാറ്റ സജസ്റ്റ് ഹിസ്റ്റമിൻ പ്ലേ റോൾ ഇൻ ഡിപ്രസീവ് ഇൽനെസ്സിൽ ഒരു ചെറിയ റോള് ഉണ്ട് എന്നുള്ളതാണ് ചില ഡാറ്റകൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ഇൻ ടു ദ അമിനോ ആസിഡ്സ്. ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ്, ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ്, ഗാബ. അതുപോലെ തന്നെ ഗ്ലൈസിൻ, ഗ്ലൂട്ടാമേറ്റ്, ഇതൊക്കെ അമിനോ ആസിഡ്സിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് ഉദാഹരണ ഗാബ, ഗ്ലൈസിൻ ആൻഡ് ഗ്ലൂട്ടാമേറ്റ്. ഇനി ഗാബ എന്താണ്? സ്ലോ ഡൗൺ ഓഫ് ബോഡി ആക്ടിവിറ്റിയെ സ്ലോ ഡൗൺ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫംഗ്ഷനിൽ ഗാബയുടെ ഫംഗ്ഷൻ ഉണ്ട്, സ്ലോ ഡൗൺ ഓഫ് ബോഡി ആക്ടിവിറ്റി. ഇംപ്ലിക്കേഷനിൽ പറയുകയാണെങ്കിൽ ഡിക്രീസ്ഡ് ലെവൽ ഓഫ് എറ്റിയോളജി ഓഫ് ആങ്സൈറ്റി ഡിസോർഡറിന്റെ എറ്റിയോളജി ഓഫ് ആങ്സൈറ്റി ഡിസോർഡർ ഡിക്രീസ്ഡ് ലെവൽ കാണാറുണ്ട്. അതുപോലെ മൂവ്മെന്റ് ഡിസോർഡേഴ്സ് ലൈക്ക് ഹഡിങ്ടൺസ് ഡിസീസോ അല്ലെങ്കിൽ വേരിയസ് ഫോംസ് ഓഫ് എപ്പിലെപ്സിയിലൊക്കെ ഗാബയുടെ അളവ് കുറവായിട്ട് കാണപ്പെടാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ,
പിന്നെ ഗാബയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഗാബ എന്ന് പറയുന്നത്. പ്രസന്റ് ഇൻ ഹൈ കോൺസെൻട്രേഷൻ ഇൻ സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വളരെ ഹൈ കോൺസെൻട്രേഷൻ കാണാം. പ്രിവെന്റിങ് ദ ബ്രെയിൻ ഫ്രം ബിക്കമിങ് ഓവർ എക്സൈറ്റഡ്. ബ്രെയിന് ഓവർ എക്സൈറ്റഡ് ആവാതെ സംരക്ഷിക്കുന്നതിൽ പ്രധാനപ്പെട്ട റോള് ഗാബക്കുണ്ട്. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഹൈ കോൺസെൻട്രേഷൻ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഹൈ കോൺസെൻട്രേഷനിൽ ഇത് പ്രസന്റ് ചെയ്യാറുണ്ട്. പ്രിവെന്റിങ് ബ്രെയിൻ ഫ്രം ബിക്കമിങ് ഓവർ എക്സൈറ്റഡ്. ബ്രെയിന് ഓവർ എക്സൈറ്റഡ് ആകാതെ സൂക്ഷിക്കുന്നതിലൊക്കെ ഇതിന് പ്രധാനപ്പെട്ട റോൾ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗാബ ലാക്കിംഗ് ഇൻ സർട്ടൺ പാർട്ട് ഓഫ് ദ ബ്രെയിൻ എപ്പിലെപ്സ്. ഗാബ ചില ബ്രെയിനിന്റെ ചില പാർട്ടുകളിൽ ലാക്ക് ചെയ്യുന്ന സമയത്ത് എപ്പിലെപ്സി പലപ്പോഴും കാരണമാകുന്നു എന്നുള്ളതാണ്. സോ ഇതിൽ ഗാബ ഒരു വളരെ പ്രധാനപ്പെട്ട ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് ബ്രെയിന് ഓവർ എക്സൈറ്റഡ് ആകാതെ സൂക്ഷിക്കുന്നതിൽ പ്രധാനപ്പെട്ട റോൾ ഗാബക്കുണ്ട്. ഗാബ ഇല്ലാത്ത ലാക്ക് ആയിട്ടുള്ള ചില പാർട്ട് ഓഫ് ദി ബ്രെയിനിൽ എപ്പിലെപ്സി റിസൾട്ടഡ് ആകും എന്നുള്ളതാണ്. ഇത് ഗാബയുമായി ബന്ധപ്പെട്ടാണ്. മെയിൻലി സ്ലോ ഡൗണിങ് ഓഫ് ബോഡി ആക്ടിവിറ്റി ആണ് ഇതിന്റെ ഫംഗ്ഷൻ. ദെൻ അനദർ അമിനോ ആസിഡ്സിൽ വരുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഗ്ലൈസിൻ എന്ന് പറയുന്നത്. അത് റിക്കറന്റ് ആയിട്ടുള്ള ഇൻഹിബിഷൻ ഓഫ് മോട്ടോർ ന്യൂറോൺസ് വിത്തിൻ ദി സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിൽ മോട്ടോർ ന്യൂറോൺസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പോസിബിൾ ഇൻവോൾവ് ഇൻ ദ റെഗുലേഷൻ ഓഫ് സ്പൈനൽ ആൻഡ് ബ്രെയിൻ സ്റ്റെം റിഫ്ലക്സസിനെയും അതുപോലെ തന്നെ സ്പൈനൽ റിഫ്ലക്സസിനെയും റെഗുലേറ്റ് ചെയ്യുന്നതിലും പ്രധാനപ്പെട്ട റോള് ഉണ്ട്. ഇംപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഡിക്രീസ്ഡ് അഥവാ ചില സ്പാസ്റ്റിക് ആയിട്ടുള്ള ഡിസോർഡേഴ്സിൽ പത്തോജനിസ് ഓഫ് സർട്ടൺ ടൈപ്പ് ഓഫ് സ്പാസ്റ്റിക് ഡിസോർഡേഴ്സിൽ ഗ്ലൈസിൻ കാണപ്പെടാറുണ്ട്. അതിന്റെ അളവ് കുറഞ്ഞു കാണുന്നുണ്ട്. അതുപോലെ ടോക്സിക് അക്യുമുലേഷൻ ഓഫ് ദി ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ ബ്രെയിൻ ആൻഡ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ക്യാൻ റിസൾട്ട് ഇൻ ഗ്ലൈസിൻ എൻസെഫലോപ്പതി. അഥവാ ഗ്ലൈസിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ടോക്സിക് ആയിട്ടുള്ള അക്യുമുലേഷന് അല്ലെങ്കിൽ അത് ബ്രെയിനിലോ അല്ലെങ്കിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിലോ അതിന്റെ അക്യുമുലേഷൻ പലപ്പോഴും ഗ്ലൈസിൻ എൻസെഫലോപ്പതിക്ക് കാരണമാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഗ്ലൂട്ടാമേറ്റ് അനദർ അമിനോ ആസിഡ്സിൽ വരുന്ന ഒന്ന്, അമിനോ ആസിഡ്സ് കാറ്റഗറിയിൽ വരുന്ന ഒന്നാണ് ഗ്ലൂട്ടാമേറ്റ്. സെൻസറി ഇൻഫോർമേഷൻസ് റിലേ ചെയ്യുന്നതിൽ അതുപോലെ തന്നെ റെഗുലേഷൻ ഓഫ് വേരിയസ് മോട്ടോർ സ്പൈനൽ റിഫ്ലക്സസിനെ റെഗുലേറ്റ് ചെയ്യുന്നതിലും അതുപോലെ സെൻസറി ഇൻഫോർമേഷൻ റിലേ ചെയ്യുന്നതിലൊക്കെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഗ്ലൂട്ടാമേറ്റിനുണ്ട് എന്നുള്ളതാണ്. ഇംപ്ലിക്കേഷൻസിൽ ഇൻക്രീസ്ഡ് അഥവാ റിസപ്റ്റർ ആക്ടിവിറ്റി increased receptor activity has been implicated in the etiology of certain neurodegenerative disorders such as Parkinson's പോലെയുള്ള ചില ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സിൽ ഇതിന്റെ റിസപ്റ്റർ ആക്ടിവിറ്റി കാര്യമായ റോൾ ഉണ്ട് എന്നുള്ള ഇൻക്രീസ്ഡ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഡിക്രീസ്ഡ് റിസപ്റ്റർ ആക്ടിവിറ്റി ക്യാൻ ഇൻഡ്യൂസ് സൈക്കോട്ടിക് ബിഹേവിയറിന് കാരണമാണ് ഇതിന്റെ ഡിക്രീസ്ഡ് ആയിട്ടുള്ള റിസപ്റ്റർ ആക്ടിവിറ്റി. ഇതിന്റെ ഒരു ഗ്ലൂട്ടാമേറ്റിന്റെ ഒരു ഫംഗ്ഷൻസിൽ പിന്നെ മെയിൻലി മോട്ടോർ സ്പൈനൽ റിഫ്ലക്സിനെ റെഗുലേറ്റ് ചെയ്യുന്നതിലും സെൻസറി ഇൻഫോർമേഷൻസ് റിലേ ചെയ്യുന്നതിലും ഒക്കെ പ്രധാനപ്പെട്ട റോള് ഗ്ലൂട്ടാമേറ്റ് ഉണ്ട്. മോസ്റ്റ് കോമൺലി ഫൗണ്ട് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ ബ്രെയിൻ. അഥവാ നമ്മൾ നേരത്തെ ഡോപ്പമിനെ പറഞ്ഞ നമ്മൾ ഇവിടെ ഗാബയെ പറഞ്ഞ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെങ്കിൽ ഗാബ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. മോസ്റ്റ് കോമൺലി ഫൗണ്ട് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, ബ്രെയിനിൽ കാണുന്ന എക്സൈറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഈ പറയപ്പെടുന്ന ഗ്ലൂട്ടാമേറ്റ്. സോ ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദ മോസ്റ്റ് ആസ്പെക്ട് ഓഫ് ദി നോർമൽ ബ്രെയിൻ ഫംഗ്ഷൻ ഇൻക്ലൂഡിംഗ് കോഗ്നീഷൻ, മെമ്മറി ആൻഡ് ലേണിംഗ്. കോഗ്നീഷനും മെമ്മറി ലേണിംഗിലൊക്കെ നോർമൽ അത്തരത്തിലുള്ള നോർമൽ ബ്രെയിൻ ഫംഗ്ഷനിങ്ങിലൊക്കെ ഇൻവോൾവ് ആണ് ഈ പറയപ്പെടുന്ന ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ന്യൂറോപെപ്റ്റൈഡ്സിൽ വരുന്നതാണ് എൻഡോർഫിൻസും എൻകെഫലൈൻസും സബ്സ്റ്റൻസ് പിയും സൊമാറ്റോസ്റ്റാറ്റിൻ പോലെയുള്ള ഇത് എന്താണ് എന്നുള്ളത് നോക്കാം. എൻഡോർഫിൻസ് ആൻഡ് എൻകെഫലിൻസ് വിത്ത് നാച്ചുറൽ മോർഫിൻ ലൈക്ക് പ്രോപ്പർട്ടി ദേ ആർ തോട്ട് ടു ഹാവ് എ റോൾ ഇൻ പെയിൻ മോഡുലേഷൻ. അഥവാ ഇതിന് എൻഡോർഫിൻസും എൻകെഫലൈൻസിനും ഒരു നാച്ചുറൽ മോർഫിൻ ലൈക്ക് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ തോട്ട് ടു ഹാവ് എ റോൾ ഇൻ പെയിൻ മോഡ്. അതുകൊണ്ട് തന്നെ അതിന് പെയിൻ മോഡുലേഷനിൽ കാര്യമായ റോള് ഉണ്ട് എന്നുള്ള നാച്ചുറൽ മോർഫിൻ ലൈക്ക് പ്രോപ്പർട്ടിയാണ്. ഇംപ്ലിക്കേഷൻസിൽ പറയുന്നത് മോഡുലേഷൻ ഓഫ് ഡോപ്പമിൻ ആക്ടിവിറ്റി ബൈ ഒപ്പിയോയിഡ് പെപ്റ്റൈഡ്സ് മേ ഇൻഡിക്കേറ്റ് സം
സം ലിങ്ക് ടു ദ സിംറ്റംസ് ഓഫ് സ്കിസോഫ്രീനിയ. ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷനിൽ പറയുന്നത് ഡോപ്പമിൻ മോഡുലേഷൻ ഓഫ് ഡോപ്പമിൻ ആക്ടിവിറ്റി ബൈ ഒപ്പിയോയിഡ് പെപ്റ്റൈഡ്സ് അത് പലപ്പോഴും ലിങ്ക് ടു സിംറ്റംസ് ഓഫ് സ്കിസോഫ്രീനിയയുടെ സിംറ്റംസിന് ലിങ്കിന് കാരണമാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ദെൻ സബ്സ്റ്റൻസ് പി ആണ്, അഥവാ സെൻസറി ട്രാൻസ്മിഷൻ രജിസ്ട്രേഷൻ ഓഫ് റെഗുലേഷൻ ഓഫ് പെയിൻ. അതായത് സെൻസറി ട്രാൻസ്മിഷനിൽ പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. അത് പർട്ടിക്കുലർലി ഇൻ ദ റെഗുലേഷൻ ഓഫ് പെയിൻ റെഗുലേഷനുമായി ബന്ധപ്പെട്ട് ഇതിന് കൃത്യമായ റോള് ഉണ്ട്. ഡിക്രീസ്ഡ് കോൺസെൻട്രേഷൻ, ഇതിന്റെ അളവ് കുറയുന്നത് സബ്സ്റ്റാൻഷ്യ നൈഗ്രിയിൽ ഉണ്ട്. അതുപോലെ ഓഫ് ദി ബേസൽ ഗാംഗ്ലിയ ഓഫ് ദി ക്ലൈൻ വിത്ത് ഹഡിങ്ടൺ ഡിസീസ് പോലെയുള്ള കണ്ടീഷൻസിൽ ഇതിന്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ്ഡ് കോൺസെൻട്രേഷൻ കാരണമാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സൊമറ്റോസ്റ്റാറ്റിൻ, ന്യൂറോപെപ്റ്റൈഡ്സിൽ വരുന്ന ഒന്നാണ് സൊമറ്റോസ്റ്റാറ്റിൻ. ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റ് ഡോപ്പമിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, സെറട്ടോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, നോറെപ്രിനെഫ്രിൻ ആൻഡ് അസറ്റൈൽകോളിൻ ഇതിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് സൊമറ്റോസ്റ്റാറ്റിൻ ആണ്. ഇൻഹിബിറ്റ് നോറെപ്രിനെഫ്രിൻ, ഹിസ്റ്റമിൻ ആൻഡ് ഗ്ലൂട്ടാമേറ്റ്, ഇതൊക്കെ സൊമറ്റോസ്റ്റാറ്റിന് വരുന്ന ഫംഗ്ഷൻസിൽ വരുന്നതാണ്. ഇംപ്ലിക്കേഷൻസിൽ പിന്നെ ഹൈ ആണ്. ഹൈ concentration of somatostatin have been reported in the brain specimen of client with Huntington's chorea പോലെ ഹഡിങ്ടൺസ് ഡിസീസിൽ ഈ ഇതിന്റെ അളവ് കോൺസെൻട്രേഷൻ സൊമറ്റോസ്റ്റാറ്റിന്റെ അളവ് കൂടുതലായിട്ട് കാണുന്നു. ലോ കോൺസെൻട്രേഷൻ ഹാവ് ബീൻ റിപ്പോർട്ടഡ് ഇൻ ക്ലൈൻസ് വിത്ത് അൽഷൈമേഴ്സ് പോലെയുള്ളതിൽ സൊമറ്റോസ്റ്റാറ്റിന്റെ അളവ് കുറഞ്ഞു കാണുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒക്കെ ഒരു പോസ്റ്റ്മോർട്ടം സ്റ്റഡീസിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇത് കണ്ടെത്തുന്നത്. എനിവേ ഡിസീസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന വേരിയസ് ആയിട്ടുള്ള ഡിസോർഡർ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാണ്. അസറ്റൈൽകോളൈൻ അൽഷൈമേഴ്സ് പോലെയുള്ളതിൽ, ഡോപ്പമിൻ പാർക്കിൻസൺ ഡിസീസും സ്കിസോഫ്രീനിയ പോലെയുള്ളതിൽ, ഗാബ എപ്പിലെപ്സി പോലെയുള്ളതിന്, സെറട്ടോണിൻ മൈഗ്രെയിന് ആൽക്കഹോളിക് ഡിപ്പെൻഡൻസ് സിൻഡ്രോം ഡിപ്രഷൻ പോലെയുള്ളത്, ഗ്ലൂട്ടാമേറ്റ് മൈഗ്രെയിൻ സ്ട്രോക്ക് പോലെയുള്ള ചില ഡിസോർഡേഴ്സ്. ഓക്കെ, എനിവേ ഓരോ ഡിസോർഡേഴ്സിലും നമ്മൾ അതിന് ബ്രീഫ് ആയിട്ട് പറയും ഇനിയും. ഇത് നെക്സ്റ്റ് വി ആർ മൂവിങ് ഇൻ ടു ദ അനാട്ടമിക്കൽ ആസ്പെക്ട്സ് ആണ്. നെർവസ് സിസ്റ്റം, അഥവാ നെർവസ് സിസ്റ്റം നമ്മൾ അതിന്റെ ബ്രീഫേ പറയുന്നുള്ളൂ. എനിവേ നിങ്ങൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോവാം നിങ്ങൾക്ക്. നെർവസ് സിസ്റ്റം ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ്, ഇത് പലപ്പോഴും ടു മേജർ ഡിവിഷൻസ് ആണ്, സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റം. അങ്ങനെ രണ്ട് മേജർ ഡിവിഷൻസ് ആയിട്ടാണ് ഇതിന് പറയപ്പെടാറുള്ളത്. എനിവേ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നതാണ് ബ്രെയിൻ. ഒന്ന് ബ്രെയിൻ, ബ്രെയിനിൽ ഫോർ ബ്രെയിൻ ഉണ്ട്. ഫോർ ബ്രെയിനിൽ തന്നെ സെറിബ്രം ഡയൻസെഫലോൺ ബ്രെയിൻ ആണ്. ബ്രെയിനിൽ ഫോർ ബ്രെയിൻ ഉണ്ട്, അത് സെറിബ്രം ആണ്. സെറിബ്രം ആൻഡ് ഡയൻസെഫലോൺ. സെറിബ്രത്തിലാണ് ഫ്രോണ്ടൽ ലോബ്സ്, പരൈറ്റൽ ലോബ്സ്, ടെമ്പറൽ ലോബ്സ്, ഓക്സിപിറ്റൽ ലോബ്സ് വരിക. ഡയൻസെഫലോണിലാണ് തലാമസ്, ഹൈപ്പോതലാമസ് ആൻഡ് ലിംബിക് സിസ്റ്റം. ദെൻ ഫോർ ബ്രെയിൻ കഴിഞ്ഞാൽ സെക്കൻഡ് വൺ മിഡ് ബ്രെയിൻ, അതിൽ വരുന്നതാണ് മിസെൻസെഫലോൺ. തേർഡ് വൺ ഹിൻ ബ്രെയിൻ, അതിനകത്താണ് പോൺസ്, മെഡുല്ല, സെറിബെല്ലം പോലെയുള്ളതൊക്കെ വരുന്നത്. ദെൻ വരുന്നതാണ് സെറിബ്രം എന്താണെന്നുള്ളതാണ്. രണ്ട് ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്, അത് സെപ്പറേറ്റഡ് ബൈ എ ഡീപ് ഗ്രൂവ് ദാറ്റ് ഹൗസസ് എ ബാൻഡ് ഓഫ് 200 million ന്യൂറോൺസ് കാൾഡ് കോർപ്പസ് കലോസം. അഥവാ ടു ഹെമിസ്ഫിയേഴ്സ് കണക്കിത് കോർപ്പസ് കലോസം ആണ്. സെപ്പറേറ്റഡ് ബൈ ഡീപ് ഗ്രൂവ് ദാറ്റ് ഹൗസസ് എ ബാൻഡ് ഓഫ് 200 million ന്യൂറോൺസ്, നെർവ് സെൽസ് അടങ്ങിയതാണ് കോർപ്പസ് കലോസം. ഔട്ടർ ഷെൽ ഈസ് കാൾഡ് ആസ് കോർട്ടെക്സ്. അതുപോലെ തന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഉണ്ട്. ലെഫ്റ്റ് ഹെമിസ്ഫിയർ ദാറ്റ് വിൽ കൺട്രോൾ സ്പീച്ച്, കോംപ്രിഹെൻഷൻ, റാഷണാലിറ്റി ആൻഡ് ലോജിക്. റാഷണാലിറ്റിയും ലോജിക്കും കോംപ്രിഹെൻഷനും അതുപോലെ സ്പീച്ച് കൺട്രോളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ്. റൈറ്റ് ഹെമിസ്ഫിയർ ആണ് ക്രിയേറ്റീവ് ബ്രെയിൻ എന്ന് പറയാം. ക്രിയേറ്റീവ് ബ്രെയിൻ എന്ന് പറയപ്പെടുന്ന റൈറ്റ് ഹെമിസ്ഫിയർ ആണ്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അഫക്റ്റ്, ബിഹേവിയർ ആൻഡ് സ്പേഷ്യൽ പെർസെപ്ച്വൽ ഫംഗ്ഷൻ. അതായത് സ്പേഷ്യൽ പെർസെപ്ച്വൽ ഫംഗ്ഷന്, അഫക്റ്റ്, ബിഹേവിയർ അതൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് റൈറ്റ് ഹെമിസ്ഫിയർ ആണ്. ക്രിയേറ്റീവ് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൈറ്റ് ഹെമിസ്ഫിയർ ആണ് ദാറ്റ് വിൽ കൺട്രോൾ ദ ലെഫ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആളുകൾ വളരെ ക്രിയേറ്റീവ് ആണ് എന്നൊക്കെ പൊതുവെ പറയാറുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഹെമിസ്ഫിയർ ഈസ് കോൾഡ് ആസ് ക്രിയേറ്റീവ് ബ്രെയിൻ എന്ന് പറയപ്പെടുന്നത് കൊണ്ടാണ്. ഓക്കെ, ദെൻ നമ്മൾ ഓരോ പാർട്സും എന്താണ് അതിന്റെ ഫങ്ഷൻസ് ഒന്ന് നോക്കുകയാണ്. ഫ്രോണ്ടൽ ലോബില് വോളണ്ടറി ബോഡി മൂവ്മെന്റ് ലൈക്ക് സ്പീക്കിംഗ്, തിങ്കിങ്, ജഡ്ജ്മെന്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഫ്രോണ്ടൽ ലോബാണ്. വോളണ്ടറി ബോഡി മൂവ്മെന്റ് ലൈക്ക് സ്പീക്കിംഗ്, തിങ്കിങ്, ജഡ്ജ്മെന്റിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ദെൻ ഇമോഷണൽ എക്സ്പീരിയൻസ് ലൈക്ക് ഫിയർ, അഗ്രസീവ്നെസ്, ഡിപ്രഷൻ, റേജ്, യൂഫോറിയ, ഇറിറ്റബിലിറ്റി, അപ്പതി ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നതും ഫ്രോണ്ടൽ ലോബാണ്. ദെൻ പാരൈറ്റൽ ലോബ്
perception, control the perception and interpretation of most sensory info. Most of the sensory information ഇന്റർപ്രറ്റ് ചെയ്യുന്നതും പെർസെപ്ഷനെ കൺട്രോൾ ചെയ്യുന്നത് ടച്ച്, പെയിൻ, ടേസ്റ്റ്, ബോഡി പോസ്, ഇതൊക്കെ പരൈറ്റൽ ലോബാണ്. അതുപോലെ ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷനും ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഓഫ് ദി പരൈറ്റൽ ലോബ്. ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷൻ പ്രധാനപ്പെട്ട റോള് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഓഫ് ദി പരൈറ്റൽ ലോബിന്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ് അതിന് കാരണം എന്നാണ്. ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷൻ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഓഫ് പരൈറ്റൽ ലോബ്. Okay, then it comes temporal lobe. Temporal lobe ആണ് upper anterior temporal lobe is concerned with auditory function. ഓഡിറ്ററി ഫംഗ്ഷനെ കൺട്രോൾ കൺസേൺ ആണ് അപ്പർ ആന്റീരിയർ ടെമ്പറൽ ലോബ്. അതുപോലെ ലോവർ പാർട്ട് ഇസ് ഡെഡിക്കേറ്റഡ് ടു ഷോർട്ട് ടേം മെമ്മറി. ഷോർട്ട് ടേം മെമ്മറി ടെമ്പറൽ ലോബാണ് മെമ്മറിയുമായി ബന്ധപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ലോവർ പാർട്ട് ഷോർട്ട് ടേം മെമ്മറിയും എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ് ത്രൂ ആൻ ഇന്റർ കണക്ഷൻ വിത്ത് ദ ലിംബിക് സിസ്റ്റം. അതുകൊണ്ട് ഇതിന്റെ ഒരു കണക്ഷൻ ഉണ്ട്. എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ് ലിംബിക് സിസ്റ്റവുമായിട്ട് ഇന്റർ കണക്ഷന് ദാറ്റ് വിൽ ഹെൽപ്ഫുൾ ഫോർ ദ എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ്. അത് ടെമ്പറൽ ലോബിന്റെ ഫംഗ്ഷൻസിൽ വരുന്നത്. ദെൻ ഓക്സിപിറ്റൽ ലോബാണ് പ്രൈമറി ഏരിയ ഓഫ് വിഷ്വൽ റിസപ്ഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. വിഷ്വൽ റിസപ്ഷന്റെയും അതുപോലെ തന്നെ ഇന്റർപ്രിട്ടേഷന്റെയും പ്രധാനപ്പെട്ട ഭാഗമാണ് ഓക്സിപിറ്റൽ ലോബ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ഡയൻസെഫലോൺ. എന്താണ് ഡയൻസെഫലോൺ? സെറിബ്രം കണക്ട് ദ സെറിബ്രം വിത്ത് ലോവർ ബ്രെയിൻ സ്ട്രക്ചർ. ലോവർ ബ്രെയിൻ സ്ട്രക്ചറുമായിട്ട് സെറിബ്രത്തെ കണക്ട് ചെയ്യുന്നതാണ് ഡയൻസെഫലോൺ. അതിൽ തലാമസ്, ഹൈപ്പോതലാമസ് വരും. തലാമസ് എന്ന് പറയുന്നത് ഇമോഷൻസും മൂഡും ആണ് കൺട്രോൾ ചെയ്യുന്നത്. തലാമസ് ദാറ്റ് ഇസ് കൺട്രോളിംഗ് ദ ഇമോഷൻസ് ആൻഡ് മൂഡ്. ഹൈപ്പോതലാമസ് ദാറ്റ് വിൽ റെഗുലേറ്റ് ദ അപ്പറ്റൈറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെയും അപ്പറ്റൈറ്റിനെയും റെഗുലേറ്റ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. തലാമസ് ഇമോഷൻസിനെയും മൂഡാണ്. അതിൽ തന്നെ വരുന്നതാണ് ലിംബിക് സിസ്റ്റം അഥവാ ഇമോഷണൽ ബ്രെയിൻ എന്നുള്ള പേരിലാണ് ലിംബിക് സിസ്റ്റത്തെ അറിയപ്പെടാൻ ഇമോഷണൽ ബ്രെയിൻ. ഇത് അസോസിയേറ്റഡ് വിത്ത് ഫിയർ ആൻഡ് ആങ്സൈറ്റി. ഫിയറും ആങ്സൈറ്റിയുമായി അസോസിയേറ്റ് ചെയ്തിട്ട് ആണ്. അതുപോലെ തന്നെ ആങ്കറും അഗ്രഷനും, ലവ്, ജോയ്, ഹോപ്പ്, സെക്ഷുവാലിറ്റി, സോഷ്യൽ, ഇതൊക്കെ ലിംബിക് സിസ്റ്റവുമായി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇമോഷണൽ ബ്രെയിൻ അല്ലെങ്കിൽ ലിംബിക് സിസ്റ്റത്തെ നമ്മൾ ഇമോഷണൽ ബ്രെയിൻ എന്നുള്ള രീതിയിലും കൂടി അറിയപ്പെടാം ലിംബിക് സിസ്റ്റം. ഓക്കെ, മിസെൻസെഫലോൺ എന്ന് പറയും. മിസെൻസെഫലോൺ അടുത്തത് ഇന്റഗ്രേഷൻ ഓഫ് വേരിയസ് റിഫ്ലക്സസ്. വേരിയസ് ആയിട്ടുള്ള റിഫ്ലക്സസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അഥവാ വിഷ്വൽ റിഫ്ലക്സസ് അതൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന വേരിയസ് റിഫ്ലക്സസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഈ പറയപ്പെടുന്ന മിസെൻസെഫലോൺ. അത് ഓട്ടോമാറ്റിക്കലി ടേണിങ് എവേ ഫ്രം എ ഡേഞ്ചറസ് ഒബ്ജക്ട് വെൻ ഇറ്റ് കം ഇൻ ടു വ്യൂ. അത് നമ്മളൊരു ഡേഞ്ചറസ് ആയിട്ട് ഒബ്ജക്ട് കാണുമ്പോൾ നമ്മൾ ടേണും ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി ടേണിങ് എവേ. അത് നമ്മൾ മിസെൻസെഫലോൺ. അതായത് ഇന്റഗ്രേഷൻ ഓഫ് വേരിയസ് റിഫ്ലക്സസിന്റെ മെയിൻലി വിഷ്വൽ റിഫ്ലക്സസ് ഇൻക്ലൂഡിങ് വിഷ്വൽ റിഫ്ലക്സസ് ഒക്കെ ഉൾക്കൊള്ളുന്ന എന്റെ ഇന്റഗ്രേഷന് മിസെൻസെഫലോൺ ആണ്. ഓഡിറ്ററി റിഫ്ലക്സസ് ആണ് വേറെ എന്നുള്ള ഓട്ടോമാറ്റിക്കലി ടേണിംഗ് ടുവേഴ്സ് സൗണ്ട് ദാറ്റ് ഇസ് ഹേർഡ്. നമ്മളൊരു സൗണ്ട് കേട്ട് അതിലോട്ട് തിരിയുന്നത് ഓഡിറ്ററി റിഫ്ലക്സസിന്റെ ഇന്റഗ്രേഷൻ ആണ്. അതുപോലെ റൈറ്റിംഗ് റിഫ്ലക്സ് ഓട്ടോമാറ്റിക്കലി കീപ്പിംഗ് ദ ഹെഡ് അപ്രൈറ്റ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ ബാലൻസ്. നമ്മൾ റൈറ്റിംഗ് റിഫ്ലക്സ് ഹെഡ് അപ്രൈറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, മെയിൻറ്റെയിനിങ് ദ ബാലൻസ്. ദെൻ പോൺസ്. പോൺസിൽ വരുന്നതാണ് പോൺസ് ഇസ് എ ബൾബസ് സ്ട്രക്ചർ ആണ്. ബൾബസ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ദാറ്റ് ലൈ ബിറ്റ്വീൻ ദ മിഡ് ബ്രെയിൻ ആൻഡ് ദ മെഡുല്ല ഫോംസ്. മിഡ് ബ്രെയിന്റെയും മെഡുല്ലയുടെയും ഇടയിലുള്ളതാണ് പോൺസ്. അത് മേജർ ആയിട്ടുള്ള കണക്ഷൻ ബിറ്റ്വീൻ ദ സെറിബെല്ലം ആൻഡ് ദ ബ്രെയിൻ സ്റ്റെം. ബ്രെയിൻ സ്റ്റെമ്മും സെറിബെല്ലവും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള കണക്ഷൻ പോൺസ് ആണ് എന്നുള്ളത്. അതുപോലെ തന്നെ സെന്റർ ഫോർ റെസ്പിറേഷൻ ആൻഡ് സ്കെൽറ്റൽ മസിൽ ടോൺ. സ്കെൽറ്റൽ മസിൽ ടോണിന്റെയും റെസ്പിറേഷന്റെയും സെന്റർ ആണ് പോൺസ് എന്ന് പറയുന്നത്. മേജർ കണക്ഷൻ ബിറ്റ്വീൻ ദ സെറിബെല്ലം ആൻഡ് ദ ബ്രെയിൻ സ്റ്റെം. അതുപോലെ തന്നെ സെന്റർ ഫോർ റെസ്പിറേഷൻ ആൻഡ് സ്കെൽറ്റൽ മസിൽ ടോണും അതും പോൺസ് ആണ്. ദെൻ കംസ് മെഡുല്ല. അഥവാ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഫൈബർ ട്രാക്കിനുള്ള ഒരു പാത്ത് വേ പ്രൊവൈഡ് ചെയ്യുന്നത് മെഡുല്ലയാണ്. അതുപോലെ തന്നെ വൈറ്റൽ സെന്റേഴ്സ് ഒരുപാട് ഇതിൽ ഉണ്ട് എന്നുള്ളതാണ്. റെഗുലേറ്റ് ദ ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ ആൻഡ് റെസ്പിറേഷൻ. ഹാർട്ട് റേറ്റ് റെഗുലേറ്റ് ചെയ്യുക, ബ്ലഡ് പ്രഷർ, അതുപോലെ റെസ്പിറേഷൻ, ഇതിനൊക്കെ റെഗുലേറ്റ് ചെയ്യുക മെഡുല്ലയാണ്. അതുപോലെ തന്നെ റിഫ്ലക്സ് സെന്റർ, സ്വാളോയിങ്, സ്നീസിങ്, കഫിങ് ആൻഡ് വോമിറ്റിംഗ്, ഇതിന്റെയൊക്കെ റിഫ്ലക്സ് സെന്ററും മെഡുല്ലയാണ്. അത് സ്വാളോയിങ്, സ്നീസിങ്, കഫിങ് ആൻഡ് വോമിറ്റിംഗ്. ദെൻ മെഡുല്ല അതുപോലെ തന്നെ പോൺസ്, മിഡ് ബ്രെയിൻ, മെഡുല്ല, പോൺസ്, മിഡ് ബ്രെയിൻ, ഈ സ്ട്രക്ചേഴ്സിനെ എല്ലാം കൂടെ ബ്രെയിൻ സ്റ്റെം എന്നുള്ള രീതിയിൽ നമ്മൾ അറിയപ്പെടാറുണ്ട്. മെഡുല്ല, പോൺസ് ആൻഡ് മിഡ് ബ്രെയിൻ ഈസ് കാൾഡ് ആസ് ബ്രെയിൻ സ്റ്റെം. Okay, then comes cerebellum.
അഥവാ സെറിബെല്ലം എന്താണ് സിറ്റുവേഡ് ജസ്റ്റ് ബിലോ ദി ഓക്സിപിറ്റൽ ലോബ് ഓഫ് ദി സെറിബ്രം. സെറിബ്രത്തിന്റെ ജസ്റ്റ് ബിലോ ദി ഓക്സിപിറ്റൽ ലോബ് ഓഫ് സെറിബ്രം. സെറിബ്രത്തിന്റെ ഓക്സിപിറ്റൽ ലോബിൽ താഴെയാണ് സെറിബെല്ലം കാണപ്പെടാറുള്ളത്. അതുപോലെ ഫങ്ഷൻസ് ഓഫ് ദി സെറിബെല്ലം ആർ കൺസേൺ വിത്ത് ഇൻവോളണ്ടറി മൂവ്മെന്റ്. ഇൻവോളണ്ടറി മൂവ്മെന്റിൽ ആണ് ഇതിന്റെ ഫങ്ഷൻസിൽ പ്രധാനപ്പെട്ടത്. അതുപോലെ മസിൽ ടോൺ, കോർഡിനേഷൻ, മെയിൻ്റനൻസ് ഓഫ് പോസ്റ്റേഴ്സ് ആൻഡ് ഇക്വിലിബ്രിയം, ഇതെല്ലാം സെറിബെല്ലത്തിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസിൽ വരുന്നതാണ്. ഫങ്ഷൻസ് ഓഫ് ദി ഇൻവോളണ്ടറി മൂവ്മെന്റ്, അതുപോലെ തന്നെ മസ്കുലാർ ടോൺ, കോർഡിനേഷൻ, പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം, ഇതെല്ലാം സെറിബെല്ലത്തിന്റെ ഫങ്ഷൻസിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ സെൻട്രൽ നെർവ് സിസ്റ്റത്തിൽ ബ്രെയിൻ കഴിഞ്ഞാൽ അടുത്ത വന്ന നെർവ് ടിഷ്യൂ, അതിൽ വരുന്നതാണ് ന്യൂറോൺസ്, സിനാപ്സ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് സ്പൈനൽ കോഡ്, അതിൽ വരുന്നതാണ് ഫൈബർ ട്രാക്ക്, സ്പൈനൽ നെർവ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെർവ് ടിഷ്യൂ എന്താണെന്നുള്ളതാണ്. ന്യൂറോൺ ബേസിക് ഫങ്ഷണൽ സെൽ ഓഫ് നെർവ് സിസ്റ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷണൽ സെല്ലാണ് ന്യൂറോൺ. ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് അപ് ടു 250 മില്ലി MPH-ലാണ് ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ന്യൂറോൺസ്. ബേസിക് ആയിട്ടുള്ള ഫങ്ഷണൽ സെൽ ഓഫ് നെർവ് സിസ്റ്റം ആണ് ട്രാൻസ്മിറ്റ് ഇമ്പൾസസ്. അതുപോലെ തന്നെ പാർട്ട് ഓഫ് ദി ന്യൂറോണിന്റെ പാർട്ടുകൾ നിങ്ങൾക്കറിയാം. ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്, റിസീവ് സ്റ്റിമുലസ് ആൻഡ് ക്യാരി ഇമ്പൾസസ് ടുവേഴ്സ് സെൽ ബോഡി. അതായത് ഡെൻഡ്രൈറ്റ്സുകളാണ് റിസീവിംഗ് ദ സ്റ്റിമുല ആൻഡ് carry to impulses towards the cell body. Okay, that is dendrites. Then cell body with nucleus and most of the cytoplasm, ഇതെല്ലാം കൂടുന്നതാണ് cell body. Then axon, fiber which carry impulse away from the cell body, the axons that will carry the impulses from away from the cell body to cell body. They will carry the impulses from away from the cell body. Then Schwann cells. Schwann cell എന്ന് പറയുന്നത് cell which produce myelin or fat layer in the peripheral nerve system. Schwann cells ആണ്. അഥവാ that will produce myelin produce ചെയ്യുന്നു, ഫാറ്റ് ലെയർ, പെരിഫറൽ നെർവ് സിസ്റ്റത്തിന്റെ ഫാറ്റ് ലെയർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഷ്വാൻ സെൽസ് ആണ്. ദെൻ മയലിൻ ഷീത്ത് എന്ന് പറയുന്നത് ഒരു ഡെൻസ് ആയിട്ടുള്ള ലിപ്പിഡ് ലെയർ ആണ് വിച്ച് ഇൻസുലേറ്റ് ദ ആക്സോൺസിനെ ഇൻസുലേറ്റ് ചെയ്യുന്നത് ഈ ഡെൻസ് ആയിട്ടുള്ള ലിപ്പിഡ് ലെയർ ആയിട്ടുള്ള മയലിൻ ഷീത്ത് ആണ്. മേക്സ് ദ ആക്സോൺ ലുക്ക് ഗ്രേ. ഇത് ആക്സോൺസ് ഗ്രേ കളർ ആയിട്ട് കാരണം മയലിൻ ഷീത്ത് ആണെന്നുള്ളത്. അതുപോലെ തന്നെ നോഡ് ഓഫ് ഫ്രാൻവിയർ എന്ന് പറഞ്ഞാൽ ഗ്യാപ്സ് ഓർ നോഡ്സ് ഇൻ ദ മയലിൻ ഷീത്ത്. മയലിൻ ഷീത്തിനകത്തുള്ള ഗ്യാപ്സിനെയാണ് നോഡ്സ് ഓഫ് ഫ്രാൻവിയർ എന്ന് പറയുന്നത്. Impulse travel from dendrite to cell body to axon. Impulse that will transmit from dendrite to cell body, then to the axons. Okay, that is a passage. Three types of neurons ഉണ്ട്. Sensory neurons, that will bring messages to the സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് മെസ്സേജ് ബ്രിങ് ചെയ്യുന്നതാണ് സെൻസറി ന്യൂറോൺസ്. അതുപോലെ തന്നെ മോട്ടോർ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ ക്യാരി ദ മെസ്സേജസ് ഫ്രം ദ CNS. അതുപോലെ ഇന്റർ ന്യൂറോൺസ് ബിറ്റ്വീൻ ദ സെൻസറി ആൻഡ് മോട്ടോർ ന്യൂറോൺസ് ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇതാണ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ്: സെൻസറി, മോട്ടോർ ന്യൂറോൺസ് ആൻഡ് ഇന്റർ ന്യൂറോൺസ്. ഇനി നെർവ് ടിഷ്യൂ എന്ന് പറയുന്നത് ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്, രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള ജംഗ്ഷനെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. small space between the axon terminal of one neuron and the cell body of dendrites of another is called as synaptic. അഥവാ രണ്ട് ന്യൂറോണുകൾക്കിടയിലുള്ള സ്പേസിന് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയും. അത് ആക്സോൺ ടെർമിനൽ ഓഫ് വൺ ന്യൂറോൺ ആൻഡ് ദി സെൽ ബോഡി ഓർ ഡെൻഡ്രൈറ്റ് ഓഫ് അനദർ is called as synaptic cleft. ഇനി ന്യൂറോൺസ് കണ്ടക്ടിങ് ഇമ്പൾസസ് ടുവേഴ്സ് ദി സിനാപ്സ്. ന്യൂറോൺസ് ദാറ്റ് ഈസ് കണ്ടക്ടിങ് ഇമ്പൾസസ് ടുവേഴ്സ് ദ സിനാപ്സിന്റെ സൈഡിലോട്ട് ന്യൂറോൺസ് കണ്ടക്ട് ചെയ്യുന്ന ഇമ്പൾസസിനെ ആണ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺസ് ദാറ്റ് ഈസ് കണ്ടക്ടിങ് ഇമ്പൾസസ് ടുവേഴ്സ് ദ സിനാപ്സിന്റെ ഭാഗത്തോട്ട് ന്യൂറോൺസിനെ ഇമ്പൾസസ് കൊണ്ടുവരുന്ന ന്യൂറോൺസിനെ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്നും, those conducting impulses away are called as post synaptic neuron. അഥവാ ഇമ്പൾസസിനെ നമ്മുടെ കണ്ടക്ടിങ് ഇമ്പൾസസിനെ കണ്ടക്ട് ചെയ്യുന്ന സെല്ലിൽ നിന്ന് കൊണ്ടുപോകുന്ന അതിനെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ, സിനാപ്സിൽ നിന്ന് കൊണ്ടുപോകുന്നതിനെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് എന്നും അറിയപ്പെടുക. പ്രീ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ്. ദെൻ സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട് ട്രാൻസ്മിറ്റ് ദ ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ.
ആൻഡ് ഇറ്റ് ഈസ് എ ഇന്റഗ്രേറ്റിംഗ് സെന്റർ ഫോർ ദ സ്പൈനൽ കോഡ് റിഫ്ലക്സസ്. അഥവാ ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ദ ഇമ്പൾസസ് ടു അതുപോലെ തന്നെ ഫ്രം ദ ബ്രെയിൻ. ഇറ്റ് ഈസ് ഇന്റഗ്രേറ്റിംഗ് സെന്റർ ഫോർ ദ സ്പൈനൽ കോഡ് റിഫ്ലക്സ്. സ്പൈനൽ കോഡ് റിഫ്ലക്സസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സെന്റർ കൂടിയാണ് ഇത്. ദെൻ പെരിഫറൽ നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം, ഇതുപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റം. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നതാണ് ക്രേനിയൽ നെർവ്സ്. 12 പേർ ക്രേനിയൽ നെർവ്സ് അറ്റാച്ച് ടു അണ്ടർ സർഫസ് ഓഫ് ദി ബ്രെയിൻ. ബ്രെയിൻ്റെ അണ്ടർ സർഫസിലാണ് അത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സ്പൈനൽ നെർവ്സ് 31 പേരുണ്ട് അറ്റാച്ച്ഡ് ടു സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡുമായി അറ്റാച്ച് ചെയ്തിട്ടാണ് സ്പൈനൽ നെർവ്സ് വരുന്നത്. ദെൻ സൊമാറ്റിക് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ വോളണ്ടറി എന്ന് പറയും. സൊമാറ്റിക് നെർവസ് സിസ്റ്റം വോളണ്ടറി ആണത്. സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആണ് റിലൈസ് ദ ഇൻഫർമേഷൻ ഫ്രം ദ സ്കിന്നിൽ നിന്ന് ഇൻഫർമേഷൻ, അതുപോലെ തന്നെ സെൻസ് ഓർഗനിൽ നിന്ന്, സ്കെൽറ്റൽ മസിൽസിൽ നിന്നൊക്കെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് കൊണ്ടുപോകുന്ന സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആണ് ഇൻവോളണ്ടറി. റിലേ ദ ഇൻഫർമേഷൻ ഫ്രം ദ സ്കിൻ, സെൻസ് ഓർഗൻസ് ആൻഡ് സ്കെൽറ്റൽ മസിൽസ് ടു ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. ദെൻ ബ്രിങ് റെസ്പോൺസസ് ബാക്ക് ടു സ്കെൽറ്റൽ മസിൽസ് ഫോർ ദി വോളണ്ടറി റെസ്പോൺസ്. അഥവാ സ്കെൽറ്റൽ മസിൽസിലോട്ട് ബ്രിങ് ദ റെസ്പോൺസസ് ബാക്ക് ടു ദ സ്കെൽറ്റൽ മസിൽസിലോട്ട് റെസ്പോൺസ് ബ്രിങ് ബാക്ക് ചെയ്യുന്നത് വോളണ്ടറി റെസ്പോൺസിന്റെ ഫോർ വോളണ്ടറി റെസ്പോൺസിന് കൊണ്ടുവരുന്ന സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആണ്. അതെങ്കിൽ വോളണ്ടറി. ദെൻ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ഇൻവോളണ്ടറി ആണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. റെഗുലേറ്റ് ദ ബോഡീസ് ഇൻവോളണ്ടറി റെസ്പോൺസ്. ബോഡിയുടെ ഇൻവോളണ്ടറി റെസ്പോൺസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ്. റിലേ ഇൻഫർമേഷൻ ടു ദ ഇന്റേണൽ ഓർഗൻ. ഇന്റേണൽ ഓർഗൻസിലോട്ട് ഇൻഫർമേഷൻസിനെ റിലേ ചെയ്യുന്നതും ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷന്റെ ഭാഗമാണ്. 2 ഡിവിഷനാണ് അതിനകത്തുള്ളത്, സിമ്പതറ്റിക് ആൻഡ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഇൻ ടൈംസ് ഓഫ് സ്ട്രെസ് അഥവാ എമർജൻസി റെസ്പോൺസ്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. ഫൈറ്റ് സിമ്പതറ്റിക്. അതുപോലെ തന്നെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്. വെൻ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് ഓർ വിത്ത് നോർമൽ ഫംഗ്ഷൻ. ബോഡി നോർമൽ ഫംഗ്ഷനിങ്ങോ അല്ലെങ്കിൽ അറ്റ് റെസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നോർമൽ എവരിഡേ കണ്ടീഷൻസിന് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ്. ഓക്കെ. ദെൻ നമ്മള് ഇതൊരു പിക്ചറാണ്. ഇതിൽ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അതുപോലെ തന്നെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതുണ്ട്. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ് കൺട്രാക്ട് ദ പ്യൂപ്പിൾ കൺട്രാക്ട് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ദ സലൈവേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ബ്രോങ്കി കൺട്രാക്ട് ചെയ്യുന്നു, സ്ലോ ദ ഹാർട്ട് ബീറ്റ് സ്ലോ ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ദി ഡൈജസ്റ്റീവ് ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ദ ഗാൾ ബ്ലാഡർ, കോൺട്രാക്ട് ദ ബ്ലാഡർ. ഇതൊക്കെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ആണെങ്കിൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ് പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യാൻ, ഇൻഹിബിറ്റ് ദ സലൈവേഷൻ, റിഫ്ലക്സ് ബ്രോങ്കി, ആക്സിലറേറ്റ് ദ ഹാർട്ട് ബീറ്റ്, ഇൻഹിബിറ്റ് ഡൈജസ്റ്റീവ് ആക്ടിവിറ്റി, സ്റ്റിമുലേറ്റ് ദ ഗ്ലൂക്കോസ് റിലീസ് ബൈ ദ ലിവർ, റിലീസ് ഓഫ് ബ്ലാഡർ. ഇതൊക്കെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം പാരാസിമ്പത്തറ്റിക് എങ്ങനെയാണ് ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ബ്രീഫാണ്. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ. ഡാഷ് കൺവേസ് ദ ഇൻഫർമേഷൻ അക്രോസ് ദ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ടു ദ നെയ്ബറിംഗ് ടാർഗറ്റ് സെൽ മെംബ്രെയിൻ ആണോ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണോ, നെർവ് ഇമ്പൾസ് ആണോ, നൺ ഓഫ് ദി എബോവ്? ഇതിൽ ഏതാണ് കൺവേസ് ദ ഇൻഫർമേഷൻ അക്രോസ് ദ സിനാപ്റ്റിക് ക്ലെഫ്റ്റിനെ അക്രോസ് ആയിട്ട് നെയ്ബറിംഗ് ടാർഗറ്റ് സെൽസിലോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്? ന്യൂറോ ബി എന്നുള്ളതാണ് ഉത്തരം. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ മെയിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻവോൾവ് ഇൻ കോസേഷൻ ഓഫ് സ്കിസോഫ്രീനിയ? സ്കിസോഫ്രീനിയയിൽ കോസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ മെയിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻവോൾവ് ഇൻ കോസേഷൻ ഓഫ് സ്കിസോഫ്രീനിയ? ഗാബയാണോ, ഗ്ലൂട്ടാമേറ്റ് ആണോ, അസറ്റൈൽ കൊളൈൻ ആണോ, ഡോപ്പമിൻ ആണോ? ഏതാ? എനി ഗസ്? ഓക്കെ. ഡോപ്പമിൻ ആണ്. ഓക്കെ. ചില ആൻസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഡോപ്പമിൻ ആണ് മെയിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻവോൾവ് ഇൻ കോസേഷൻ ഓഫ് സ്കിസോഫ്രീനിയ. ദെൻ എ ഡിക്രീസ് in which of the following neurotransmitter have been implicated in depression? ഡിപ്രഷന് കാരണം ഡിക്രീസ് in which of the following neurotransmitter have been implicated in depression? GABA, acetylcholine and aspartate, norepinephrine, serotonin and dopamine, somatostatin, substance P and glycine, glutamate, histamine and opioid peptide. ഇതിൽ ഏതാണ് decrease of which of the neurotransmitters following the neuron have been implicated in depression? Okay. ആൻസർ ബി. നോറപ്രിനഫ്രിനും സെറട്ടോണിനും ഡോപ്പമിനും ഇത് കുറയുന്നത്. ഓക്കെ. ഇതാണ് അനാട്ടമിയും അതുപോലെ തന്നെ നമ്മുടെ
ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും അനാട്ടമി അതുപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും എല്ലാം. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ഇൻ ടു ദ തെറാപ്യൂട്ടിക് നേഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് തെറാപ്യൂട്ടിക് നേഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ്? ഓക്കെ, തെറാപ്യൂട്ടിക് നേഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ വെഹിക്കിൾ യൂസ് ടു എസ്റ്റാബ്ലിഷ് തെറാപ്യൂട്ടിക് റിലേഷൻ. therapeutic relationship, it is a dash is a vehicle used to establish therapeutic relationship. Empathy ആണോ, റാപ്പോ ആണോ, കമ്മ്യൂണിക്കേഷൻ ആണോ, സെന്റർ ആണോ, ഇതിലേതാണ് വെഹിക്കിൾ യൂസ്ഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ്? ഓക്കെ, ആൻസർ കമ്മ്യൂണിക്കേഷൻ, ഗിവിംഗ് ആൻഡ് റിസീവിംഗ് ഓഫ് ഇൻഫർമേഷൻ. അഥവാ അതാണ് ഇറ്റ് ഈസ് എ വെഹിക്കിൾ, കമ്മ്യൂണിക്കേഷൻ ഈസ് എ വെഹിക്കിൾ എസ്റ്റാബ്ലിഷ് എ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ, ഗിവിംഗ് ആൻഡ് റിസീവിംഗ് ഓഫ് ഇൻഫർമേഷൻ, അതിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗിവിംഗ് ആൻഡ് റിസീവിംഗ് ഓഫ് ഇൻഫർമേഷൻ ആണ്. ഓക്കെ, വെഹിക്കിൾ. Then another question, the following are the element of communication except element of communication വരാത്ത following are the elements of communication except സെൻഡർ ആണോ, മെസ്സേജ് ആണോ, റിസീവർ ആണോ, പേഷ്യന്റ് ആണോ? സെൻഡർ is otherwise called as source encoder, then receiver is called as decoder, and so patient. Okay, that is answer is ചിലരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് പേഷ്യന്റ് ആണ്. ഓക്കെ, സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെൻഡർ, അത് എലമെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് സെൻഡർ, മെസ്സേജർ, റിസീവർ. ഓക്കെ, സെൻഡർ ഈസ് കോൾഡ് ആസ് സോഴ്സ് എൻകോഡർ, സോഴ്സ് എൻകോഡ് ചെയ്യുന്നതാണ്. റിസീവർ ഡീകോഡർ. ഓക്കെ, ഓക്കെ, ദീസ് ആർ ദി എലമെന്റ്സ്. നമ്മൾ പറയാം, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനകത്ത് ഒരു മെസ്സേജ് ഉണ്ടാവും, റിസീവർ ഉണ്ട്, ഫീഡ്ബാക്ക് ഉണ്ട്, സെൻഡർ ഉണ്ട്. ഓക്കെ, ഇതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, വെർബൽ, നോൺ വെർബൽ. വെർബൽ എന്ന് പറഞ്ഞാൽ വേർഡ് അല്ലെങ്കിൽ സ്പോക്കൺ അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടുള്ളതൊക്കെ വെർബലിൽ വരും. നോൺ വെർബലിൽ വരുന്നതാണ് ജസ്റ്റേഴ്സ് ഓഫ് ബിഹേവിയേഴ്സ് നോട്ട് ഇൻവോൾവ് ഇൻ റിട്ടൺ ഓർ സ്പോക്കൺ വേർഡ്സ്. ഇതൊക്കെ നോൺ വെർബൽ ആണ്. നമ്മുടെ ജസ്റ്റേഴ്സ് ഒക്കെ അതിനകത്ത് വരുന്നതാണ്. ദെൻ ടൈപ്സ് ഓഫ് നോൺ വെർബൽ ചില നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ടൈപ്സ് ഏതൊക്കെയാണ്? വോക്കൽ ക്യൂസ്, ജസ്റ്റേഴ്സ്, ഫിസിക്കൽ അപ്പിയറൻസ്, സ്പേസ്, അതുപോലെ തന്നെ പോസ്റ്റേഴ്സ്, ടച്ച്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇതൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസിൽ വരുന്നതാണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മേ മോർ ആക്യുറേറ്റ്ലി റിവീൽ ദ പേഷ്യന്റ് ഫീലിംഗ് ദാൻ ദ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷനേക്കാളും മോർ ആക്യുറേറ്റ് ആയിട്ട് പേഷ്യൻസിന്റെ ഫീലിംഗ് റിവീൽ ചെയ്യുന്നത് നോൺ വെർബൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അല്ലെങ്കിൽ പേഷ്യന്റിന്റെ വോക്കൽ ക്യൂസും ഫിസിക്കൽ അപ്പിയറൻസും ഒക്കെ നോക്കി കണ്ട ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത് കൃത്യമായിട്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ആണ്. ദെൻ പേഴ്സണൽ സ്പേസ്, ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് പീപ്പിൾ പ്രിഫർ ഇൻ ഇന്ററാക്ഷൻ വിത്ത്. അത് നമ്മൾ വേറൊരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഡിസ്റ്റൻസ്, അതാണ് പേഴ്സണൽ സ്പേസ്. ദെൻ പ്രോക്സിമിക്സ് എന്ന് പറയുന്നത്, പ്രോക്സിമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പീപ്പിൾ ഇൻ ദർ ഇന്ററാക്ഷൻ. അഥവാ പ്രോക്സിമിറ്റി ഈസ് എ സ്റ്റഡി ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പീപ്പിൾ ഓരോ ഇൻഡിവിജ്വല് അയാളുടെ ഇന്ററാക്ഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിസ്റ്റൻസിനെ സംബന്ധിച്ച് പഠിക്കുന്നതാണ് പ്രോക്സിമിക്സ്. സോ ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ബിറ്റ്വീൻ ദ പീപ്പിൾ ഇൻ ദർ ഇന്ററാക്ഷൻ. അതിൽ വരുന്ന ഡിസ്റ്റൻസ് ആണ് ഇന്റിമേറ്റ്, പേഴ്സണൽ, സോഷ്യൽ ആൻഡ് പബ്ലിക്. ഇന്റിമേറ്റ് സോൺ എന്ന് പറഞ്ഞാൽ 0 to 1.5 feet, 0 മുതൽ 1.5 feet ആണ് പേഴ്സണൽ. ഇന്റിമേറ്റ് സോൺ എന്ന്, ഇന്റിമേറ്റ് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള. പേഴ്സണൽ സ്പേസ് എന്ന് പറഞ്ഞാൽ 1.5 to 4 feet വരെ. സോഷ്യൽ എന്ന് പറഞ്ഞാൽ 4 to 12 feet വരെ. പബ്ലിക് എന്ന് പറഞ്ഞാൽ 12 feet ആൻഡ് ബിയോണ്ട്. അതാണ് ഈ പറയപ്പെടുന്ന പേഴ്സണൽ സ്പേസിൽ വരിക. അതായത് ഇന്റിമേറ്റ് സോണിലാണ് നമ്മുടെ ഭാര്യ, ഭർത്താവ്, മക്കള്, അച്ഛൻ, അമ്മ പോലെയുള്ളതൊക്കെ ഇന്റിമേറ്റ് സോണിനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളാണ്. 0 to 1.5 feet അത്രയും അടുപ്പം ആയിരിക്കും. 1.5 feet ഒരു നിൽക്കുക നമ്മൾ ഇന്റിമേറ്റ് ആയിട്ടുള്ള ആളുകൾ. പേഴ്സണൽ സ്പേസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പലപ്പോഴും പേഴ്സണൽ സ്പേസ്, പേഴ്സണൽ ആയിട്ട് ആളുകൾ, ഫ്രണ്ട്സ് ഒക്കെ 1.5 to 4 feet ഒരു പേഴ്സണൽ സ്പേസിലോട്ട് കടന്നു വരരുത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ പേഴ്സണൽ സ്പേസിൽ നമ്മൾ സംസാരിക്കുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സാധാരണ സോഷ്യൽ അതാണ്. ഒരു 4 മുതൽ 12 feet വരെയൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് സോഷ്യൽ. പബ്ലിക് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ പബ്ലിക് 12 ഫീറ്റിന് അപ്പുറമുള്ളതൊക്കെ പബ്ലിക് ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്.
ഓക്കെ, തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ നേഴ്സ് ആൻഡ് പേഷ്യന്റ്. നേഴ്സും പേഷ്യന്റും തമ്മിലുള്ള ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻ ആണ്. ഡ്യൂറിംഗ് വിച്ച് ദ നേഴ്സ് ഫോക്കസ് ഓൺ ദ പേഷ്യന്റ് സ്പെസിഫിക് നീഡ്. ഇവിടെ നേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് പേഷ്യന്റിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള നീഡ്സ് ആണ്. ടു പ്രൊമോട്ട് ആൻഡ് എഫക്റ്റീവ് എക്സ്ചേഞ്ച് ഓഫ് എഫക്റ്റീവ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷന് വേണ്ടിയിട്ട് ആണ് നമ്മളിവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഒരു നേഴ്സ് പേഷ്യന്റും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ്. നേഴ്സ് ഇവിടെ ഫോക്കസ് ചെയ്യുന്ന പേഷ്യന്റിന്റെ സ്പെസിഫിക് നീഡ്സ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യുക, എഫക്റ്റീവ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻസ് ഒക്കെ കൃത്യമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അതിൽ ഫംഗ്ഷൻസിൽ വരുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. Which therapeutic communication techniques should the nurse use when communicating with a client who is experiencing auditory hallucination? അഥവാ ഏത് തരത്തിലുള്ള തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കാണ് നേഴ്സ് യൂസ് ചെയ്യേണ്ടത് വെൻ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് എ ക്ലൈന്റ് ഹു ഈസ് എക്സ്പീരിയൻസിങ് ഓഡിറ്ററി ഹാലൂസിനേഷൻ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ താഴെ പറയുന്നതിൽ അഥവാ അതിലേതാണ്? മൈ സിസ്റ്റർ ഹാസ് ദ സെയിം ഡയഗ്നോസിസ് ആസ് യു and she also hear the voices. I understand that the voices seems real to you, but I don't hear any voices. Why not turn up the radio so that voices are muted? And I wouldn't worry about these voices. The medication will make them disappear. ഏതായിരിക്കും? ഓക്കെ, കുറെ പേര് പറഞ്ഞു, ഉത്തരം ബി ആണ്. ഓക്കെ, I understand that the voices seems real to you, but I don't hear any voices. അഥവാ ഇവിടെ പറയേണ്ടതും അങ്ങനെ തന്നെയാണ്. അതായത് ഓഡിറ്ററി ഹാലുസിനേഷൻ ആണ്. അതായത് ഓഡിറ്ററി ഹാലുസിനേഷനിൽ നമ്മൾ ടെർമിനോളജീസിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താന്നുള്ളത്. വോയിസസ് ആ പേഷ്യന്റിനെ സംബന്ധിച്ച് റിയൽ ആണ്, ബട്ട് ഐ ഡോണ്ട് ഹിയർ എനി വോയിസസ്. ഞാനൊരു സൗണ്ടും നമ്മളവിടെ റിയാലിറ്റി അവിടെ പ്രസന്റ് ചെയ്യും കൂടി ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ അങ്ങനെ ഒരു സൗണ്ടും കേൾക്കുന്നൊന്നുമില്ല, പക്ഷെ ഒരുപക്ഷെ വോയിസ് നിങ്ങളെ സംബന്ധിച്ചത് റിയൽ ആയിരിക്കാം എന്നുള്ളതാണ് എന്റെ. ഓക്കെ, ദെൻ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ഇപ്പൊ എന്തൊക്കെയാണെന്നുള്ളതാണ്. ലിസണിങ്, ബ്രോഡ് ഓപ്പണിംഗ്, റീസ്റ്റേറ്റിംഗ്, ക്ലാരിഫിക്കേഷൻ, റിഫ്ലക്ഷൻ, ഹ്യൂമർ, ഇൻഫോമിംഗ്, ഫോക്കസിംഗ്, ഷെയറിംഗ് പെർസെപ്ഷൻ, തീം ഐഡന്റിഫിക്കേഷൻ, സൈലൻസ്, സജസ്റ്റിംഗ്, പ്രസന്റിംഗ് റിയാലിറ്റി, വോയിസിംഗ് ഡൗട്ട്, എക്സ്പ്ലോറിംഗ് പോലെയുള്ളതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കാണ്. നമ്മൾ ഓരോന്നും നോക്കാം. ഇതിൽ വരുന്നതാണ് പ്രസന്റിംഗ് റിയാലിറ്റി പ്രസന്റേഷൻ. ഓക്കെ, എന്താണത് എന്നുള്ളതാണ്. വെൻ എ ക്ലൈന്റ് ഹാസ് എ മിസ്പെർസെപ്ഷൻ ഓഫ് ദി എൻവയോൺമെന്റ്, നമ്മൾ പെർസെപ്ഷൻ ഓഫ് എൻവയോൺമെന്റ് തെറ്റായിട്ട് പെർസീവ് ചെയ്യണം. The nurse define the reality or indicate his or her perception of the situation for the client. അപ്പൊ നമ്മൾ റിയാലിറ്റി പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേഴ്സ് ഡിഫൈൻ ദ റിയാലിറ്റി. നേഴ്സ് അവിടെ റിയാലിറ്റി ഡിഫൈൻ ചെയ്യുന്നു, അതുപോലെ ഇൻഡിക്കേറ്റ് ഹിസ് ഓർ ഹെർ പെർസെപ്ഷൻ ഓഫ് ദി സിറ്റുവേഷൻ ഫോർ ദ. അതോടൊപ്പം തന്നെ ആ പെർസെപ്ഷൻ ഓഫ് ഇൻഡിവിജ്വലിന്റെ പെർസെപ്ഷൻ ഓഫ് സിറ്റുവേഷനെയും കൂടി ഇൻഡിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യും കൂടി അവിടെ ചെയ്യണം എന്നുള്ളത്. അതാണ് പ്രസന്റിങ് ദ റിയാലിറ്റി. നമ്മൾ ഇതിൽ ഉപയോഗിച്ച തെറാപ്യൂട്ടിക് ടെക്നിക്ക് പ്രസന്റിങ് ദ റിയാലിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേറെ രീതിയിൽ ചോദിക്കാം. ഈ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇത് ഏത് തരത്തിൽ ക്യാൻ ഗിവ് ആൻ എക്സാമ്പിൾ, ഇത് ഏത് തെറാപ്യൂട്ടിക് നഴ്സിംഗ് ടെക്നിക്കിന് ഉദാഹരണമാണ് എന്നും ചോദിക്കാം. സോ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വോയിസസ് സീംസ് റിയൽ ടു യു, ബട്ട് ഐ ഡോണ്ട് ഹിയർ എനി വോയിസസ്. അത് പ്രസന്റിങ് ദ റിയാലിറ്റി ആണ്. അതുപോലെ തന്നെ ദർ ഇസ് നോ വൺ എൽസ് ഇൻ ദിസ് റൂം ബട്ട് യു ആൻഡ് മീ. അതൊക്കെ പ്രസന്റിങ് ദ റിയാലിറ്റി അവിടെ ഇൻഡിവിജ്വലിന് മുമ്പിൽ അനാവരണമാക്കും, അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ യൂസിങ് സൈലൻസ് ഗിവിംഗ് ദ ക്ലൈന്റ് opportunity to collect and organize the thoughts, to think through a point, or to consider introducing a topic of greater concern than one being discussed. അഥവാ യൂസിങ് സൈലൻസ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇതിനെ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് ഫ്രെയിം ചെയ്യാം. എങ്ങനെ? താഴെ പറയുന്ന തെറാപ്യൂട്ടിക് നഴ്സിംഗ് ടെക്നിക്കിൽ ഏതാണ് തെറാപ്യൂട്ടിക് ടെക്നിക്കാണ് ഗിവിംഗ് ദ ക്ലൈന്റ് an opportunity to collect and organize the thoughts എന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പോൾ അത് സൈലൻസ്. അത് ആ സമയത്ത് ഇൻഡിവിജ്വലിന്റെ തോട്ട്സിനെയും ബാക്കിയുള്ളതിനൊക്കെ ഓർഗനൈസ് ചെയ്യാനും കളക്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ദെൻ accepting means it is conveying an attitude of reception and regards. ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് റിസപ്ഷനോ അല്ലെങ്കിൽ റിഗാർഡ്സ് ഒക്കെ കൺവേ ചെയ്യണം. അഥവാ യെസ് ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സെഡ്, എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്താണ് പറയുന്നത്. യെസ് ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സെഡ്. ഇവിടെ നമ്മൾ ഒരു റിസപ്ഷൻ ആറ്റിറ്റ്യൂഡ് കൺവേ ചെയ്യണം, ഒരു ആക്സെപ്റ്റൻസ് കൺവേ ചെയ്യണം. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക, നോഡിങ്, ഇതൊക്കെ അതിന് വരുന്ന ഉദാഹരണങ്ങൾ വരുന്നതാണ്. ദെൻ ഗിവിംഗ് റെക്കഗ്നീഷൻ കൊടുക്കുക, അക്നോളജിങ്, ഇൻഡിക്കേറ്റിംഗ് അവയർനെസ്, better than complimenting, which reflect the nurse's judgment.
ഇവിടെ ഒരു ഉദാഹരണം റെക്കഗ്നൈസ് ചെയ്യാണ് അവിടെ. ഹലോ മിസ്റ്റർ ജെ, ഐ നോട്ടീസ് ദാറ്റ് യു മെയ്ഡ് എ സെറാമിക് ആഷ് ട്രേ ഇൻ OT. ഇവിടെ അക്നോളജ് ചെയ്യാണ്, ഒരു അവയർനെസ് ഇൻഡിക്കേറ്റ് ചെയ്യാണ്. കോംപ്ലിമെന്റ് ചെയ്യുന്നതിനേക്കാളും ഒന്നുകൂടെ ബെറ്റർ. വിച്ച് റിഫ്ലക്ട് ദ നേഴ്സസ് ജഡ്ജ്, അവിടെ നേഴ്സിന്റെ ജഡ്ജ്മെന്റും കൂടി അവിടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഗിവിംഗ് റെക്കഗ്നീഷൻ. ഓക്കെ. ദെൻ ഓഫറിംഗ് സെൽഫ്, അനദർ തെറാപ്പറ്റിക് റിലേഷൻഷിപ്പ് ടെക്നിക് ആണ്. ഓഫറിംഗ് സെൽഫ്, making oneself available on an unconditional basis, increasing client's feeling of self-worth. അഥവാ ഒരു ഇൻഡിവിജ്വൽ അവൈലബിൾ ആക്കണം, ഒരു അൺകണ്ടീഷണൽ ബേസ്, ഒരു കണ്ടീഷൻ ഒന്നും ഇല്ലാതെ അവൈലബിൾ ആകുന്നത്, ഇൻക്രീസിങ് ദ ക്ലയൻറ്റ് ഫീലിംഗ്, ഒരു ഇൻഡിവിജ്വലിന് ഒരു സെൽഫ് വർത്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. അഥവാ ഐ വിൽ സ്റ്റേ വിത്ത് യു എ വൈൽ, ഞാൻ കുറച്ച് സമയം നിങ്ങളുടെ കൂടെ നിൽക്കാം. വി ക്യാൻ ഈറ്റ് അവർ ലഞ്ച് ടുഗദർ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ യു. ഇതൊക്കെ അക്നോളജിങ്, നമ്മൾ അവിടെ അക്നോളജ് ചെയ്യാണ്, അത് അല്ലെങ്കിൽ മേക്കിംഗ് വൺസെൽഫ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ കണ്ടീഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ അവിടെ അവൈലബിൾ ആണ് എന്നുള്ളൊരു ഫീലിംഗ്. ഓഫറിംഗ് സെൽഫ്, സ്വന്തത്തെ തന്നെ നൽകുക എന്നുള്ളതാണ്. Then giving broad opening, അഥവാ allowing the client to take a initiative in introducing the topic. അത് ഇൻട്രൊഡ്യൂസ്, ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഇനീഷ്യേറ്റീവ്നെസ് കൊടുക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. ഗിവിംഗ് ബ്രോഡ്, അലവിംഗ് ദ ക്ലയൻസ്, എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ക്ലയൻസ് റോൾ ഇൻ ദ ഇന്ററാക്ഷൻ. അതുപോലെ തന്നെ ക്ലയന്റിന്റെ റോള്, ഇന്ററാക്ഷനിൽ ക്ലയന്റിന്റെ റോള് എംഫസൈസ് ചെയ്യുന്നുണ്ട്. അഥവാ വാട്ട് വുഡ് യു ലൈക്ക് ടു ടോക്ക് അബൌട്ട് ടുഡേ, നിങ്ങൾ എന്താണെന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നത്. ടെൽ മീ വാട്ട് യു ആർ തിങ്കിങ്, പറയൂ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നൊക്കെ പറയുന്നത് ഗിവിംഗ് എ ബ്രോഡ് opening. That will allow the client to take an initiative in introducing the topic. ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ക്ലയന്റിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള തെറാപ്പറ്റിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കാണ് താഴെ പറയുന്നത് എന്നൊക്കെ ചോദിക്കാം. ഗിവിംഗ് ബ്രോഡ് ഓപ്പണിംഗ് ആയിരിക്കും. ഓക്കെ. സോ അതൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇതാണ്. ഓക്കെ. പിന്നെ ഓഫറിംഗ് ജനറൽ ലീഡ് കൊടുക്കുക. എങ്ങനെ? offering the client to encourage to continue, ക്ലയന്റിനെ എൻകറേജ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുക. എക്സാമ്പിൾ, യെസ് ഐ സി, ഓക്കെ ഞാൻ കണ്ടു, യെസ് ഐ ഗോ ഓൺ ആൻഡ് ആഫ്റ്റർ ദാറ്റ്. ഇതൊക്കെ ഓഫറിംഗ് ജനറൽ ലീഡ്സിൽ വരുന്നതാണ്. ദെൻ എൻകറേജിംഗ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പെർസെപ്ഷൻ, പെർസെപ്ഷനെ ഡിസ്ക്രൈബ് ചെയ്യുക. എൻകറേജിംഗ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പെർസെപ്ഷൻ, ആസ്കിംഗ് ദ ക്ലയന്റ് ടു വെർബലൈസ് വാട്ട് ഈസ് ബീങ് പെർസീവ്ഡ്, എന്താണ് ക്ലയന്റിന്റെ പെർസെപ്ഷൻ എന്ന് വെർബലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അത് ഓഫൺ യൂസ്ഡ് വിത്ത് ദ ക്ലയന്റ് എക്സ്പീരിയൻസ്, ഹാലുസിനേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ക്ലയന്റിനൊക്കെ പലപ്പോഴും നമ്മൾ ചോദിക്കുന്നതാണ് എൻകറേജിംഗ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് പെർസെപ്ഷൻ. Tell me what is happening now. Are you hearing the voices again? What do the voices seems to be saying? അതൊക്കെ എൻകറേജിംഗ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പെർസെപ്ഷനിൽ വരുന്ന ഉദാഹരണങ്ങൾ പെട്ടെന്നാണ്. ഓക്കെ. Then comes restating, റിപ്പീറ്റിംഗ് ദ മെയിൻ ഐഡിയ ഓഫ് വാട്ട് ദ ക്ലയന്റ് സെഡ്. ക്ലയന്റ് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഐഡിയ റിപ്പീറ്റ് ചെയ്യുക, അതാണ് റീസ്റ്റേറ്റിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണം, ഐ കാൺട്ട് സ്റ്റഡി, മൈ മൈൻഡ് കീപ് വാണ്ടറിങ് എന്ന് പേഷ്യന്റ് പറയുമ്പോൾ യു ഹാവ് എ ട്രബിൾ ഇൻ കോൺസെൻട്രേറ്റിംഗ്, അഥവാ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങനെ അലഞ്ഞു തിരിയാണ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ റിഫ്ലക്ട് ചെയ്യാണ്. റിപ്പീറ്റിംഗ് ദ മെയിൻ ഐഡിയ ഓഫ് വാട്ട് ദ ക്ലയന്റ് പറഞ്ഞത് അതുപോലെ റിപ്പീറ്റ് ചെയ്യല്ല, അതിൻ്റെ ഉള്ള മെയിൻ ഐഡിയ റീസ്റ്റേറ്റ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. യെസ് യു ഹാവ് എ ട്രബിൾ ഇൻ, നിങ്ങൾക്ക് എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക. ഓക്കെ. ഐ കാൺട്ട് ടേക്ക് ദാറ്റ് ന്യൂ ജോബ്, വാട്ട് ഇഫ് ഐ കാൺട്ട് ഡു ഇറ്റ്, യു ആർ അഫ്രൈഡ് യു വിൽ ഫെയിൽ ഇൻ ദ ന്യൂ പൊസിഷൻ എന്നൊക്കെ ചോദിക്കുന്നത് റീസ്റ്റേറ്റിംഗിന് ഉദാഹരണങ്ങളിൽ വരുന്നതാണ്. ദെൻ ക്വസ്റ്റ്യൻ, when the nurse visit a patient at home, the patient states, I haven't slept the last couple of nights. Which response by the nurse illustrates a therapeutic communication response to this patient? അഥവാ താഴെ പറയുന്ന I see, really, you are having a difficulty in sleeping. Sometimes I have a trouble sleeping too. ഇതിൽ ഏതാണ് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ റെസ്പോൺസ് പേഷ്യന്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? I haven't slept the last couple of nights. Which response by the nurse illustrate a therapeutic communication response to the patient എന്നുള്ളതാണ്. ഏതാണ്? ഓക്കെ, ആൻസർ സി ആണ്. ചിലരൊക്കെ പറഞ്ഞു യു ആർ ഹാവിങ് എ ഡിഫിക്കൽട്ടി ഇൻ സ്ലീപ്പിംഗ്. ഓക്കെ,
അതാണ് അവിടെ ഉപയോഗിക്കുന്ന ഒരു കറക്റ്റ് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ റെസ്പോൺസിൽ ഏറ്റവും ഫലപ്രദമായ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക് എന്ന് പറയുന്നത്. അതാണ് റിഫ്ലക്റ്റിംഗ്. ക്വസ്റ്റ്യൻ ആൻഡ് ഫീലിംഗ്സ് ആർ റെഫേർഡ് ബാക്ക് ടു ദ ക്ലയൻസ്. അഥവാ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ അതിന്റെ ഫീലിംഗും ക്ലയന്റിലോട്ട് റെഫർ ബാക്ക് ചെയ്യണം. They may be recognized so that they may be recognized and accepted. ക്ലയന്റിന് അപ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടാവും, ഞാൻ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടു, അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. സോ ദി ക്ലയന്റ് may recognize that his or her point of view as value. Good technique to be used when the client asks the nurse for advice. അഥവാ റിഫ്ലക്റ്റിംഗ് ആണ്. ഇതിങ്ങനെ ചോദിക്കാം, which technique which is a good technique to use when the client asks the nurse for അഡ്വൈസ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന ടെക്നിക്കാണ് റിഫ്ലക്റ്റിംഗ്. ക്വസ്റ്റ്യൻസ് ആൻഡ് ഫീലിംഗ്സ് ആർ റെഫേർഡ് ബാക്ക് ടു ദ ക്ലയന്റിലോട്ട് തന്നെ റെഫർ ബാക്ക് ചെയ്യുന്നു. മൈ സിസ്റ്റർ വോണ്ട് ഹെൽപ്പ് എ ബിറ്റ് ടുവേഴ്സ് മൈ മദേഴ്സ് കെയർ. ഐ ഹാവ് ടു ഡു ഇറ്റ് ഓൾ. ഒരു ക്ലയന്റ് പറയാണ്, എൻ്റെ സിസ്റ്റർ എൻ്റെ അമ്മയുടെ കെയറിൽ ഒരു കുറച്ചുപോലും സഹായിക്കൂല എന്ന് പേഷ്യന്റ് പറയാണ്. അത് മൈ സിസ്റ്റർ വോണ്ട് ഹെൽപ്പ് എ ബിറ്റ് ടുവേഴ്സ് മൈ മദർ കെയർ. എൻ്റെ അമ്മയുടെ നമ്മുടെ അമ്മയുടെ കെയറിന് വേണ്ടിയിട്ട് എൻ്റെ അനിയത്തി, എൻ്റെ സിസ്റ്റർ ഒരു സഹായം പോലും ഒരു കൈ കഴിഞ്ഞ ഒരു സഹായം പോലും ചെയ്യുന്നില്ല. ഐ ഹാവ് ടു ഡു ഇറ്റ് ഓൾ. എല്ലാം ഞാൻ തന്നെ ഒറ്റക്ക് ചെയ്യണം എന്ന് പറയാണ്. സോ അവിടെ നേഴ്സ് റിഫ്ലക്ട് ചെയ്യണം. എങ്ങനെ? യു ഫീൽ ആംഗ്രി വെൻ ഷീ ഡസ് നോട്ട് ഹെൽപ്പ്. അവർ നിങ്ങളെ സഹായിക്കാത്തപ്പോൾ നിങ്ങൾക്ക് വല്ലാതെ ദേഷ്യം തോന്നാറുണ്ടോ? അവിടെ എന്താണ് നമ്മളിവിടെ ആ ക്ലയന്റിന്റെ ഫീലിങ്ങിനെയാണ് നമ്മൾ റെഫർ ബാക്ക് ചെയ്യുന്നത്. അത് ഒരു ക്ലയന്റിനെ ആക്സെപ്റ്റ് ചെയ്തു, റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലിംഗ് കൂടി കൺവേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റിഫ്ലക്ട് ചെയ്യുന്നതാണ്. ഫീലിങ്ങിനെ കൃത്യമായി റിഫ്ലക്ട് ബാക്ക് ചെയ്യാം. ദെൻ എക്സ്പ്ലോറിംഗ് ആൻഡ് delving further into the സബ്ജക്റ്റിലോട്ട് കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ ഇറങ്ങി പോവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഐഡിയ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൂടെ കൂടുതൽ ഡിഗ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് പ്ലീസ് എക്സ്പ്ലെയിൻ ദാറ്റ് സിറ്റുവേഷൻ ഈസ് മോർ ഡീറ്റെയിൽ. നമ്മൾ പേഷ്യന്റിനോട് പറയാം, ഒന്നുകൂടെ വിശദീകരിച്ച് പറയുമോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും it is mainly the client choose not to disclose further information. The nurse should refrain from pushing or probing in an area that obviously created discomfort. എക്സ്പ്ലോർ ചെയ്യാണ് അവിടെ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം. ടെൽ മീ മോർ അബൌട്ട് ദ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനെ കുറിച്ച് ഒന്നും കൂടെ കൂടുതൽ ഡീറ്റെയിലിൽ പറയുന്നത് പലപ്പോഴും ഡിസ്കംഫോർട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ദെൻ സീക്കിംഗ് ക്ലാരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ. ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ വാലിഡേഷനോ ചെയ്യുക എന്നുള്ളതാണ്. സ്ട്രൈവിംഗ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് വിച്ച് ഈസ് വേഗ് ഓർ ഇൻകോംപ്രിഹെൻഡ്. നമ്മൾ ചില കാര്യങ്ങളെങ്കിലും പറയുമ്പോൾ ചില കാര്യങ്ങൾ കോംപ്രിഹെൻഡ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ വാലിഡേഷനോ നമ്മൾ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ ക്ലയന്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സിസ്റ്റം കൂടുതൽ ഉപയോഗിക്കാം. ഐ എം നോട്ട് ഷുവർ ദാറ്റ് ഐ അണ്ടർസ്റ്റാൻഡ്. വുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ? എനിക്ക് ടെൽ മീ ഇഫ് മൈ അണ്ടർസ്റ്റാൻഡിങ് അഗ്രീസ് വിത്ത് യുവേഴ്സ്. ഡു ഐ അണ്ടർസ്റ്റാൻഡ് കറക്റ്റ്ലി ദാറ്റ് യു സെഡ്. അത് ഒന്നുകൂടെ ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ വാലിഡേഷൻ, നമ്മൾ പറഞ്ഞത് ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് അവിടെ ഉണ്ടാകുന്നത്. ദെൻ വോയിസിംഗ് ഡൗട്ട്, എക്സ്പ്രസിംഗ് അൺസർട്ടനിറ്റി ആസ് ദ റിയാലിറ്റി ഓഫ് ദി ക്ലയൻസ് പെർസെപ്ഷൻ. അതായത് നമ്മളൊരു അൺസർട്ടനിറ്റി എക്സ്പ്രസ് ചെയ്യണം. ഫോർ യൂസ് വിത്ത് ക്ലയന്റ് എക്സ്പീരിയൻസ് ഡെലൂഷണൽ തിങ്കിങ്ങിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന തെറാപ്യൂട്ടിക്, ഇങ്ങനെ ചോദിക്കാം, ഡെലൂഷണൽ തിങ്കിങ്ങിൽ ഉപയോഗിക്കുന്ന തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക് വോയിസിംഗ് ഡൗട്ട് ഏത് കണ്ടീഷൻ, ഏതൊക്കെ സിറ്റുവേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം ഡെലൂഷണൽ തിങ്കിങ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. ഐ ഫൈൻഡ് ദാറ്റ് ഹാർഡ് ടു ബിലീവ്. ക്ലയന്റ് പറയാണ്, ക്ലയന്റ് എന്തെങ്കിലും ഡെലൂഷൻസ്, ഫാൾസ് അൺഷേക്കബിൾ ബിലീഫാണ് ഡെലൂഷൻസ്. അത് വിശ്വസിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ പേഷ്യന്റ് പറയും. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നതാണ് വോയിസിംഗ് ഡൗട്ട്. അത് സംശയം വോയിസ് ചെയ്യാം. ഫൈൻഡ് ദാറ്റ് ഹാർഡ് ടു ബിലീവ്. എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസനീയമായിട്ട് തോന്നുന്നു. ഐ ഫൈൻഡ് ദാറ്റ് ഹാർഡ് ടു ബിലീവ്. എനിക്ക് അത്ര ഒരു വിശ്വസിക്കാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ ദാറ്റ് സീംസ് റാദർ ഡൗട്ട്ഫുൾ ടു മീ. എനിക്ക് അത്ര ഒരു എനിക്ക് കുറച്ച് സംശയം ഉള്ളത് പോലെ തോന്നുന്നു എന്നൊക്കെ നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നതാണ് അതിൽ വരിക. അറ്റംപ്റ്റിംഗ് ടു ട്രാൻസ്ലേറ്റ് വേർഡ്സ് ഇൻ ടു ഫീലിംഗ്. അതാ വേർഡ്സിനെ ഫീലിങ്സിലോട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ദ വേർഡ്സ് ഇൻ ടു ഫീലിംഗ്. വെൻ ഫീലിംഗ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻഡയറക്ട്ലി, നെഴ്സ് ട്രൈ ടു ഡീസിംബലൈസ് what has been said to and find the clues to understand the true feeling. അതാ ഐ ആം വേ ഔട്ട് ഇൻ ദ ഓഷ്യൻ. അത് പേഷ്യന്റ് പറഞ്ഞതാ. അപ്പോൾ യു മസ്റ്റ് ബി ഫീലിംഗ് വെരി ലോൺലി റൈറ്റ് നൗ. അഥവാ ആ വാക്കുകൾക്കിടയിലുള്ള ഫീലിംഗ് ആണ് നമ്മളവിടെ ട്രാൻസ്ലേറ്റ്. അതായത് വേർഡ്സ് പലപ്പോഴും വേർഡ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യല്ല. അഥവാ അതിനകത്തുള്ള ഐ ആം വേ ഔട്ട് ഇൻ ദ ഓഷ്യൻ.
എന്ന് പേഷ്യന്റ് പറയും യു മസ്റ്റ് ബി ഫീലിംഗ് വെരി ലോൺലി റൈറ്റ് നൗ. അതിനകത്തുള്ള ഫീലിംഗ് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ദെൻ അനദർ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കിൽ വരുന്ന ടെക്നിക്കുകളാണ് ഹ്യൂമർ. ഇവിടെ ഡിസ്ചാർജ് ഓഫ് എനർജി ത്രൂ കോമിക് എൻജോയ്മെന്റ് ഓഫ് ഇംപെർഫെക്റ്റ് ഷെയറിംഗ് പെർസെപ്ഷൻ. Sharing perception and asking the perception to verify the nurse understanding of what the patient is thinking or feeling. Okay, then theme identification, identifying the underlying issue or a problem experienced by the patient. അതിനകത്തുള്ള ഇഷ്യൂ അല്ലെങ്കിൽ പ്രോബ്ലം എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. സജസ്റ്റിംഗ് പ്രസന്റേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ് ഐഡിയാസ് ഫോർ ദ പേഷ്യൻസ് കൺസിഡറേഷൻ റിലേറ്റിംഗ് ടു ദ പ്രോബ്ലം സോൾവിംഗ്. ഇതൊക്കെ ചില തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കാണ്. ഇനി ചില നോൺ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കുകൾ കൂടെ ഉണ്ട്. ഗിവിംഗ് റീഅഷുറൻസ്, റിജക്റ്റിംഗ്, ഗിവിംഗ് അപ്രൂവൽ ഓർ ഡിസപ്രൂവൽ, എഗ്രീയിങ് ഓർ ഡിസഗ്രീയിങ്, ഗിവിംഗ് അഡ്വൈസ്, probing, defending, requesting an explanation, making a stereotyped comments, using delay. ഇതൊക്കെ നോൺ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കാണ്. ഇത് ചോദിക്കാം താഴെ പറയുന്നതിൽ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്ക് ഏതാണ്, നോൺ തെറാപ്യൂട്ടിക് അല്ലെങ്കിൽ അതിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ നോൺ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയാം. ആ രീതിയിലൊക്കെ അത് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ: എ റിലേഷൻഷിപ്പ് ദാറ്റ് പ്രൈമർലി ഇനീഷ്യേറ്റഡ് വിത്ത് ദ പർപ്പസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, socialization, enjoyment, or accomplishing a task. ഇതിൽ ഏതാണ് റിലേഷൻഷിപ്പ് ദാറ്റ് ഈസ് പ്രൈമർലി ഇനീഷ്യേറ്റഡ് വിത്ത് ദ പർപ്പസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, സോഷ്യലൈസേഷൻ, എൻജോയ്മെന്റ്, ഓർ അക്കംപ്ലിഷിംഗ് എ ടാസ്ക്? ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ആണോ, തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് ആണോ, ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പ് ആണോ, സോഷ്യൽ റിലേഷൻഷിപ്പ് ആണോ? ഇതിൽ ഏതാണ് ഇനീഷ്യേറ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, സോഷ്യലൈസേഷൻ, എൻജോയ്മെന്റ്, or accomplishing a task? നമ്മൾ ശ്രദ്ധിക്കണം, purpose of friendship, socialization, enjoyment, or accomplishing. ഓക്കെ, ആൻസർ ചിലർ പറഞ്ഞു സോഷ്യൽ റിലേഷൻഷിപ്പ്, ചിലരൊക്കെ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് എന്നാണ് പറഞ്ഞത്. തെറ്റാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. പർപ്പസ് ഫ്രണ്ട്ഷിപ്പ് ആണ്, സോഷ്യലൈസേഷൻ ആണ്, എൻജോയ്മെന്റ് ആണ്, അക്കംപ്ലിഷിംഗ് എ ടാസ്ക് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് സോഷ്യൽ റിലേഷൻഷിപ്പ്. ദെൻ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് നമ്മൾ പറയുന്നത്? സോഷ്യൽ റിലേഷൻഷിപ്പ്, ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ്. എന്താ സോഷ്യൽ റിലേഷൻഷിപ്പ്? It is defined as a relationship that is primarily initiated with the purpose of friendship, socialization, enjoyment, and accomplishing a task. Mutual needs are met during the social interaction. അത് സോഷ്യൽ റിലേഷൻഷിപ്പ് ആണ്. ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് occur between two individuals who have an emotional commitment to each other. Each member care about others' need for ഗ്രോത്ത് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലാണ് ഒരു ഇമോഷണൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക. ഇറ്റ് occur between two individuals who have an emotional commitment. അതാണ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്. ഓക്കെ, ദെൻ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാലോ ഇറ്റ് ഡിഫർ ഫ്രം ബോത്ത് ദ സോഷ്യൽ ആൻഡ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഇൻ ദാറ്റ് nurse maximizes the inner communication skills, understanding of human behavior, and personal strength in order to enhance the patient's growth. ഇവിടെ പേഷ്യന്റ് ഗ്രോത്ത് ആണ് എൻഹാൻസ് ചെയ്യല് നമ്മളെ മെയിൻ എയിം. അതിന് വേണ്ടിയിട്ട് പേഷ്യന്റ് ഹ്യൂമൻ ബിഹേവിയറും പേഴ്സണൽ സ്ട്രെങ്ത്തും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേരിയസ് ആയിട്ടുള്ള ഇന്നർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ മാക്സിമൈസ് ചെയ്യുന്നത് ആണ് തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ്. നേഴ്സും പേഷ്യന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ: ദി nurse realizes that the patient is having a hard dealing with the diagnosis. The patient states that he is feeling alone with no one who understands. Which type of communication could be the most useful for the patient? Silence, empathy, reflection, summarization. ഇതിൽ the nurse realizes that patient is having a hard dealing with their diagnosis. സംടൈംസ് ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്തു, അത് ഹാർഡ്, അത് പെട്ടെന്ന് ഡീൽ ചെയ്യാൻ കഴിയുന്നത് വല്ലാത്തൊരു വിഷമസന്ധിയിലാണ്. സോ ദ പേഷ്യന്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഹി ഈസ് ഫീലിംഗ് അലോൺ. പേഷ്യന്റ് ഫീലിംഗ് അലോൺ വിത്ത് നോ വൺ ഹൂ അണ്ടർസ്റ്റാൻഡ്. ആർക്കും എന്നെ മനസ്സിലാവുന്ന അയാൾ ഒരു ഫീലിംഗ് അലോൺ, ഒറ്റപ്പെട്ട പോലെ ഒരു ഫീലിംഗ് ആണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കുഡ് ബി ദ മോസ്റ്റ് യൂസ്ഫുൾ ഫോർ ദ പേഷ്യന്റ്? സൈലൻസ് ആണോ, എംപത്തി ആണോ, റിഫ്ലക്ഷൻ ആണോ, സമ്മറൈസേഷൻ ആണോ? ഇതിലേതായിരിക്കും ഏറ്റവും ബെസ്റ്റ്? ഓക്കെ, ചിലര് ഉത്തരം എംപത്തിയാണ്. സൈലൻസ് പറ്റൂല, റിഫ്ലക്ഷൻ പറ്റൂല, സമ്മറൈസേഷനും പറ്റൂല. എംപത്തിയാണ് അതിന്റെ ആൻസർ. ഓക്കെ, സോ ദി ഡിഫറെന്റ് കോമ്പണൻസ് ഓഫ് തെറാപ്യൂട്ടിക് നേഴ്സ് പേഷ്യന്റ് റിലേഷൻ. തെറാപ്യൂട്ടിക് നേഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പണൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ റാപ്പോ, ഫസ്റ്റ് വൺ റാപ്പോ. ഗെറ്റിംഗ് അക്വൈന്റഡ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് റാപ്പോ ഇസ് എ പ്രൈമറി ടാസ്ക്. റിലേഷൻഷിപ്പിലെ പ്രധാനപ്പെട്ട ടാസ്ക് ആണ് റാപ്പ് ബിൽഡ് ചെയ്യുക, ഗെറ്റിംഗ് അക്വൈന്റഡ്.
So rapport implies the special feeling on the part of both the client and the nurse. നേഴ്സും ക്ലയന്റും തമ്മിലുള്ള ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് ഇതിൽ വരുന്നത്. അതിൽ ആക്സെപ്റ്റൻസും വാംത്തും ഫ്രണ്ട്ലിനെസ്സും കോമൺ ഇൻട്രസ്റ്റും സെൻസ് ഓഫ് ട്രസ്റ്റും നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് എല്ലാം ഉണ്ടാകും. വെൻ ദ റാപ്പോ ഡെവലപ്പ് ദ പേഷ്യന്റ് ഫീൽ കംഫർട്ടബിൾ വിത്ത് ദ നേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ഈസിയർ ടു ഡിസ്ക്ലോസ്. ഇവിടെ പേഷ്യന്റ് ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നു, റാപ്പോ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഡെവലപ്പ് ചെയ്യുമ്പോൾ ദെൻ എംപതി, അനദർ ഇമ്പോർട്ടന്റ് കോമ്പണന്റ് ആണ് എംപതി. ഇറ്റ് ഇസ് എബിലിറ്റി ടു പുട്ട് വൺ സെൽഫ് ഇൻ അനദർ പേഴ്സൺ സർക്കംസ്റ്റാൻസസ് ആൻഡ് ഫീലിംഗ്സ്. ഒരാളുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസിലോ അല്ലെങ്കിൽ ഫീലിംഗിലോ ഇൻഡിവിജ്വലിനെ സ്വയം പ്രതിഷ്ഠിക്കാൻ സഹായിക്കുന്നതാണ് എംപതി. വാംത്ത്, എബിലിറ്റി ടു ഹെൽപ്പ് ദ പേഷ്യന്റ് ഫീൽ കെയർഡ് ഫോർ ആൻഡ് കംഫർട്ടബിൾ. അതൊരു കെയർ ചെയ്യുന്നു എന്നുള്ളൊരു കെയർഡ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് ഡെവലപ്പ് ചെയ്യാൻ എബിലിറ്റി ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഷോ ആക്സെപ്റ്റൻസ് ഓഫ് ദ പേഷ്യന്റ് ആസ് എ യൂണീക്ക് ഇൻഡിവിജ്വൽ ഒരു യൂണീക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഇവിടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ജെനുവിൻനെസ്, അനദർ വൺ ഇസ് ജെനുവിൻനെസ്. റെഫേഴ്സ് ദ നഴ്സസ് എബിലിറ്റി ടു ബി ഓപ്പൺ, ഹോണസ്റ്റ് ആൻഡ് റിയൽ ഇൻ ദ ഇന്ററാക്ഷൻ വിത്ത് ക്ലയന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഹോണസ്റ്റ് ആയിട്ട് റിയൽ ആയിട്ട് ഓപ്പൺ ആയിട്ട് നിൽക്കാൻ കഴിയുന്ന അതിനെയാണ്. ടു ബി റിയൽ ഈസ് ടു ബി അവെയർ ഓഫ് വാട്ട് വൺ ഈസ് എക്സ്പീരിയൻസിങ് ഇന്റേണലി. റിയൽ എന്നുള്ളതുകൊണ്ട് അവർ ഫീൽ ചെയ്യുന്ന എക്സ്പീരിയൻസിങ് ഇന്റേണലി എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ടു അലോ ദ ക്വാളിറ്റി ഓഫ് ദി ഇന്നർ എക്സ്പീരിയൻസിങ് ടു ബി അപ്പാരന്റ് ഇൻ ദ തെറാപ്പി. അത് ഒരു റിയൽ ആയിട്ട് ഇൻഡിവിജ്വലിന് അവയർനെസ് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ജെനുവിൻനെസ്, അതാണ് പ്രധാനപ്പെട്ട കോമ്പണൻസ്. ദെൻ ഡൈനാമിക് ഓഫ് തെറാപ്പറ്റിക് നഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ് അഥവാ തെറാപ്പറ്റിക് യൂസ് ഓഫ് സെൽഫ്, ഗെയിനിങ് സെൽഫ് അവയർനെസ്, ദ ജൊഹാരി വിൻഡോ. അതിലാണ് ഡൈനാമിക് തെറാപ്പറ്റിക് നഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പിൽ വരുന്നതാണ്. തെറാപ്പറ്റിക് യൂസ് ഓഫ് സെൽഫ് മീൻസ് എബിലിറ്റി ടു യൂസ് വൺ personality consciously and in full awareness in an attempt to establish relatedness and to structure nursing intervention. അഥവാ ഇൻഡിവിജ്വൽ യൂസ് ചെയ്യണം സ്വന്തം പേഴ്സണാലിറ്റി, വൺസ് ഓൺ പേഴ്സണാലിറ്റി കോൺഷ്യസ് ആയിട്ട് ഇൻ ഫുൾ അവയർനെസ്സിൽ ഇൻ ആൻ അറ്റംപ്റ്റ് ടു എസ്റ്റാബ്ലിഷ് റിലേറ്റഡ്നെസ് ആൻഡ് ടു സ്ട്രക്ചർ ദ നഴ്സിംഗ് ഇന്റർവെൻഷനൊക്കെ സ്ട്രക്ചർ ചെയ്യാനും ബാക്കിയുള്ളതിനൊക്കെ തെറാപ്യൂട്ടിക് യൂസ് ഓഫ് സെൽഫ്. അതാ നേഴ്സ് സ്വന്തത്തെ തന്നെ ഉപയോഗപ്പെടുത്തുന്നതാണ്. സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് വൺസ് ഓൺ ബിലീഫ്, തോട്ട്സ്, മോട്ടിവേഷൻ, ബയാസ്, ലിമിറ്റേഷൻ ഇതിനൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നു. ജൊഹാരി വിൻഡോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് ദി സെൽഫ് ആൻഡ് ദ ടൂൾ ദാറ്റ് ക്യാൻ ബി യൂസ് ടു ഇൻക്രീസ് ദ സെൽഫ് അവയർനെസ്. So Johari window is a tool that we are using to increase the self awareness. അല്ലെങ്കിൽ it is a representation of the self എന്നുള്ള രീതിയിലും ജൊഹാരി വിൻഡോയെ പറയാറുണ്ട്. എന്താണ് ജൊഹാരി വിൻഡോ? The Johari window is a model of meta communication, a model of self-disclosure, a model of relational stages, a model of contextual communication. ഇതിൽ ഏതാണ്? It is a model of self-disclosure ആണ് ജൊഹാരി വിൻഡോ. ഓക്കെ, ഇതാണ് നിങ്ങൾ ജൊഹാരി വിൻഡോ അഥവാ ഓപ്പൺ, ബ്ലൈൻഡ്, ഹിഡൻ, അൺനോൺ. ഓപ്പൺ ഏരിയ എന്ന് പറഞ്ഞാൽ നോൺ ടു സെൽഫ് ആൻഡ് അതേഴ്സ്. എനിക്കും അറിയാം, ബാക്കിയുള്ളവർക്കും എന്നെ കുറിച്ച് അറിയാം. അതാണ് ഓപ്പൺ. എല്ലാവർക്കും എന്നെ കുറിച്ച് എനിക്കറിയുന്നതായിട്ടുള്ള അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ച് ബാക്കിയുള്ളവർക്കും അറിയുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓപ്പണിലാണ് ഉണ്ടാവുക. ബ്ലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് നോൺ ടു സെൽഫ്, എനിക്കറിയില്ല, ബട്ട് നോൺ ടു അതേഴ്സ്, ബാക്കിയുള്ളവർക്ക് എന്നെ കുറിച്ച് അറിയാം. അഥവാ എന്നെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ എന്നെ കുറിച്ച് അറിയില്ല, പക്ഷെ ബാക്കിയുള്ളവർക്ക് എന്നെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അവിടെയാണ് ബ്ലൈൻഡ്. ഹിഡൻ, നോൺ ടു സെൽഫ്, എനിക്കറിയാം, എനിക്ക് എന്നെ കുറിച്ച് അറിയുന്ന കുറെ കാര്യങ്ങൾ, പക്ഷെ ആ കാര്യങ്ങളൊന്നും ബാക്കിയുള്ളവർക്ക് അറിയില്ല. അതാണ് ഹിഡൻ ആയിട്ടുള്ള ഏരിയ. അൺനോൺ എന്ന് പറയുന്നത് നോട്ട് നോൺ ടു സെൽഫ് ഓർ അതേഴ്സ്, എനിക്കും അറിയില്ല, ബാക്കിയുള്ളവർക്കും അറിയില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അൺനോൺ കാര്യങ്ങൾ. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നോൺ ടു സെൽഫ്, സ്വന്തത്തിന് അറിയാം, എനിക്കും അറിയാം, ബാക്കിയുള്ളവർക്കും അറിയാം. അഥവാ എനിക്കറിയാം, ഞാൻ നന്നായിട്ട് പാട്ട് പാടുന്നു എനിക്കറിയാം, ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നു എനിക്കറിയാം, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു എനിക്കറിയാം. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർക്കും അറിയാം. നേരെ മറിച്ച് ബ്ലൈൻഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. എനിക്ക് നന്നായിട്ട് ചിരിക്കാൻ അറിയുന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ ബാക്കിയുള്ളവർ എന്നോട് ഞാൻ ഫീഡ്ബാക്ക് ചോദിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ പറയും നിങ്ങൾ നന്നായിട്ട്
നന്നായിട്ട് നിങ്ങൾക്ക് ചിരിക്കാൻ അറിയാം, നിങ്ങൾ നല്ല ഫ്രണ്ട്ലി ആണ് എന്നൊക്കെ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയും. അപ്പോഴാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഓ ഞാൻ നന്നായിട്ട് ചിരിക്കുന്നുണ്ടല്ലേ, ഓക്കെ ഞാൻ നല്ല ഫ്രണ്ട്ലി ആണല്ലേ. അത് പക്ഷെ ആ കാര്യങ്ങളൊന്നും എനിക്കറിയാത്ത എന്നാൽ ബാക്കിയുള്ളവർക്ക് എന്നെ സംബന്ധിച്ച് അറിയുന്ന കാര്യങ്ങളാണ് ബ്ലൈൻഡ് ഏരിയയിൽ വരിക. ഹിഡൻ ഏരിയ നോൺ ടു സെൽഫ്, എനിക്ക് എന്നെ കുറിച്ച് അറിയാം പക്ഷെ ബാക്കിയുള്ളവർക്ക് എന്നെ കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ. അഥവാ ഞാൻ നന്നായിട്ട് പാട്ട് പാടുന്ന എനിക്കറിയാം, ഞാൻ നല്ല ബാത്റൂം സിംഗർ ആണ്. സോ അപ്പോ എനിക്കറിയാം ഞാൻ നന്നായിട്ട് പാട്ട് പാടും, പക്ഷെ ആ കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് അറിയില്ല. കാരണം എന്താ, ഞാൻ അവരുടെ മുമ്പിൽ അതൊന്നും എക്സ്പ്രസ് ചെയ്തിട്ടില്ല. അപ്പൊ അത്തരത്തിൽ എനിക്കറിയാവുന്ന എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പക്ഷെ ബാക്കിയുള്ളവർക്ക് അറിയാത്ത കാര്യങ്ങൾ, ബാക്കിയുള്ളവർക്ക് എന്നെ സംബന്ധിച്ച് അറിയാത്ത ചില കാര്യങ്ങൾ, അതാണ് ഹിഡൻ. അൺനോൺ ആർക്കും അറിയാത്ത ചില കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടെ ഒന്നുകൂടെ ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് നോൺ ടു സെൽഫ്, നോൺ ടു അതേഴ്സ്, അതാണ് ഓപ്പൺ അല്ലെങ്കിൽ പബ്ലിക് സെൽഫ് എന്ന് പറയും. അൺനോൺ ടു സെൽഫ്, എനിക്കറിയാത്ത എന്നാൽ ബാക്കിയുള്ളവർക്ക് അറിയുന്ന കാര്യങ്ങളാണ് അൺനോയിങ് സെൽഫ്. ദെൻ നോൺ ടു സെൽഫ്, എനിക്കറിയാവുന്ന, അൺനോൺ ടു അതേഴ്സ്, ബാക്കിയുള്ളവർക്ക് അറിയാത്ത അഥവാ പ്രൈവറ്റ് സെൽഫ്. ദ അൺനോൺ സെൽഫ്, അൺനോൺ ടു അതേഴ്സ്, ബാക്കിയുള്ളവർക്കും അറിയില്ല എനിക്കും അറിയാത്ത എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അൺനോൺ സെൽഫിൽ വരുന്നത്. ഓക്കെ, സോ ഇതാണ് ഓപ്പൺ, പബ്ലിക്, അൺനോയിങ് സെൽഫ്, പ്രൈവറ്റ് സെൽഫ്, അൺനോൺ സെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഫീഡ്ബാക്ക്. ഓപ്പൺ ഏരിയ ഇൻക്രീസ് ചെയ്യണം. ഓപ്പൺ ഏരിയ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ബ്ലൈൻഡ് ഏരിയ കുറയണം. ബ്ലൈൻഡ് ഏരിയ എന്ന് നമ്മൾ പറഞ്ഞു, എനിക്കറിയില്ല പക്ഷെ ബാക്കിയുള്ളവർക്ക് അറിയാം. അഥവാ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കാം. ബാക്കിയുള്ളവരോട് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്നു. എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അവർ കുറേ കാര്യങ്ങൾ പറയും. അങ്ങനെ പറയുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ എന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ബാക്കിയുള്ളവർക്ക് എന്നെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തൊക്കെയാണ്, എന്നെ കുറിച്ച് എന്തൊക്കെ അറിയാമെന്നൊക്കെ അവർ പറയും. ആ സമയത്ത് പല കാര്യങ്ങളും നമുക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കും. അതാണ് ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ ബ്ലൈൻഡ് ഏരിയ കുറഞ്ഞോളും. അതുപോലെ തന്നെ ഹിഡൻ ഏരിയ, അഥവാ എനിക്കറിയാവുന്ന എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇതൊന്നും അറിയില്ല. ഞാൻ നല്ലൊരു സിംഗർ ആണെന്നോ അല്ലെങ്കിൽ ഞാൻ നന്നായി ചിത്രം വരക്കുന്നോ ഒന്നും എനിക്കറിയില്ല, എന്നും ബാക്കിയുള്ളവർക്ക് അറിയില്ല. പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ നന്നായിട്ട് വരക്കുന്നു. അതിന് കാരണം എന്താ, ഞാൻ എക്സ്പോസ് ചെയ്തിട്ടില്ല ഈ കാര്യങ്ങൾ. ഞാൻ നന്നായിട്ട് പാട്ട് പാടുന്നത് ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള സ്പേസിൽ മാത്രമേ പാടുള്ളൂ. ഞാൻ ബാത്റൂമിലായിരിക്കുന്ന സമയത്തേ പാടുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എക്സ്പോസ് ചെയ്യണം. എന്റെ സ്റ്റുഡൻസിനും എന്റെ ഫ്രണ്ട്സിനും എന്റെ ബാക്കിയുള്ള ആളുകൾക്ക് മുമ്പിൽ ഞാൻ ഒരു പബ്ലിക് ആയിട്ടുള്ള സ്പേസിൽ ഞാൻ പാട്ട് പാടണം. അപ്പൊ മനസ്സിലാവും ഇവൻ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടല്ലോ. ഞാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ ഞാൻ എക്സ്പോസ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഇവൻ നന്നായിട്ട് ചിത്രം വരക്കുന്നുണ്ടല്ലോ എന്ന് ബാക്കിയുള്ളവർക്ക് തോന്നും. അങ്ങനെ ആ ഓപ്പൺ ഏരിയ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ഹിഡൻ ഏരിയ വീണ്ടും വീണ്ടും കുറയുന്നു. ദെൻ അനദർ ഏരിയ ആണ് അൺനോൺ സെൽഫ്. അവിടെ നമ്മൾ ഡിസ്കവറി നടത്തുക, ആർക്കും അറിയാത്ത ചില കാര്യങ്ങൾ. അതിനു വേണ്ടിയിട്ട് ഈ നമ്മൾ എന്ത് ചെയ്യണം, സ്വയം അറിഞ്ഞിത്തിരിക്കണം, ഡിസ്കവറി നടത്തണം. ഇതാണ് നമ്മുടെ നമ്മൾ സെൽഫ് ഇംപ്രൂവ് ചെയ്യാനുള്ള ചില മെത്തേഡിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഫീഡ്ബാക്ക് എടുക്കണമെങ്കിൽ ബാക്കിയുള്ളവരോട് ചോദിക്കണം. ഇവിടെ നമ്മൾ പറയുകയാണ് വേണ്ടത്. ഇവിടെ ഷെയർഡ് ഡിസ്കവറിയാണ് ഇവിടെ വേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ജൊഹാരി വിൻഡോ. ഗോൾ ഓഫ് ഇൻക്രീസിങ് അവയർനെസ് ബൈ യൂസിങ് ജൊഹാരി വിൻഡോ. ജൊഹാരി വിൻഡോ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇൻക്രീസിങ് അവയർനെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ജൊഹാരി യൂസ് ചെയ്യുന്നത്. ഇൻക്രീസ് ദ സൈസ് ഓഫ് ക്വാഡ്രന്റ് റെപ്രസെന്റിങ് ദ ഓപ്പൺ അല്ലെങ്കിൽ പബ്ലിക് ഓപ്പൺ ഏരിയ അല്ലെങ്കിൽ പബ്ലിക് സെൽഫ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഫോർ അവയർനെസ് ഓഫ് സെൽഫ് അവയർനെസ്സിന് വേണ്ടിയിട്ട്. In the Johari window, information about yourself that you don't know but others know is yours. Hidden area, unknown self, blind self or open self. Answer already kandu, blind self ആണ് അതിന്റെ. ഓക്കെ, എനിവേ ഫേസസ് ഓഫ് തെറാപ്യൂട്ടിക് നേഴ്സ് പേഷ്യന്റ് ക്ലയന്റ് റിലേഷൻഷിപ്പിന്റെ ഫേസസ് ആണ്. 4 ഫേസുകളുണ്ട്. പ്രീ ഇന്ററാക്ഷൻ, ഓറിയന്റേഷൻ, വർക്കിംഗ് ഫേസ് ആൻഡ് ടെർമിനേഷൻ. പ്രീ ഇന്ററാക്ഷൻ ഫേസ്, ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഇൻട്രോഡക്ടറി ഫേസ് ആണ്. വർക്കിംഗ് ഫേസ് ആൻഡ് ടെർമിനേറ്ററി ഫേസ്. ഓക്കെ, എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ ഫോർ ദ ഫസ്റ്റ് എൻകൗണ്ടർ വിത്ത് ദ ക്ലയന്റ്. ഫസ്റ്റ് എൻകൗണ്ടർ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫേസ് ആണ് പ്രീ ഇന്ററാക്ഷൻ ഫേസ്. ഇവരുടെ പ്രോബ്ലംസ് എൻകൗണ്ടർ ചെയ്യുന്നത് പ്രധാനമായും ഡിഫിക്കൽട്ടി, സെൽഫ് അനാലിസിസിന് ഡിഫിക്കൽട്ടി ഉണ്ടാവും, സെൽഫ് അക്സെപ്റ്റൻസിന് ഡിഫിക്കൽട്ടി ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവാം, ചിലപ്പോൾ ബോറിംഗ് ആയിരിക്കാം, ദേഷ്യം ഉണ്ടാവാം, ഇൻഡിഫറൻസ് ഉണ്ടാവാം, ഡിപ്രഷൻ ഒക്കെ ഉണ്ടാവാം എന്നുള്ളതാണ്. വേ ടു ഓവർകം, എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഓവർകം ചെയ്യുക? ഹെൽപ്പ് ഫ്രം നമ്മുടെ സൂപ്പർവൈസേഴ്സിനോട് ഉപദേശങ്ങൾ തേടാം. അതുപോലെ തന്നെ പിയേഴ്സിന്റെ സെൽഫ് അനാലിസിസിന് അല്ലെങ്കിൽ റിയാലിറ്റി ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് അനാലിസിസ്
ഒക്കെ നടത്താവുന്നതാണ്. അതുപോലെ തന്നെ കൺസെപ്റ്റലൈസ് വാട്ട് ഷീ വിഷ് ടു അക്കംപ്ലിഷ്, എന്താണ് നമ്മൾ അക്കംപ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൺസെപ്റ്റലൈസ് ചെയ്യാം. അതുപോലെ തന്നെ അവെയർ ഓഫ് ദ റീസൺ ഫോർ ചൂസിങ് എ പർട്ടിക്കുലർ പേഷ്യന്റിനെ ചൂസ് ചെയ്യാനുള്ള റീസൺ കണ്ടെത്താം എന്നുള്ളതാണ്. അതൊക്കെ അതിനെ ഓവർകം ചെയ്യാനുള്ള ചില മെത്തേഡുകളാണ് പ്രീ ഇന്ററാക്ഷൻ ഫേസ്. അതാണ് ഫസ്റ്റ് എൻകൗണ്ടറിന് മുമ്പുള്ള ഫേസ് ആണ് പ്രീ ഇന്ററാക്ഷൻ. ഇവിടെ നമ്മൾ പേഷ്യന്റ് ഇന്ററാക്ഷൻ ഇല്ല. ഓക്കെ, പ്രീ ഇന്ററാക്ഷൻ ഫേസിൽ നേഴ്സിന്റെ ടാസ്ക് എന്ന് പറയുന്നത് സ്വന്തം ഫീലിംഗുകൾ എക്സ്പ്ലോർ ചെയ്യുന്നു, ഫാന്റസീസും ഫിയറും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു, അനലൈസ് ഓൺ പ്രൊഫഷണൽ സ്ട്രെങ്ത്, സ്വന്തം പ്രൊഫഷണൽ സ്ട്രെങ്ത്തും ലിമിറ്റേഷൻസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? പ്രീ ഇന്ററാക്ഷൻ. ഗ്യാദർ ദ ഡാറ്റ അബൌട്ട് ദ പേഷ്യന്റ് വെൻ എവർ പോസിബിൾ, കഴിയുന്നിടത്തോളം ഡാറ്റ കളക്ട് ചെയ്യുന്നത് പ്രീ ഇന്ററാക്ഷൻ ഫേസിലാണ്. പ്ലാൻ ഫോർ ദ ഫസ്റ്റ് മീറ്റിംഗ് വിത്ത് പേഷ്യന്റ്, ഏത് സമയത്ത് പ്ലാൻ ഫോർ ദ ഫസ്റ്റ് മീറ്റിംഗ് വിത്ത് പേഷ്യന്റ്? പ്രീ ഇന്ററാക്ഷൻ ഫേസിലാണ്. ഇതൊക്കെ ഏത് ഫേസിലാണ്? എക്സ്പ്ലോറിംഗ് ദ ഫീലിംഗ് ആൻഡ് ഫാന്റസീസ് ഓഫ് ദ ഫിയർ ഓഫ് ദ നഴ്സ്, ദാറ്റ് ഈസ് പ്രീ ഇന്ററാക്ഷൻ ഫേസ്. ഇതൊക്കെ നഴ്സിന്റെ ടാസ്കുകളിൽ വരുന്നതാണ്. Then comes the orientation phase. Orientation phase അല്ലെങ്കിൽ ഇൻട്രോഡക്ടറി അല്ലെങ്കിൽ പ്രീ ഹെൽപ്പിംഗ് ഫേസ് എന്ന് പറയും. ഇവിടെ നഴ്സ് ആൻഡ് പേഷ്യന്റ് മീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഫസ്റ്റ് പേഷ്യന്റും നഴ്സും പേഷ്യന്റും എപ്പോഴാണ് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുക? ഓറിയന്റേഷൻ ഫേസിലാണ്, ഇൻട്രോഡക്ടറി അല്ലെങ്കിൽ പ്രീ ഹെൽപ്പിംഗ് ഫേസിലാണ്. ഗോൾ ഓഫ് തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് വിൽ ആൾസോ ബി ഡിസ്കസ്ഡ് ഡ്യൂറിംഗ് ദിസ് ഫേസ്. ഈ ഫേസിൽ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പിന്റെ ഗോൾസ് ഒക്കെ റിലേഷൻഷിപ്പ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഫേസിലാണ്. Then comes working phase. ഇവിടെയാണ് therapeutic work of the relationship is accomplished during this phase. ഈ സമയത്താണ് അക്കംപ്ലിഷ് ചെയ്യുന്ന തെറാപ്യൂട്ടിക് വർക്ക് ഒക്കെ. നേഴ്സ് പേഷ്യന്റ് എക്സ്പ്ലോർ ദ റെലവന്റ് സ്ട്രെസ്സേഴ്സ് ആൻഡ് പ്രൊമോട്ട് ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻസൈറ്റ് ഇൻ ദ പേഷ്യന്റ്. അഥവാ സ്ട്രെസ്സേഴ്സിനൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് ഇൻസൈറ്റിന് വേണ്ടി ഒരു പേഷ്യന്റിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്നത് ഈ സ്പേസിലാണ്. ബിഹേവിയറൽ ചേഞ്ചസ് ഈസ് ഫോക്കസ് ഓഫ് അറ്റൻഷൻ ഇൻ ദി സ്പേസ്. ഈ സ്പേസിലാണ് ബിഹേവിയറൽ ചേഞ്ച് നമ്മുടെ ഫോക്കസ് ചെയ്യുന്നത്. പ്രോബ്ലംസ് മെയിൻലി റെസിസ്റ്റൻസ് ബിഹേവിയർ ഉണ്ടാവാം, ട്രാൻസ്ഫറൻസ് ആൻഡ് കൗണ്ടർ ട്രാൻസ്ഫറൻസ്, അതും രണ്ടും പ്രോബ്ലംസ് ആണ്. എന്താണ് ട്രാൻസ്ഫറൻസ്? ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത് occurs when the client unconsciously attribute to the nurse feelings and behavioral predisposition formed towards a person from his or her past. അഥവാ ട്രാൻസ്ഫേഴ്സ്. പേഷ്യന്റ് ഡെവലപ്പ് ഇമോഷണൽ ഡിപ്പെൻഡൻസി ഓൺ ദ നഴ്സ്. അതായത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പേഷ്യന്റ് ഡെവലപ്പ് ഇമോഷണൽ ഡിപ്പെൻഡൻസ് ഓൺ നഴ്സ്. ഒരു ഡിപ്പെൻഡൻസി, നഴ്സുമായിട്ട് ബന്ധപ്പെട്ട നഴ്സിന് ആയിട്ട് ഒരു ഓവർവെർമിംഗ് ആയിട്ടുള്ള അഫെക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നു. പേഷ്യന്റ് ഇമോഷണലി പേഷ്യന്റ് നഴ്സുമായിട്ട് കൂടുതൽ ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ട്രാൻസ്ഫറൻസ്. നഴ്സിനായിട്ട് ഒരു പേഷ്യന്റിന് തോന്നുന്ന ഫീലിംഗ് ആണ് അത് ട്രാൻസ്ഫറൻസ്. കൗണ്ടർ ട്രാൻസ്ഫറൻസ് വിപരീതം. അഥവാ നഴ്സിന്റെ ബിഹേവിയറലോ അല്ലെങ്കിൽ ഇമോഷണൽ റെസ്പോൺസ് ടുവേഴ്സ് ദ ക്ലൈന്റ് ആണ്. നേരത്തെ മറിച്ചത് പേഷ്യന്റിന്റെ ബിഹേവിയർ ഇമോഷണൽ റെസ്പോൺസ് ആണ് ടുവേഴ്സ് ദ നഴ്സ് ആണ്. എങ്കിൽ ഇവിടെ നഴ്സിന്റെ ഇമോഷണൽ അല്ലെങ്കിൽ ബിഹേവിയർ ആൻഡ് ഇമോഷണൽ റെസ്പോൺസ് ആണ് ടുവേഴ്സ് ദ ക്ലൈന്റ്. നഴ്സ് ഡെവലപ്പ് ഇമോഷണൽ ഡിപ്പെൻഡൻസി ഓൺ ദ പേഷ്യന്റ്. നഴ്സ് ഇമോഷണൽ ഡിപ്പെൻഡൻസി ഡെവലപ്പ് ചെയ്യുന്നു ഓൺ ദ പേഷ്യന്റ്. ഇതാണ് കൗണ്ടർ ട്രാൻസ്ഫറൻസ്. നേരെ തിരിച്ചാണ് ട്രാൻസ്ഫറൻസ്. Then comes termination phase. ഇവിടെയാണ് ടെർമിനേഷൻ ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. മ്യൂച്വൽ എഗ്രീഡ് ഓൺ ഗോൾ മേ ഹാവ് ബീൻ റീച്ച്. പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. ഒന്ന്, മ്യൂച്വലി എഗ്രി ചെയ്യപ്പെട്ട ഗോളുകൾ റീച്ച് ചെയ്തു എന്നുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്ലൈന്റ് മേ ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ, ക്ലൈന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് കൊണ്ടാവാം. അല്ലെങ്കിൽ ഇൻ ദ കേസ് ഓഫ് എ സ്റ്റുഡന്റ് നേഴ്സ്, അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് നേഴ്സിന്റെ കേസിൽ ഇറ്റ് മേ ബി ദ എൻഡ് ഓഫ് ക്ലിനിക്കൽ റൊട്ടേഷൻ എൻഡ് ചെയ്യുന്നത് കൊണ്ടാവാം. ടെർമിനേഷൻ ക്യാൻ ബി ഡിഫിക്കൽട്ട് ടു ഫേസ് ഫോർ ബോത്ത് ദ ക്ലൈന്റ് ആൻഡ് നേഴ്സ്. ക്ലൈന്റിനും അതുപോലെ തന്നെ നേഴ്സിനും ടെർമിനേഷൻ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. The main task involve bringing a therapeutic conclusion to the relation. അതായത് ഒരു തെറാപ്യൂട്ടിക് കൺക്ലൂഷൻ ഒരു ടാസ്ക്, ഇവിടെ ഒരു പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് പറയുന്നത് തെറാപ്യൂട്ടിക് കൺക്ലൂഷൻ, റിലേഷൻഷിപ്പിൽ ഒരു തെറാപ്യൂട്ടിക് കൺക്ലൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ തെറാപ്യൂട്ടിക് ഇംബാസേസ്. എന്തൊക്കെയാണ് തെറാപ്യൂട്ടിക് ഇംബാസെ എന്ന് പറയണം? അതിൽ വരുന്ന ബ്ലോക്ക് ആണ്. ആക്ട് ആസ് എ ബ്ലോക്ക് ഇൻ ദ പ്രോഗ്രസ് ഓഫ് നേഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പിലുള്ള ബ്ലോക്ക് ആണ് തെറാപ്യൂട്ടിക് ഇംബാസ്. അതിൽ വരുന്നതാണ് റെസിസ്റ്റൻസ്, ട്രാൻസ്ഫറൻസ്, കൗണ്ടർ ട്രാൻസ്ഫറൻസ് ആൻഡ് ബൗണ്ടറി വയലേഷൻ. ഇതൊക്കെ ചില ബ്ലോക്കുകളാണ് തെറാപ്യൂട്ടിക് നേഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ഇംബാസസ് എന്ന് പറയും. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ അറ്റംപ്റ്റ് ആണ് ടു റിമെയിൻ അൺഅവെയർ ഓഫ് ആങ്സൈറ്റി പ്രൊഡ്യൂസിങ് ആസ്പെക്ട് വിത്തിൻ ദ സെൽഫ്. അഥവാ പേഷ്യന്റിന്റെ ഒരു അറ്റംപ്റ്റ് ആണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റിമെയിൻ അൺഅവെയർ ഓഫ് ആങ്സൈറ്റി പ്രൊഡ്യൂസിങ് ക്ലൈന്റിന് ആങ്സൈറ്റി പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള പല ആസ്പെക്ട് ഉണ്ട്. അതിനെക്കുറിച്ച് അൺഅവെയർ ആയിട്ട് റിമെയിൻ ചെയ്യാൻ വേണ്ടി വിത്തിൻ ദി
സെൽഫ് സംതൃപ്തിയാണ്. അത് ഫോം ഓഫ് റെസിസ്റ്റൻസിൽ വോൾസ്ബർഗ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്നാണ് സപ്രഷൻ ആൻഡ് റിപ്രഷൻ ഓഫ് റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സപ്രസ് ചെയ്യുക അല്ലെങ്കിൽ റിപ്രസ് ചെയ്യുകയോ ചെയ്യാം. ഇന്റൻസിഫിക്കേഷൻ ഓഫ് സിംറ്റംസ് വല്ലാതെ ഇന്റൻസിഫൈ ചെയ്യുന്ന രീതിയിൽ കാണാം. അതുപോലെ തന്നെ ഹെൽപ്ലെസ് ഔട്ട്ലുക്ക് ഓൺ ദ ഫ്യൂച്ചറിൽ ഒരു ഹെൽപ്പും ഇല്ല എന്നുള്ളൊരു ഔട്ട്ലുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടാം. ബ്രേക്കിംഗ് ആൻ അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ കമ്മിങ് ലേറ്റ് ടു ഹിസ് സെഷൻ, ബീങ് ഫോർഗെറ്റ്ഫുൾ, സൈലന്റ് ആൻഡ് സ്ലീപ്പി ഡ്യൂറിങ് ദ ഇന്ററാക്ഷൻ. ഇതൊക്കെ റെസിസ്റ്റൻസിന്റെ ചില ഫോമുകളാണ്. ആക്ടിങ് ഔട്ട് അല്ലെങ്കിൽ ഇറാഷണൽ ബിഹേവിയർ, അതുപോലെ തന്നെ എക്സ്പ്രസിങ് excessive liking for the nerves and claiming that nobody can replace, അങ്ങനെയൊക്കെ പറയാം. അഥവാ പേഷ്യന്റ് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നതിന്, അഥവാ എനിക്ക് നിങ്ങളെ വല്ലാതെ ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ ആരുമില്ല എന്നൊക്കെ വല്ലാതെ പറയുന്നത് ഒരു തരം റെസിസ്റ്റൻസ് ആണ്. റിപ്പോർട്ടിങ് ഫിസിക്കൽ സിംറ്റംസ്, എനിക്ക് പനിയുണ്ട്, എനിക്ക് വല്ലാതെ തൊണ്ടവേദന എടുക്കുന്നു, എനിക്ക് വല്ലാതെ തലവേദന എടുക്കുന്നു എന്നുള്ള ഫിസിക്കൽ ആയിട്ടുള്ള സിംറ്റംസ് വല്ലാതെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ ദേഷ്യപ്പെടുമായിരിക്കാം, ഡിപ്പെൻഡൻസ് വല്ലാതെ ഉണ്ടാക്കുക, പ്രൊവോക്കിംഗ് ആയിട്ടുള്ള റിമാർക്ക് ഉണ്ടാക്കുക, സെക്ഷൽ ഇൻട്രസ്റ്റ് ഇൻ ദ നേഴ്സ്, അതൊക്കെ കാണിക്കുന്നതൊക്കെ ഒരു തരത്തിലുള്ള റെസിസ്റ്റൻസിന്റെ വിവിധ ഫോമുകളാണ്. സപ്രസ് ചെയ്യുക, റിപ്രസ് ചെയ്യുക, ചിലപ്പോൾ സിംറ്റംസ് വല്ലാതെ കൂടുതലായിട്ട് കാണിക്കുക. അതുപോലെ തന്നെ ഒരു എനിക്ക് എന്നെ സഹായം, എനിക്കൊരു സഹായം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എനിക്കൊരു സഹായം കിട്ടും, അങ്ങനെയൊക്കെ ഉള്ളൊരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഔട്ട്ലുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുക, അപ്പോയിന്റ്മെന്റ് ബ്രേക്ക് ചെയ്യുക, അതൊക്കെ ഫോംസ് ഓഫ് റെസിസ്റ്റൻസിൽ വരുന്നതാണ്. ബൗണ്ടറി വയലേഷൻ, നമ്മൾ തെറാപ്പറ്റിക് ബാസിൽ വരുന്ന നമ്മൾ ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസും നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത്, അതുകൊണ്ട് അതിലിട്ട് പോകുന്നില്ല. ബൗണ്ടറി വയലേഷൻ എന്ന് പറഞ്ഞാൽ ഒക്കെ പിന്നെ ക്ലയന്റ് ഗോസ് ഔട്ട്സൈഡ് ദ ബൗണ്ടറീസ് ഓഫ് ദി തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പിന്റെ ബൗണ്ടറികൾക്ക് മുറമോട്ട് പോവാം. നേഴ്സ് ഗോസ് outside the boundaries of therapeutic relationship and establish a social, economic or personal relationship with the patient. പേഷ്യന്റിന്റെ സോഷ്യോ എക്കണോമിക് അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുക, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ ബൗണ്ടറികൾക്ക്, തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പിന്റെ ബൗണ്ടറികൾക്ക് പുറത്തോട്ട് നഴ്സ് പോകുന്നതിനെയാണ് ബൗണ്ടറി വയലേഷൻ എന്ന് പറയാം. Okay, one of the barrier in nurse-patient therapeutic relationship is reflection, advice, transference and silence. ഇതിൽ ഏതാണ് ബാരിയർ ഇൻ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പിലുള്ള ബാരിയർ ഏത് എന്നുള്ളതാണ്. ഓക്കെ, ആൻസർ ട്രാൻസ്ഫറൻസ് ആണ്. ഓക്കെ, ചിലർ പറഞ്ഞു സി ട്രാൻസ്ഫറൻസ് ആണ്. ഓക്കെ, ദെൻ പ്രോസസ് റെക്കോർഡിംഗ് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഇറ്റ് ഇസ് എ റിട്ടൺ അക്കൗണ്ട് അല്ലെങ്കിൽ വെർബാറ്റിം, റിട്ടൺ ആയിട്ടുള്ള അക്കൗണ്ട് അല്ലെങ്കിൽ വെർബാറ്റിം ആണ് പ്രോസസ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. that transpired during and immediately following the nurse patient interaction. nurse patient interactionൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് റിട്ടേൺ ആയെങ്കിൽ നേഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പിൽ നടന്ന കാര്യങ്ങൾ റിട്ടേൺ ആയിട്ടോ അല്ലെങ്കിൽ വെർബാറ്റിം ആയിട്ടോ ഫീൽ ചെയ്യുന്ന കീപ്പ് ചെയ്യുന്നതിനെയാണ് പ്രോസസ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി റിട്ടേൺ ഡ്യൂറിങ് ദ ഇന്ററാക്ഷൻ ഓർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ 1-to-1 ഇന്ററാക്ഷൻ. അതാണ് പ്രോസസ് റെക്കോർഡിംഗ്. അതിൽ മെയിൻലി ഉണ്ടാകുന്നത് എഡ്യൂക്കേറ്റീവ് ടൂൾ ആയിട്ട് ഉപയോഗിക്കാം, ടീച്ചിങ് ടൂൾ ആയിട്ട്, ഡയഗ്നോസ്റ്റിക് ടൂളും തെറാപ്യൂട്ടിക് ടൂൾ, നഴ്സിംഗ് പ്രോസസിന്റെ ഒരു പ്രീറെക്വിസിറ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കും. So another question, during an interview dash are used. ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ ആണോ, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണോ, ഡെറഗേറ്ററി ആണോ, ക്രിട്ടിക്കൽ ആണോ? ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് യൂസ്വലി ഇന്റർവ്യൂ സമയത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ബിക്കോസ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലയന്റ് എലാബറേറ്റ് ആയിട്ടുള്ള റിപ്ലൈ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്പൺ എൻഡഡ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ തെറാപ്യൂട്ടിക് നേഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ് ആണ്. നമ്മൾ ഏതായാലും ഇനിവേ ഇന്നത്തെ 2 hours ഏകദേശമായി. ഇനി അതിൽ ടെർമിനേഷൻ കൂടെ നമ്മൾ ടെർമിനോളജീസും കൂടെ നമ്മളൊന്ന് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ അത് തൽക്കാലം ഞാനത് നിങ്ങൾക്ക് അതിന്റെ PDF നിങ്ങൾക്ക് ഷെയർ ചെയ്യപ്പെടും നാളെ. ആ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം. അതിലെന്തെങ്കിലും സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേയിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ടെർമിനോളജീസ് എനിവേ അത് ഒരുപാടുണ്ട്. അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ദിവസം കുറെ സമയം എടുക്കും. എനിവേ അതിലോട്ട് ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അതിൽ ടെർമിനോളജീസ് ഏതെങ്കിലും ക്ലാരിഫിക്കേഷൻസ്
ക്ലാരിറ്റി ഇല്ലെങ്കിൽ അത് നിങ്ങൾ ചോദിക്കാം. അത് ഞാൻ ഗ്രൂപ്പിൽ റിപ്ലൈ തരുന്ന രീതിയിലാക്കുന്നതായിരിക്കും ഒന്നുകൂടെ ഉചിതം എന്ന് തോന്നുന്നു. അപ്പൊ ടെർമിനോളജീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എനിവേ നിങ്ങൾ എല്ലാവരും പഠിച്ചതൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്ന് ബ്രഷപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് നെക്സ്റ്റ് ഡേയിൽ വരുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കുക. ക്വസ്റ്റ്യൻസ് ഞാൻ ടെർമിനോളജിയിലും ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അത് ഇന്ന് തന്നെ ഞാനത് ഷെയർ ചെയ്യാം. അതിനുശേഷം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിലും ടെർമിനോളജീസിന്റെ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതാണ്. എനിവേ ടെർമിനോളജീസിൻ്റെത് ഞാൻ ഷെയർ ചെയ്യാം. എനിവേ എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ക്ലാരിറ്റി ഒന്ന് ചോദിക്കാവുന്നതാണ്. ഓക്കെ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇൻ കേസ് ക്ലിയർ ആണെച്ചെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. എനിവേ ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നൗ ഓക്കെ. എനിക്ക് തോന്നുന്നു സംശയങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. എനിവേ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എനിവേ നെക്സ്റ്റ് ഡേയിൽ നമ്മളതിന്റെ PDF ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അതോടൊപ്പം തന്നെ ജസ്റ്റ് ടെർമിനോളജീസ് ഒന്ന് ചോദിക്കുകയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി പിന്നീട് വരുത്താവുന്നതുമാണ്. ഓക്കെ. എനിവേ താങ്ക് യു. Thank you.